Hello, good morning. Start here. Students, can you hear me? Okay, ആണെങ്കിൽ എന്തെങ്കിലും ഒന്ന് comment ചെയ്യൂ. Am I audible to you? Hello. Yes. Okay. Comment ഇതില്ല. No. Subscribe. Okay then. Good morning, students. Welcome to our rapid revision +1 board exam. So, നമുക്ക് കാര്യം ചെയ്യാം. First of all, we can go to our chapters. +1 chaptersലൂടെ നമുക്ക് കുറച്ച് questions എല്ലാം ചെയ്തിട്ട് എല്ലാ ചാപ്റ്ററിൻ്റെ എല്ലാ ഏരിയാസിലും കവർ ചെയ്യാം. Then നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കും പോകാം. ഓക്കെ. So, once again, welcome to our rapid revision. നിങ്ങൾക്കറിയാം +1ന് ഇപ്പം zoology പാർട്ടിൽ ആ 30 സ്കോറിന് വേണ്ടിയിട്ട് എത്ര ചാപ്റ്റേഴ്സാണ്? ലിവിങ് വേൾഡിൽ ജസ്റ്റ് ടാക്സോണമി റീജിയൻ മാത്രം ക്ലാസിഫിക്കേഷൻ ആൻഡ് ദെൻ ആനിമൽ കിങ്ഡം വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏകദേശം ഒരു 6 to 7 സ്കോർ ആ ചാപ്റ്ററിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസും അതിന് തന്നെ പ്രതീക്ഷിക്കാം. 20 ക്വസ്റ്റ്യൻസിൽ ചോയ്സസ് അടക്കമാണ് ഞാൻ പറയുന്നത്. ആൻഡ് ദെൻ തേർഡ് വൺ structural organization, just a frog, so living world, animal kingdom, then frog structural organization, then biomolecule, another important chapter on biomolecule, plus human physiology, breathing and exchange of gases, body fluids and circulation, excretory products and their elimination, locomotion and movement, neural control and coordination, chemical coordination and integration. So 10 chapters ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആനിമൽ കിങ്ഡം ഇതെല്ലാം പഠിക്കാൻ പറയാം. ടെക്സ്റ്റ് ബുക്ക്, ഇഫ് യു ഹാവ് എ കോപ്പി ഓഫ് ടെക്സ്റ്റ് ബുക്ക്, ദ ന്യൂലി എഡിറ്റഡ് NCERT ടെക്സ്റ്റ് ബുക്ക് കീപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ടെക്സ്റ്റ് ബുക്ക് വളരെ ആവശ്യമാണ്. നിങ്ങൾ ലാസ്റ്റ് ഇയർ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കണ്ടിരിക്കും. ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് NCERT ടെക്സ്റ്റ് ബുക്കിൽ അതേ ഗ്രാഫ്സ്, അതേ ഫിഗേഴ്സ്, അതേ ഇലസ്ട്രേഷൻസ്, അതേ ഫ്ലോ ചാർട്ട്സ് എല്ലാം അതുപോലെ തന്നെയായിരിക്കും. അപ്പം ടെക്സ്റ്റുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാകുന്നത് ഇറ്റ് വെരി ഹെൽപ്ഫുൾ ടു യു. നിങ്ങൾക്ക് എല്ലാം ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം, ലിവിങ് വേൾഡ്. അപ്പോൾ ലിവിങ് വേൾഡിലെ ആദ്യത്തെ ഭാഗം നമുക്കറിയാം, ഇത് ടാക്സോണമിയുമായി ബന്ധപ്പെടുന്ന ഭാഗമാണ്. ആൻഡ് ഫാദർ ഓഫ് ടാക്സോണമി കാൾ ലിനേയസ് ആണെന്നറിയാം. ലിനേയസിൻ്റെ കോൺട്രിബ്യൂഷൻസ് പറയുമ്പോൾ ലിനേയസ് ഇൻട്രൊഡ്യൂസ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ബൈനോമിയലുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതൊരു 1 സ്കോർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എക്സാമിൻ്റെ പാറ്റേൺ, നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് എക്സാമിൻ്റെ പാറ്റേൺ അറിയാം. 1 സ്കോർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 5 ക്വസ്റ്റ്യൻസിന് 3 ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ദെൻ 2 സ്കോർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ 10 ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു 9 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. Then 3 സ്കോർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 5 ക്വസ്റ്റ്യൻസിന് 3 ക്വസ്റ്റ്യനുകൾ, ടോട്ടൽ 20 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോയ്സ് കിട്ടും. സോ 1 സ്കോർ ക്വസ്റ്റ്യൻ, ദ സയന്റിഫിക് നെയിം ഓഫ് ഹൗസ് ഫ്ലൈ ആൻഡ് വീറ്റ് ആർ ഗിവൺ ബിലോ, കറക്റ്റ് ദം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സയന്റിഫിക് നെയിം മസ്ക ഡൊമസ്റ്റിക്ക. നമുക്കറിയാം സയന്റിഫിക് നെയിമിൽ ഫസ്റ്റ് നെയിം ജനറിക് നെയിമാണ്, സെക്കൻഡ് സ്പെസിഫിക് നെയിമാണ്. സോ മസ്ക ഡൊമസ്റ്റിക്ക. നമ്മളത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്? അവിടെ തെറ്റാണ് എഴുതിയിരിക്കുന്നത്, MUSCA മസ്ക. ഇവിടെ ഡൊമസ്റ്റിക്കയുടെ D ക്യാപിറ്റലാണ്. അത് സ്പീഷീസ് നെയിം എപ്പോഴും സ്മോൾ ലെറ്റർ ആയിരിക്കണം. സോ മസ്ക ഡൊമസ്റ്റിക്ക. ഇനി എന്ത് ചെയ്യണം? ഇത്ര മതി. ഇനി എന്ത് ചെയ്യണം? സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്യണം. ഇത് ലാറ്റിൻ ഒറിജിൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്യണം. ഇൻ കേസ് വേണമെങ്കിൽ ചോദിച്ചാൽ ഓതേഴ്സിൻ്റെ നെയിം നമുക്ക് സ്പെസിഫിക് നെയിമിന് ശേഷം കൊടുക്കും. അതുപോലെ തന്നെ ട്രിറ്റിക്കം എയ്സ്റ്റിവം,
അവിടെ ഡിഫറൻസ് ടി സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ അത് ട്രിറ്റിക്കം, നിങ്ങൾക്കറിയാം ട്രിറ്റിക്കം എയ്സ്റ്റിവം, എയ്സ്റ്റിവം, അതും സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്യുക. അണ്ടർസ്റ്റുഡ്? അപ്പം ഇനി ഇതുമായി റിലേറ്റഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ബൈനോമിയലിൻ്റെ റൂൾസ് ആയിരിക്കും. അതുമായി റിലേറ്റഡ് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഷൻ ചോദിക്കാം. ICBN. What is ICBN? ICBN, you know that ICBN is ICBN, International Code for Botanical Nomenclature, International Code for Botanical Nomenclature, and ICZN, International Code for Zoological Nomenclature, Botanical Nomenclature, and also ICZN, International Code for Zoological Nomenclature. ഈ രണ്ട് ടേംസ് ഓർത്ത് വെക്കുക. അണ്ടർസ്റ്റുഡ്? ആൻഡ് നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നു, rearrange both biological categories and taxon. Rearrange both biological categories and taxon. ഈ categories നമുക്ക് 7 levels ഓഫ് taxonomy categories പഠിക്കാണ്ട് അതിൻ്റെ അസെൻഡിങ് ഓർഡർ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ സ്പീഷീസ്, ഞാൻ ഷോർട്ട് ഫോം ആണ് എഴുതുന്നത്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഇൻ ആനിമൽ, ഫൈലം ഓർ ഡിവിഷൻ, ആൻഡ് കിങ്ഡം. ഇതാണ് ടാക്സോണമിക് ഹൈറാർക്കി. അപ്പോൾ നമ്മൾ അസെൻഡിങ്ങിലാണ് എഴുതിയിരിക്കുന്നത്, അസെൻഡിങ്ങിൽ പറയാം, ഡിസെൻഡിങ് പറയാം. ഇതാണ് ടാക്സോണമിക് ഹൈറാർക്കി. അപ്പം ഇതിലൊരു വാക്കുണ്ട് ടാക്സോൺ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. വാട്ട് ഈസ് ടാക്സോൺ? ടാക്സോൺ എന്താണെന്ന് ചോദിച്ചപ്പോൾ തന്നെ പഠിക്കുക. ടാക്സോൺ ഈസ് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ടാക്സോൺ ഈസ് എ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ്റെ ഒരു യൂണിറ്റ് ആണ്. അതിന് ചുമ്മാ പറഞ്ഞു മാത്രം. അപ്പോൾ ഈ ടാക്സോണമിക് ഹൈറാർക്കിയിൽ the last two terms of taxon will give the scientific name of housefly. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിൽ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. ഫൈലം, ജീനസ്, ക്ലാസ്. നമ്മൾ എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എഴുതിയ പോലെ തന്നെ റീഅറേഞ്ച് ചെയ്യുമ്പം നമ്മൾ എങ്ങനെ എഴുതണം? ഇതിൽ ഫൈലം, ജീനസ്, ക്ലാസ്, സ്പീഷീസ് എന്ന് പറയുമ്പം സ്പീഷീസ്, ജീനസ്, ക്ലാസ്, ഫൈലം, എങ്ങനെയാണ്? അപ്പോൾ ഹൗസ് ഫ്ലൈ, അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ അതിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പേജിൽ നിങ്ങൾക്കൊരു ടേബിൾ കാണുന്നുണ്ടല്ലോ. അത് മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോകണം. ലിവിങ് വേൾഡ് എടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റ് പേജ്, കൃത്യമായി പറഞ്ഞാൽ പേജ് നമ്പർ 8. പേജ് നമ്പർ 8 ഹോമോസാപ്പിയൻ, അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈ, അതുപോലെ തന്നെ മാങ്കോ, വീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹൗസ് ഫ്ലൈയുടെ സിസ്റ്റമാറ്റിക് പൊസിഷൻ നമ്മൾ പറയുമ്പം ബൈനോമിയൽ മസ്ക ഡൊമസ്റ്റിക്ക, ജീനസ് മസ്ക, ഫാമിലി മസിഡെ, ഓർഡർ ഡിപ്റ്റീറ, ക്ലാസ് ഇൻസെക്ട്, ദ ബിഗസ്റ്റ് ക്ലാസ് ആണ്, ഫൈലം ആർത്രോപോഡ. അപ്പോൾ സ്പീഷീസ് നമുക്ക് ഇങ്ങനെ എഴുതാം. സ്പീഷീസ് മസ്ക ഡൊമസ്റ്റിക്ക, ഡൊമസ്റ്റിക്കയാണ്, പക്ഷെ മസ്ക ഡൊമസ്റ്റിക്ക, സ്പീഷീസ് ഡൊമസ്റ്റിക്കയാണ്. ആൻഡ് ജീനസ് മസ്കയാണ്. അപ്പോൾ ജീനസ് മസ്കയാണ്. ക്ലാസ് ഇൻസെക്റ്റ് ആണ്, ചോദിച്ചത് എഴുതിയാൽ മതി. ക്ലാസ് ഇൻസെക്റ്റ, ഫൈലം ആർത്രോപോഡ. ഇതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്, ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്കാണ് ഇത് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എഴുതി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഹ്യൂമൻ ബീയിങ്, ഹോമോസാപ്പിയൻ, ഹോമിനിഡെ, ഓർഡർ പ്രൈമേറ്റ, ക്ലാസ് മമേലിയ, ഫൈലം കോർഡേറ്റ. അതുപോലെ തന്നെ മാംഗോ പഠിക്കണം. മാംഗോ ബൈനോമിയൽ മാജിഫറ ഇൻഡിക്ക, ജീനസ് മാജിഫറ, ഫാമിലി അനാകാർഡിയസെ, ഓർഡർ സാപ്പിൻറ്റെയിൽ, ക്ലാസ് ഡൈക്കോട്ടിലിഡോണെ, ഡിവിഷൻ ആൻജിയോസ്പെർമെ, കിങ്ഡം പ്ലാന്റ്. അപ്പം അതാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ വീറ്റ് തന്നിട്ടുണ്ട്. ട്രിറ്റിക്കം എയ്സ്റ്റിവം, ജീനസ് ട്രിറ്റിക്കം, ഫാമിലി പൊയേസെ, ഓർഡർ പൊയേൽസ്, ക്ലാസ് മൊണോക്കോട്ടിലിഡോണെ, ഡിവിഷൻ ആൻജിയോസ്പെർമെ, കിങ്ഡം പ്ലാന്റ്. അപ്പോൾ ഈ ഒരു ഏരിയ ലിവിങ് വേൾഡിൽ വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ നമ്മൾ ലിനേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ കുറിച്ച് പറഞ്ഞു, 4 ടാക്സോണമിക് ക്ലാസിഫിക്കേഷൻ യൂണിറ്റ്സ്, അതിൻ്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻസും പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും ബൈനോമിയൽ എന്നാണ്. പാന്തീറ ലിയോ, ഐഡൻറ്റിഫൈ ദ നെയിമിംഗ് സിസ്റ്റം. അപ്പോൾ ഐഡൻറ്റിഫൈ ദ നെയിമിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ പാന്തീറ ലിയോ 2 നെയിംസ് ആണ്. സോ ഇറ്റ് ഈസ്, അതിൻ്റെ ആൻസർ എന്താണ്? ബൈനോമിയൽ. അപ്പോൾ അത് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ നെയിമിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. ദെൻ വാട്ട് ഡു ദ 2 ടേംസ് ഇൻഡിക്കേറ്റ്? എന്താണ് ഈ 2 ടേംസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ എഴുതണം ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ ഏതാണ്? പാന്തീറ ഇൻഡിക്കേറ്റ് ജീനസ് നെയിം എന്നോ ജനറിക് നെയിം എന്നോ എഴുതാം. ആൻഡ് സെക്കൻഡ് ടേം ലിയോ ഇൻഡിക്കേറ്റ് ദ specific epithet. The second term indicate the specific epithet. Species name എന്നോ specific epithet എന്നോ എഴുതാം. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ബൈനോമിയലിൻ്റെ പാർട്ടിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഇനി ലിവിങ് വേൾഡിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട അടുത്തത് ഇതാ തന്നിരിക്കുന്നു. സെയിം ഇതേ ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. എ സ്റ്റുഡൻറ്റ് പ്ലേസ്ഡ് മാൻ ആൻഡ് ഹൗസ് ഫ്ലൈ ഇൻ ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറി. സം ഓഫ് ദം ആർ റോങ്ലി പ്ലേസ്ഡ്. ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് ദം. ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം, കറക്റ്റ് ചെയ്യണം. കോമൺ നെയിം മാൻ ആണ്. സ്പീഷീസ്
സാപ്പിയൻ, ജീനസ് ഹോമോ, ഫാമിലി ഹോമിനിഡയാണ്. അപ്പോൾ ഫാമിലി ഹോമിനിഡേ. ഓർഡർ ആണ് പ്രൈമേറ്റ, ക്ലാസ് മമ്മീലിയ. അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈ നമ്മൾ പറഞ്ഞു. സ്പീഷീസ് ഡൊമസ്റ്റിക്ക, ജീനസ് മസ്ക, ഫാമിലി മസിഡേ. ഓർഡർ ഡിപ്റ്റീറ, ക്ലാസ് ആണ് ഇൻസെക്റ്റ്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പം ഇനി ഇതിൽ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇതിൽ സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു പോയിന്റാണ്, നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റാണ് സൊളാനം എന്ന ജീനസിൽ വരുന്നത്. സൊളാനം ട്യൂബറോസം. ആരാണ്? പൊട്ടാറ്റോ. സൊളാനം ട്യൂബറോസം പൊട്ടാറ്റോ. സൊളാനം മെലോഞ്ചീന ബ്രിഞ്ചാളാണ്. ആൻഡ് സൊളാനം നൈഗ്രം മെക്കോയിഡ് ആണ്. ഈ മൂന്ന് സ്പീഷീസുകളാണ്. 3 സ്പീഷീസ് വരുന്ന ജീനസ് ആണ് സൊളാനം. സൊളാനം എന്ന ജീനസ് വരുന്ന ഫാമിലിയാണ് സൊളാനേസെ. ഈ സൊളാനേസ് എന്ന ഫാമിലി വരുന്ന ഓർഡർ പോളിമോണിയൽ. ക്ലാസ് ഡൈക്കോട്ടിലിഡോണെ. ഡിവിഷൻ ആൻജിയോസ്പെർമെ. കിങ്ഡം പ്ലാന്റ് തന്നെയാണ്. ഈ സൊളാനേസെ എന്ന ഫാമിലിയിൽ വരുന്ന മറ്റു ജീനസുകളാണ് പെറ്റൂണിയ, അതുപോലെ വേറൊരു ജീനസ് ആണ് ഡാറ്റ്യൂറ. അതൊന്ന് ഓർത്ത് വെക്കണം. ഈ ഓർഡർ പോളിമോണിയയിൽ സൊളാനേസോടൊപ്പം വരുന്ന മറ്റൊരു ഫാമിലി ഉണ്ട്. ചിലപ്പോൾ ചോദിച്ച് കാണാറില്ല. കൺവോൾവുലേസെ. ബിക്കോസ് ഓഫ് സിമിലാരിറ്റി ഇൻ ദർ ഫ്ലോറൽ ക്യാരക്ടറിസ്റ്റിക്സ്, കൺവോൾവുലേസെ ആൾസോ പോളിമോണിയയിൽ വരും. അപ്പോൾ ഈ ഒരു ഭാഗം കൂടി ഓർത്ത് വെക്കണം. അതേപോലെ തന്നെ അപ്പം സൊളാനം എന്ന ജീനസിൻ്റെ കാര്യം പറഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊന്നാണ് പാന്തീറ ടൈഗ്രിസ്. ആരാണ്? ടൈഗറാണ്. പാന്തീറ ലിയോ ലയൺ ആണ്. പാന്തീറ പർഡസ് ലെപ്പേർഡാണ്. ഈ 3 സ്പീഷീസ് വരുന്ന ജീനസ് ആണ് പാന്തീറ. എന്ന ജീനസ് വരുന്ന ഫാമിലിയാണ് ഫെലിഡേ. വരുന്നത് ഓർഡർ കാർണിവോറ വരുന്ന ക്ലാസ് മമേലിയ. ബാക്കി നിങ്ങൾക്കറിയാം. മമേലിയ, ഫൈലം കോർഡേറ്റ. ഈ ഫെലിഡേയത്തിന് വരുന്ന മറ്റൊരു ജീനസ് ആണ് ഫെലിസ്. ആ ഫെലിസിൽ വരുന്ന സ്പീഷീസ് ആണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്. ആരാണ്? കാറ്റ് ആണെന്നറിയാം. അതുപോലെ തന്നെ മറ്റൊരു സ്പീഷീസ് ആണ് കാനിസ് ഫെമിലിയാരിസ്. നിങ്ങൾക്ക് അറിയുമായിരിക്കും. കാനിസ് ഫെമിലിയാരിസ്, ജീനസ് കാനിസ്, ഡോഗ് ആണ് കാനിസ് ഫെമിലിയാരിസ്. അത് വരുന്ന ഫാമിലിയാണ് കാനിഡേ. എന്ന ഫാമിലി വരുന്നതും ഓർഡർ ഏതാണ്? കാർണിവോറ എന്ന ഓർഡർ. അപ്പോൾ കാർണിവോറ എന്ന ഓർഡറിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫെലിഡേ എന്ന ഫാമിലിയുണ്ട്, കാനിഡേ എന്ന ഫാമിലിയുണ്ട്. ഫെലിഡേ ഫാമിലിയിൽ 2 ജീനസുകൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത്, പാന്തീറ, ഫെലിസ്. കാനിഡയിൽ ജീനസ് കാനിസ്. കാനിസിൻ്റെ വരുന്ന സ്പീഷീസാണ് കാനിസ് ഫെമിലിയാരിസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടി ഒന്ന് ഓർത്തു പോകുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാൻ. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമുക്ക് വേഗം ലിവിങ് വേൾഡിൽ ഈ പറഞ്ഞ ഭാഗങ്ങൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ ആൻഡ് കിങ്ഡം, ആ ഭാഗം നോക്കുക. ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ റൂൾസും റിലേറ്റഡ് ആയ കാര്യങ്ങൾ നോക്കുക. ദെൻ ഈസ് ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് ലിവിങ് വേൾഡിൽ നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ആൻഡ് ദ സ്കോർ ആൾസോ 1 to 2 സ്കോർ നിങ്ങൾക്ക് മാക്സിമം ലിവിങ് വേൾഡിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. ആൻഡ് വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കൾ അവിടെ ഇല്ലേ? Are you there? കുറച്ച് പേരേ ഉള്ളൂ. ഓക്കെ, ഇസ് ഇറ്റ് ഓക്കെ സ്റ്റുഡൻസ്? അതിനൊന്ന് കമൻറ്റ് ചെയ്തേ. കേൾക്കാമോ? കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ആർ യു ഓക്കെ വിത്ത് മീ? നോബഡി? ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അല്ലെങ്കിൽ അതിന് മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ഗുഡ്. കേൾക്കാം. ഇതാ പറഞ്ഞിരിക്കുന്നു, കേൾക്കാം. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ആരോ ചോദിച്ചിരിക്കുന്നു, സർ ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ടു ഫസ്റ്റ് ചാപ്റ്റേഴ്സ് എടുക്കുമോ? ഓക്കെ, നോ പ്രോബ്ലം. ലാസ്റ്റ് ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് എടുക്കാം. നമ്മൾ ആ ഓർഡർ തന്നെ പോകുക. ലാസ്റ്റ് ചാപ്റ്ററൊക്കെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു ജെഡി സർ. ഓക്കെ. സോ
സോ നെക്സ്റ്റ് ആനിമൽ കിങ്ഡത്തിലെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആനിമൽ കിങ്ഡത്തിലേക്ക് നമുക്ക് പോകാം. ആനിമൽ കിങ്ഡത്തിൽ നോക്കൂ. ഒബ്സർവ് ദ ഡയഗ്രാം. 3 ഡയഗ്രാം നിങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ഡയഗ്രാം കാണുമ്പോൾ ഐഡന്റിഫൈ ദ സിമെട്രി ഓഫ് എ, ബി ആൻഡ് സി. ഐഡന്റിഫൈ ദ സിമെട്രി ഐഡന്റിഫൈ ചെയ്യണം. ഈ എ കാണുമ്പോൾ തന്നെ അറിയാം ഇത് സ്പോഞ്ചിലെയാണ്, ഫ്രഷ് വാട്ടർ സ്പോഞ്ചാണ്. ഏത് സിമെട്രിയാണ്? എ അസിമെട്രിയാണ്. സിമെട്രി ഇല്ല, നോ സിമെട്രി, അസിമെട്രി. ബി. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ ആനിമൽ കിങ്ഡത്തിൽ ഈ ഫിഗേഴ്സ് നോക്കണം. ഏതെല്ലാം ഫിഗേഴ്സ്? സിമെട്രിയുടെ ഫിഗർ, ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക്കിൻ്റെ ഫിഗർ, സീലോമിൻ്റെ ഫിഗർ, ദെൻ അതുപോലെ തന്നെ നിഡേറിയയിലെ നിഡോബ്ലാസ്റ്റ് സെൽസിൻ്റെ ഫിഗർ, അതുപോലെ തന്നെ പോളിപ്പൻ മെഡുസയുടെ ഫിഗർ, പിന്നെ അതുപോലെ തന്നെ എക്സാമ്പിൾസിൻ്റെ ഫിഗർ. ആനിമൽ കിങ്ഡത്തിൽ നിന്ന് ഒരു ഫിഗർ എക്സാമ്പിൾ വെച്ച് വന്നിരിക്കും ഷുവർ. നിങ്ങൾ മോഡൽ എക്സാമിന് ഏതാ കണ്ടത്? മോഡൽ എക്സാമിന് സീലോമിൻ്റെ ഫിഗർ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ആൾസോ മോഡൽ എക്സാമിന് പ്രിസ്റ്റിസ് സോഫിഷിൻ്റെ ഫിഗർ. അപ്പോൾ നിങ്ങൾ ആനിമൽ കിങ്ഡം അത് നിങ്ങൾ എക്സാമിന് മുൻപ് ഒരു 10 മിനിറ്റ്സ് എടുത്തിട്ട് അതിലുള്ള എല്ലാ ഫിഗേഴ്സും അതിൻ്റെ ലിസ്റ്റും ഒന്ന് നേരെ നോക്കി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പം എ അസിമെട്രിയാണ്, ബി റേഡിയൽ സിമെട്രിയാണ്, ആൻഡ് സി the body can be divided into 2 equal half by only one plane, that is bilateral symmetry. Give an account of the type of symmetry. അപ്പോൾ ടൈപ്പ് ഓഫ് സിമെട്രി എ, ബി, സിയെ കുറിച്ചൊരു അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സിമെട്രി എന്ന് വെച്ചാൽ പ്ലെയിൻ ഓഫ് ഡിവിഷൻ. If the body can be divided into 2 equal half, that is symmetry. എന്നാൽ some animals have no symmetry. അപ്പോൾ എന്താ asymmetry എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് കൊടുക്കാം. The body cannot be divided into 2 equal half. അതാണ് asymmetry, no symmetry. And radial symmetry, body can be divided into 2 equal half by many plane passing through the central axis. പല പ്ലെയിൻസിലൂടെ കട്ട് ചെയ്യാം, പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ്. അപ്പോൾ നമ്മൾ അസിമെട്രിക് എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കണം. അസിമെട്രിക് എക്സാമ്പിൾ പൊരിഫറയാണ്. അപ്പോൾ നിങ്ങൾ ആ ഫൈലത്തിൻ്റെ ഒരു ഓർഡർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. ഫൈലം പൊരിഫറ, സിലിൻഡ്രേറ്റ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആഷ്കെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡർമേറ്റ, ഹെമികോഡേറ്റ, ദെൻ കോഡേറ്റ. നോൺ കോഡേറ്റയ്ക്ക് നോട്ടോകോഡ് ആബ്സെൻ്റ് ആണ്, കോഡേറ്റയ്ക്ക് നോട്ടോകോഡ് പ്രസൻ്റ് ആണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ റേഡിയൽ സിമെട്രി എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ പെരിഫറ. അസിമെട്രി. റേഡിയൽ സിമെട്രി എന്ന് പറയുമ്പോൾ റേഡിയൽ സിമെട്രിക്ക് നമ്മൾ എക്സാമ്പിൾ ആരൊക്കെ പറയാം? സിലിൻഡ്രേറ്റ പറയും. സിലിൻഡ്രേറ്റ, ടീനോഫോറ, പിന്നെയോ അഡൾട്ട് എക്കിനോഡർമേറ്റ, അത് മറക്കരുത്. അപ്പം സിലിൻഡ്രേറ്റ, ടീനോഫോറ, അഡൾട്ട് എക്കിനോഡർമേറ്റ. Then next, bilateral symmetry. The body can be divided into 2 equal half by only one plane passing through the median axis or longitudinal axis. അപ്പോൾ ബൈലാറ്ററൽ സിമെട്രിക്ക് എക്സാമ്പിൾ ആരൊക്കെ വരും? ബാക്കി ഫൈലംസ് സിലിൻഡ്രേറ്റ, ടീനോഫോറ കഴിഞ്ഞാൽ പ്ലാറ്റിഹെൽമിന്തസ്, ആഷ്കെൽമിന്തസ്, അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കിനോഡർമേറ്റയുടെ ലാർവ ഓഫ് എക്കിനോഡർമേറ്റ. അത് ശ്രദ്ധിക്കണം, ലാർവ ഓഫ് എക്കിനോഡർമേറ്റ. അപ്പോൾ എക്കിനോഡർമേറ്റയുടെ അഡൾട്ട് റേഡിയൽ സിമെട്രി, ലാർവ ബൈലാറ്ററൽ സിമെട്രിയാണ് കാണിക്കുന്നത്. ഇതാണ് സിമെട്രിയുടെ ഭാഗം. അപ്പം ഇതിൽ നമ്മൾ ആദ്യം ആ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നത് നല്ലത്. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ. സെല്ലുലാർ ലെവലിൽ പെരിഫറ മാത്രം. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടിഷ്യൂ. ആരാ? സിലിൻഡ്രേറ്റ, ടീനോഫോറ, ഓർഗൻ. ആ ഓർഡറിൽ തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ പ്ലാറ്റിഹെൽമിന്തസ്, ഓർഗൻ ലെവൽ. Then platyhelminthes actually organ and organ system ആണ്, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഓർഗൻ ലെവൽ. ദെൻ ആഷ്കെൽമിന്തസ് എങ്ങനെ വരുന്നു? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആഷ്കെൽമിന്തസ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അണ്ടർസ്റ്റാൻഡ്? ആഷ്കെൽമിന്തസ് മുതൽ താഴേക്ക് കോർഡേറ്റ് വരെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അപ്പം പിന്നെ നമുക്ക് സിമെട്രിയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് സിമെട്രി വന്നു, സീലോമൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ ആണ്? പിന്നെ അതുപോലെ തന്നെ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ. എന്താണ് ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ? If the body of that organism is made up of 2 embryonic tissue layer, ഏതൊക്കെയാ? 2 embryonic tissue layer, ഒരു ഔട്ടർ ലെയറും ഒരു ഇന്നർ ലെയറും. ഔട്ടർ എക്ടോഡേം, അത് നിങ്ങൾ NCERT ബുക്കിൽ അതേ ഫിഗർ തന്നെ നോക്കണേ കിട്ടും. ഇപ്പം തന്നെ ഒന്ന് മറിച്ച് നോക്കിയേക്ക്. ഡിപ്ലോ ആൻഡ് ട്രിപ്ലോ. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയാം, 2 ഫിഗർ അത് ഐഡന്റിഫൈ ചെയ്യാനുണ്ടായിരിക്കും. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ബോഡി ഓഫ് ദറ്റ് ഓർഗാനിസം മെയ്ഡ് അപ്പ് ഓഫ് 2 germ layers or embryonic tissue layers, outer ectoderm and inner endoderm. Outer ectoderm and inner endoderm. അപ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക്കിന് അതാണ് ഡിപ്ലോബ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ നിങ്ങൾ 2 എണ്ണം പഠിച്ചാൽ മതി. ഏതൊക്കെയാ? നിഡേറിയ അല്ലെങ്കിൽ സിലിൻഡ്രേറ്റ ആൻഡ് ടീനോഫോറ. അതിന് നേരെ മറ്റൊന്നാണ് ട്രിപ്ലോബ്ലാസ്റ്റിക്. എന്താണ് ട്രിപ്ലോബ്ലാസ്റ്റിക്? ദ ബോഡി ഓഫ് ദറ്റ് ആനിമൽ is composed of 3 embryonic tissue layers or germ layers. 3 germ layers. ഏതൊക്കെയാ 3 germ layers? Outer ectoderm,
inner endoderm and middle mesoderm. അപ്പോൾ ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ട്രിപ്ലോബ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ നിങ്ങൾ ഏത് പഠിച്ചാൽ മതി? പ്ലാറ്റിഹെൽമിന്ത്. ഇപ്പോൾ സിലിൻഡ്രേറ്റ ടീനോഫോറ പറഞ്ഞു കഴിഞ്ഞു, ഡിപ്ലോ. ബാക്കിയെല്ലാം പ്ലാറ്റിഹെൽമിന്തസ് കോർഡേറ്റ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ സീലോം വരുന്നു. സീലോം ഈസ് ദ ബോഡി ക്യാവിറ്റി ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ. ക്വസ്റ്റ്യൻ ചോദിക്കും, ക്യാവിറ്റി ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ. അത് ലൈൻഡ് ബൈ മീസോഡോം ആണെങ്കിൽ അത് ട്രൂ സീലോമാണ്. ആ ട്രൂ സീലോം കാണുന്നത് ആർക്കാ? ട്രൂ സീലോം കാണുന്നത് അനലിഡ മുതൽ കോർഡേറ്റ വരെ ട്രൂ സീലോം. Aschelminthes is pseudocoelom. Coelom consists of pouches of mesodome. Aschelminthes is pseudocoelom. അതിന് മുകളിൽ പ്ലാറ്റിഹെൽമിന്തസ് എസ്-സീലോം. എസ്-സീലോം മീൻസ് നോ സീലോം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ആനിമൽ കിങ്ഡത്തിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നെയിം ദ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ. ഡിസ്റ്റിങ്റ്റീവ്, അവയെ വേർതിരിക്കുന്ന ക്യാരക്ടർ, പ്രത്യേകമായിട്ടുള്ള ക്യാരക്ടർ റെസ്പോൺസിബിൾ ഫോർ ദിയർ നെയിംസ്, അവയുടെ പേരിന് കാരണമായത് ഓഫ് ദ ഫോളോയിങ് ആനിമൽ ഗ്രൂപ്പ്സ്. ആ ആനിമൽ ഗ്രൂപ്പ്സിൻ്റെ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടർ ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിഡേറിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ എന്താ? പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ് സെൽസ്. അപ്പോൾ നമുക്കറിയാം പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ്. നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ് ആ ഫിഗറിൽ തന്നെ ചിലപ്പോൾ ചോദിക്കും കേട്ടോ, ഐഡൻറ്റിഫൈ ചെയ്യാൻ. നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ് വിത്ത് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ. അത് ആങ്കറേജിനും അതുപോലെ തന്നെ ഡിഫൻസിനും ഒക്കെ സഹായിക്കുന്ന, ആങ്കറേജിന് ഡിഫൻസിനും സഹായിക്കുന്നതാണ് നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റ്സ്. 2 ബി ആർത്രോപോഡ. ആർത്രോ ജോയിൻറ്റഡ്, പോഡ അപ്പൻഡേജ്. അപ്പോൾ ആർത്രോപോഡ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ജോയിൻറ്റഡ് ഫൂട്ട് അല്ലെങ്കിൽ ജോയിൻറ്റഡ് അപ്പൻഡേജസ്. ജോയിൻറ്റഡ് ഫൂട്ട് എന്നെഴുതാം, ജോയിൻറ്റഡ് അപ്പൻഡേജസ് എന്നെഴുതാം. ദെൻ സി പൊരിഫെറ എന്ന് വെച്ചാൽ അവയുടെ സ്പോഞ്ചസ് ആണ്. പോർ ബിയറിംഗ് ആനിമൽസ് ആണ്. ശരീരത്തിൽ സുഷിരങ്ങളുള്ള പോർ ബിയറിംഗ് ആനിമൽസ് ആണ്. ഐ മീൻ പെരിഫറ, സ്പോഞ്ചസ് എന്ന് വിളിക്കും, പോർ ബിയറിംഗ് ആനിമൽസ്. അനലിഡ എന്ന പേര് വന്നത് ലാറ്റിൻ വേർഡാണ് അനുലസ്. എന്ന് വെച്ചാൽ റിംഗ്ഡ് വേർബ്സ് ആണ്. ബിക്കോസ് ദേ ഷോ മെറ്റാമറിസം. അപ്പോൾ അനിലിഡ എന്ന വാക്കിൻ്റെ അർത്ഥം റിംഗ്ഡ് വേംസ്. ദാറ്റ് മീൻസ് ദേ ഷോ മെറ്റാമറിസം കാണിക്കും. മെറ്റാമറിക്കലി സെഗ്മെൻറ്റഡ് ബോഡി, അതാണ് അനലിഡ എന്ന വാക്കിൻ്റെ അർത്ഥം. മെറ്റാമറിക്കലി സെഗ്മെൻറ്റഡ് ബോഡി. റിംഗ്ഡ് വേംസ് എന്നെഴുതാം, മെറ്റാമറിക്കലി സെഗ്മെൻറ്റഡ് വേർഡ് എന്നെഴുതാം. ആൻഡ് ഈ കോർഡേറ്റ എന്ന് പറയുമ്പം നോട്ടോകോഡ് പ്രസൻറ്റ് ആയ ആനിമൽസ് ആണ് ഡിസ്റ്റിങ്റ്റീവ് പ്രസൻറ്റ്. അപ്പോൾ നോട്ടോകോഡ് ഒന്ന് എഴുതിയാൽ മതി, പല മറ്റു കോർഡേറ്റ് ക്യാരക്ടേഴ്സ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നോട്ടോകോഡ് പ്രസൻറ്റ് ആണ്. അപ്പോൾ അതാണ് കോർഡേറ്റ. ദെൻ എഫ് ടീനോഫോറയുടെ കോമൺ നെയിം. ടീനോഫോറയുടെ കോമൺ നെയിം നമ്മൾ വിളിക്കുക കോംപ് ജെല്ലീസ്, സീ വാൾനട്ട്. അപ്പോൾ അവിടെ പേരിന് കാരണമായത് കോംപ് ജെല്ലീസ്, സീ വാൾനട്ട് എന്നൊക്കെയാണ് അവിടെ പേര്. അപ്പോൾ അതിന് കാരണം 8 എക്സ്റ്റേണൽ റോസ് ഓഫ് കോംപ് പ്ലേറ്റ്. അപ്പോൾ കോംപ് പ്ലേറ്റ് മാത്രം എഴുതിയാൽ മതി. കോംപ് പ്ലേറ്റ്സ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. 8 external rows of comb plate, ciliated comb plates ഉണ്ട്. അതുകൊണ്ടാണ് കോംപ് ജെല്ലീസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവയുടെ ടീനോഫോറുടെ മറ്റൊരു ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ, ടീനോഫോറുടെ വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഫീച്ചറാണ് ബയോലൂമിനിസെൻസ്. അപ്പോൾ ഇതാണ് ഈ ഫൈലത്തിൻ്റെയൊക്കെ പ്രത്യേകതകൾ. അണ്ടർസ്റ്റാൻഡ്? അപ്പം മൊളുസ്ക ആരാന്ന് ചോദിച്ചാൽ മൊളുസ്ക ഇതിൽ ചോദിച്ചിട്ടില്ല. മൊളുസ്ക സോഫ്റ്റ് ബോഡീഡ് ആനിമൽസ് ആണ്. എക്കിനോഡെർമേറ്റ, എക്കിനസ്, ഡേം, ഏറ്റ. എക്കിനസ് മീൻസ് സ്പൈനി ബോഡീഡ് ആനിമൽസ്. അപ്പോൾ മൊളുസ്ക സോഫ്റ്റ് ബോഡീഡ് ആണ്. എക്കിനോഡെർമേറ്റ സ്പൈനി ബോഡീഡ് ആനിമൽസ് ആണ്. സ്പൈനി സ്കിൻഡ് അല്ലെങ്കിൽ സ്പൈനി ബോഡീഡ് ആനിമൽസ് ആണ് എക്കിനോഡെർമേറ്റ. അപ്പോൾ ഈ ടേംസ് എല്ലാ ഫൈലത്തിൻ്റെ ടേമുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇപ്പം നമ്മൾ ചെയ്തത്. അണ്ടർസ്റ്റുഡ്? മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. ആൻഡ് വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം ചോദിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വാട്ട് ഈസ് ദിസ്? ദ ഡയഗ്രാം ഗിവൺ ബിലോ ഷോസ് ഔട്ട്ലൈൻ ഓഫ് 2 ബേസിക് ബോഡി ഫോംസ്. നമുക്കറിയാം സിലിൻഡ്രേറ്റയ്ക്ക് നിഡേറിയയ്ക്ക് 2 ബേസിക് ബോഡി ഫോംസ് ഉണ്ട്. പോളിപ്പ് ആൻഡ് മെഡുസ. അതിൽ നമുക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാക്കാം. ഇതിൽ ബി എന്ന് കൊടുത്തിരിക്കുന്നതാണ് പോളിപ്പ്. ബി പോളിപ്പാണ്. എ എന്ന് കൊടുത്തിരിക്കുന്നതാണ് ഇത് മെഡുസ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം തന്നെ എന്താണ്?
ഐഡന്റിഫൈ എ ആൻഡ് ബി. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. എ മെഡുസ ആണ്, ബോഡി ഫോം മെഡുസയാണ്. ബി ബോഡി ഫോം പോളിപ്പാണ്. അപ്പോൾ അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. എ മെഡുസ, ബി പോളിപ്പാണ്. ഗീവ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ്, പോളിപ്പും മെഡുസയും തമ്മിലുള്ള ഡിഫറൻസ് പറയണം. ഈ പോളിപ്പ് എങ്ങനെയാണ്? പോളിപ്പ് സിലിണ്ട്രിക്കലാണ്. പോളിപ്പ് സിലിണ്ട്രിക്കലാണ്. പോളിപ്പ് സിലിണ്ട്രിക്കലാണ്. സെസൈൽ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെയോ മൗത്ത് ആൻഡ് ടെൻഡക്കിൾസ് അപ്വേർഡ്. ഞാൻ എഴുതുന്നില്ല, മൗത്തും ടെൻഡക്കിൾസും അപ്വേർഡ് ആണ്. മെഡുസ ജസ്റ്റ് ഓപ്പോസിറ്റ്. മെഡുസ അംബ്രല്ല ഷേപ്ഡ്, സോസർ ഷേപ്ഡ് അല്ലെങ്കിൽ അംബ്രല്ല ഷേപ്ഡ് എന്ന് വിളിക്കും. മെഡുസ അംബ്രല്ല ഷേപ്ഡ് ആണ്. ഫ്രീ സ്വിമ്മിങ് ആണ് മെഡുസ. മറ്റത് സെസൈലാണ്, ഇത് ഫ്രീ സ്വിമ്മിങ് ആണ്. പിന്നെയോ മൗത്ത് ആൻഡ് ടെൻഡക്കിൾസ് ഡൗൺവേർഡ്. മൗത്തും ടെൻഡക്കിൾസും ഡൗൺവേർഡ് ആണ്. ഇനി എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. നിഡേറിയൻസിൽ, സീലൻഡ്രേറ്റയിൽ പോളിപ്പിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആരെ എടുക്കാം? ഹൈഡ്ര പോളിപ്പിന് എക്സാമ്പിൾ ആണ്. അഡാംസിയ എന്ന് പറഞ്ഞാൽ സീ അനിമോൺ പോളിപ്പിന് എക്സാമ്പിൾ ആണ്. മെഡുസയ്ക്ക് എക്സാമ്പിൾ ആണ് ഒറീലിയ ജെല്ലി ഫിഷ് മെഡുസ ഫോമാണ്. ഫൈസാലിയ പോർച്ചുഗീസ് മെനോഫർ മെഡുസ ഫോമാണ്. എന്നാൽ ഇത് പഠിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൽ ചോദിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കണം ഒബീലിയ എന്ത് ചെയ്യും? പോളിപ്പ് പ്രൊഡ്യൂസ് മെഡുസ സെക്ഷലി ആൻഡ് മെഡുസ പ്രൊഡ്യൂസ് പോളിപ്പ് സെക്ഷലി. പോളിപ്പ് ടു മെഡുസ ടു പോളിപ്പ്. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്ന ഒബീലിയ. അപ്പോൾ ഇവിടെ ഓർക്കണം, ഒബീലിയ എന്ത് കാണിക്കും? ഒബീലിയ ഷോസ് മെറ്റാജെനിസിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് മെറ്റാജെനിസിസ്. വാട്ട് ഈസ് മെറ്റാജെനിസിസ്? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. പോളിപ്പ് ടു മെഡുസ ടു പോളിപ്പ്, അത് കാണിക്കുന്ന ഓർഗാനിസമാണ് ഒബീലിയ. അത് ഓർക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ സി, അപ്പോൾ നമ്മൾ എയുടെ ബിയുടെ ഫീച്ചേഴ്സ് എഴുതി. ഇനി സി പാർട്ട്. നെയിം ദ ഫൈലം വിച്ച് ഷോസ് ദ ബോഡി ഫോംസ്. ഈ ബോഡി ഫോം കാണിക്കുന്ന ഫൈലം ഏതാണ്? ഫൈലം സീലൻട്രേറ്റ എന്നോ നിഡേറിയ എന്നോ എഴുതാം. ഡി, മെൻഷൻ ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഫൈലം. ആ ഫൈലത്തിന്റെ സാലിയൻ ഫീച്ചറുകൾ ഏതൊക്കെയാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിഡേറിയയുടെ സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 2-3 പോയിന്റ്സ് നമുക്ക് എഴുതണം. ബിഡേറിയയുടെ സാലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന്, ബിഡേറിയ അക്വാട്ടിക് ഫോംസ് ആണ്. ഡിഡേറിയ അക്വാട്ടിക് ഫോംസ് ആണ്. നിഡോബ്ലാസ്റ്റ് സെൽസ് അല്ലെങ്കിൽ നിഡോസൈറ്റ് സെൽസ് ഉണ്ട് അല്ലേ? ആങ്കറേജിനും ഫുഡ് ക്യാപ്ചറിനും ഡിഫൻസിനും ഒക്കെ നിഡോസൈറ്റ്സ് ഉണ്ട്. പിന്നെ അവിടെ ജനറൽ ക്യാരക്ടർ എടുക്കുമ്പോൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ദെൻ റേഡിയൽ സിമെട്രിക്കൽ ആണ്. ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. മതി. ഇവയിൽ ബോഡിക്ക് ഒരു ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ഒരു 3-4 പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി. സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് നിഡേറിയമായി. അണ്ടർസ്റ്റുഡ്? സോ ദിസ് ഇസ് എ ഗുഡ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുറേ ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇത്തരം ഈ 2 ഫിഗേഴ്സിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നു. ട്രിപ്ലോബ്ലാസ്റ്റിക്കിൻ്റെ ഫിഗർ, സീലോമിൻ്റെ ഫിഗർ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത്തരം ഫിഗേഴ്സ് ഒക്കെ നോക്കണം. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ആനിമൽ കിങ്ഡത്തിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഈ ഫിഗർ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം കോർഡേറ്റയുടെ സാലിയൻ ഫീച്ചേഴ്സ് കാണിക്കുന്ന ഫിഗറാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തിരിച്ചും ചോദിക്കാം. ഇവിടെ ഇപ്പോൾ മാർക്കിംഗ് ഉണ്ട്, മാർക്കിംഗ് ഇല്ലാതെയും ചോദിക്കാം കേട്ടോ. നോക്കാം. ദ ഡയഗ്രമാറ്റിക് സ്കെച്ച് ഗിവൺ ബിലോ റെപ്രസെന്റ് എ ഹൈപ്പോത്തറ്റിക്കൽ കോർഡേറ്റ്. ഇതിപ്പോൾ ഇങ്ങനെ ചോദിക്കാതെ ഫിഗർ മാത്രം തന്നിട്ട് ഐഡന്റിഫൈ ദ ഫിഗർ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയണം ഇറ്റ് ഈസ് ഹൈപ്പോത്തറ്റിക്കൽ ഫിഗർ അല്ലെങ്കിൽ കോർഡേറ്റയാണ്. ഫണ്ടമെന്റൽ ക്യാരക്ടേഴ്സ് ഓഫ് കോർഡേറ്റ കാണിക്കുന്ന ഫിഗർ ആണെന്ന് പറയും. അതിൽ കോർഡേറ്റയുടെ ഫണ്ടമെന്റൽ ഫീച്ചർ പറയുമ്പം ഇവയ്ക്ക് ആദ്യം എന്തുണ്ട്? ലാബലിംഗ് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ ഇഫ് യു ഫൈൻഡ് എനി മിസ്റ്റേക്സ് ഇൻ ദ ലേബൽഡ് പാർക്ക്, കോപ്പി ദ ഡയഗ്രാം ആൻഡ് മേക്ക് നെസസറി കറക്ഷൻസ് ഇൻ ദ ലാബലിംഗ്. അപ്പോൾ ഇതിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ഡയഗ്രാം കോപ്പി ചെയ്തിട്ട് നെസസറി ആയ കറക്ഷൻ. ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട്. നെർവ് കോഡ് ഇതല്ല. നെർവ് കോഡ് മുകളിലുള്ളതാണ് നെർവ് കോഡ്. അപ്പോൾ ഇതാണ് നെർവ് കോഡ്. നെർവ് കോഡിന് താഴെ, അപ്പോൾ ഇതും തെറ്റാണ്. നെർവ് കോഡിന് താഴെയുള്ളതാണ് നോട്ടോ കോഡ്. അപ്പോൾ ആദ്യം മുകളിൽ ഹോളോ സിംഗിൾ നെർവ് കോഡ്, അപ്പോൾ അത് തെറ്റുണ്ട്. ദെൻ അതുപോലെ തന്നെ താഴെ നെർവ് കോഡിന് താഴെയാണ് ഡോഴ്സൽ നോട്ടോ കോഡ്. ഗിൽ സ്ലിറ്റ്സ് ഓക്കെയാണ്, പോസ്റ്റേണൽ പാർട്ട് ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിത്രം മനസ്സിലായി കാണും. അപ്പോൾ ആ ചിത്രം നമ്മൾ നോക്കുമ്പോൾ ഒരു കോർഡേറ്റയുടെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം മുകളിൽ കോർഡേറ്റയുടെ ഫീച്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ തൽക്കാലം എങ്ങനെയാണ് വരച്ചു വെക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം മുകളിൽ വരുന്നത് ഹോളോ സിംഗിൾ നെർവ് കോഡാണ്. ഇതാണ് നെർവ് കോഡ്. ഞാൻ NC നിർന്നു. അതിന് താഴെയാണ് എന്ത് വരുന്നത്? ഡോഴ്സൽ നോട്ടോ കോഡ്. ഇതാണ് നോട്ടോ കോഡ്. പിന്നെ മൂന്നാമത്തെ ഫീച്ചറാണ് പെയ്ഡ് ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
നാലാമത്തെ ഫീച്ചറാണ് പോസ്റ്റ് ആനൽ ടെയിൽ. ഇനി അഞ്ചാമത്തെ ഒരു ഫീച്ചർ കൂടിയുണ്ട്, ദേ ഹാവ് വെൻട്രൽ ഹാർട്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ അങ്ങോട്ട് റീഡ്രോ ചെയ്തിട്ട് തെറ്റ് തിരുത്തിയാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ മാർക്ക് കിട്ടി. ഓക്കെ. സെക്കൻഡ്, ബേസ്ഡ് ഓൺ എനി ടു ലേബിൾഡ് പാർട്സ് ഇൻ ദ ഡയഗ്രാം മെൻഷൻ ഹൗ ദിസ് ഫൈലം ഡിഫർ ഫ്രം നോൺ കോഡേറ്റ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ട് ലേബിൾഡ് പാർട്ട്, ഇപ്പോൾ ഇതിൽ 4 ലേബിൾഡ് പാർട്ട് ഉണ്ട്, 2 ലേബിൾഡ് പാർട്ടിൻ്റെ ബേസിൽ നോൺ കോഡേറ്റ കോഡേറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ആ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ കോളം എങ്ങനെയാക്കണം? അപ്പോൾ കോർഡേറ്റ, ഫസ്റ്റ് ചാർട്ടിൽ കോർഡേറ്റ, സെക്കൻഡ് പാർട്ടിൽ നോൺ കോർഡേറ്റ. അപ്പോൾ അവത്തെ ഒരു ഡിഫറൻസ് വയ്ക്കുമ്പോൾ നമുക്ക് ആദ്യം പറയാം, കോർഡേറ്റയ്ക്ക് നോട്ടോ കോഡ് പ്രസൻറ്റ്. ഞാൻ വേഗം എഴുതുകയാണ്, നോട്ടോ കോഡ് പ്രസൻറ്റ്, ഇവിടെ നോട്ടോ കോഡ് ആബ്സെന്റ്. രണ്ട് ഡോഴ്സൽ ഹോളോ സിംഗിൾ നെർവ് കോഡ്, ഡോഴ്സൽ ഹോളോ സിംഗിൾ നെർവ് കോഡാണ്. എന്നാൽ ഇവിടെ വെൻട്രൽ ഡബിൾ അല്ലെങ്കിൽ പെയർഡ് നെർവ് കോഡാണ്. വെൻട്രൽ ഡബിൾ അല്ലെങ്കിൽ പെയർഡ് നെർവ് കോഡാണ്. ഈ 2 പോയിന്റ്സ് എഴുതിയാൽ മതി. ഇനി വേണമെങ്കിൽ ഇവിടെ ഫാരിഞ്ചിയൽ ഗിൽസ്ലേറ്റ്സ് പ്രസന്റ്. മക്കളെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എഴുതി പോകണ്ട, എഴുതും മൈൻഡ് ചെയ്യണ്ട. ഫാരിഞ്ചിയൽ ഗിൽസ്ലേറ്റ്സ് പ്രസന്റ്, ഇവിടെ ഫാരിഞ്ചിയൽ ഗിൽസ്ലേറ്റ്സ് ആബ്സെന്റ്. വേണമെങ്കിൽ ഇവിടെ പോസ്റ്റ് ആനൽ ടെയിൽ പ്രസന്റ്, ഇവിടെ പോസ്റ്റ് ആനൽ ടെയിൽ ആബ്സെന്റ്. ഇനി വേണമെങ്കിൽ ഇവിടെ കോർഡേറ്റയ്ക്ക് വെൻട്രൽ ഹാർട്ട്, ഇത് ലേബൽ ചെയ്തിട്ടില്ല, ലേബൽ ചെയ്യാത്തത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 പേര്, കോർഡേറ്റയ്ക്ക് വെൻട്രൽ ഹാർട്ട്, മറ്റടുത്ത് ഡോഴ്സൽ ഹാർട്ടാണ് നോൺ കോർഡേറ്റയ്ക്ക്. അപ്പോൾ ഇതുകൂടി എഴുതി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ആ ബി പാർട്ടും ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് കോർഡേറ്റ. ഇനി കോർഡേറ്റയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കോർഡേറ്റയ്ക്ക് നമ്മൾ 3 സബ് ഫൈലമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെഫാലോകോർഡേറ്റ, യൂറോകോർഡേറ്റ, വെർട്ടിബ്രേറ്റ. എന്താണ് സെഫാലോകോർഡേറ്റ? സെഫാലോകോർഡേറ്റ മീൻസ് നോട്ടോകോഡ് പ്രസന്റ് ഓൺലി അറ്റ് ദി ടെയിൽ ഓഫ് യൂറോകോഡേറ്റ പറയുന്നത് യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. യൂറോകോഡേറ്റ എന്ന് പറയുമ്പോൾ നോട്ടോകോഡ് പ്രസന്റ് ഓൺലി അറ്റ് ദി ടെയിൽ ഓഫ് ലാർവൽ ഫോംസ്. ലാർവയുടെ ടെയിലിൽ മാത്രം നോട്ടോകോഡ് കാണും. എക്സാമ്പിൾ അസീഡിയ, ടെക്സ്റ്റ് ബുക്കിൽ അസീഡിയയുടെ ഫിഗർ തന്നിട്ടുണ്ട്. അസീഡിയ, സാൽപ്പ, ഡോളിയോളം, ഇവയാണ് ട്യൂണിക്കേറ്റ എന്ന് വിളിക്കുന്നത്. നമുക്കൊരു ട്യൂണിക് അല്ലെങ്കിൽ ടെസ്റ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. സെഫാലോകോഡേറ്റ എന്ന് പറഞ്ഞാൽ നോട്ടോകോഡ് പ്രസന്റ് ഹെഡ് ടു ടെയിൽ ആൻഡ് പെർസിസ്റ്റ് ത്രൂ ഔട്ട് ലൈഫ്, ജീവിതകാലം മുഴുവൻ നിൽക്കും. മറ്റ് എക്സാമ്പിൾ ആംഫിയോക്സസ് അല്ലെങ്കിൽ ബ്രാങ്കിയോസ്റ്റോമ അല്ലെങ്കിൽ ലാൻസലെറ്റ്. ആൻഡ് തേർഡ് സബ് ഫൈലമാണ് വെർട്ടിബ്രേറ്റ. വെർട്ടിബ്രേറ്റയുടെ പ്രത്യേകത, വെർട്ടിബ്രേറ്റയ്ക്ക് നോട്ടോകോഡ് പ്രസന്റ് ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ്. ഇൻ അഡൾട്ട് ദാറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ സെഗ്മെന്റഡ് വെർട്ടിബ്രൽ കോളം. എംബ്രിയോണിക് സ്റ്റേജിൽ നോട്ടോകോഡ് ഉണ്ടായിരിക്കും, എന്നാൽ അഡൾട്ട് ആകുമ്പം ആ നോട്ടോകോഡ് റീപ്ലേസ് ചെയ്തിട്ട് സെഗ്മെന്റഡ് വെർട്ടിബ്രൽ കോളം ഓഫ് ബോൺ ഓർ കാർട്ടിലേജ്, ബോൺ കൊണ്ടോ കാർട്ടിലേജ് കൊണ്ടോ ഉള്ള സെഗ്മെന്റഡ് ആയ വെർട്ടിബ്രൽ കോളം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, വെർട്ടിബ്രേറ്റുകൾക്ക് എംബ്രിയോണിക് സ്റ്റേജിൽ നോട്ടോകോഡ് ഉണ്ട്, അഡൾട്ടിൽ വെർട്ടിബ്രൽ കോളം ഉണ്ട്. സോ വെർട്ടിബ്രേറ്റയ്ക്ക് നോട്ടോകോഡും ഉണ്ട്, വെർട്ടിബ്രൽ കോളം ഉണ്ട്. അതുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് സ്ഥിരം ചോദിക്കാറുണ്ട്, ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് ബട്ട് ഓൾ കോർഡേറ്റ്സ് വർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. ശരിയല്ലേ? അപ്പോൾ ഇത് എന്തായാലും ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. സ്റ്റേറ്റ്മെന്റ് മനസ്സിലായില്ലേ? ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ് ബട്ട് ഓൾ കോർഡേറ്റ്സ് വർ നോട്ട് വെർട്ടിബ്രേറ്റ്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ജസ്റ്റിഫൈ ചെയ്യണം? ബിക്കോസ് വെർട്ടിബ്രേറ്റ് ഹാവ് നോട്ടോകോഡ് ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ്. In adult, it is replaced by segmented vertebral column. So all vertebrates have both notochord and vertebral column present. But other chordate എന്ന് പറയുമ്പോൾ യൂറോകോർഡേറ്റ ആൻഡ് സെഫാലോകോർഡേറ്റ, they have only notochord. They not have vertebral column. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ. ഈ ഡയഗ്രാം നിൽക്കുന്ന അനിമൽ കിങ്ഡത്തിൽ ഈ ഡയഗ്രാം കാണുന്ന ഒരു കുട്ടിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കണം ഇത് ഏതാണ് ഡയഗ്രാം. ഈ ഡയഗ്രാം നിങ്ങൾ നിൽക്കുന്നത് പേജ്, നിങ്ങളിപ്പോൾ ന്യൂ ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പേജ് നമ്പർ 47 ഈ ഡയഗ്രത്തിൽ കാണും. ആ ഒരു 47 ഇത് കൂടാതെ 2 ഫിഗർ കൂടിയുണ്ട്, അത് നമുക്ക് പറയാം. അതിൽ സ്കോളിയോഡൻ ഉണ്ട്, ഡോഗ് ഫിഷ് ഉണ്ട്, പ്രിസ്റ്റിസ് ഉണ്ട്, സോഫിഷ് ഉണ്ട്. പ്രിസ്റ്റിസ് ആണ് നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ. ഡയഗ്രാം നോക്കി ഐഡന്റിഫൈ ദ ക്ലാസ് ഇൻ വിച്ച് ഇറ്റ് ബിലോങ്സ് ടു. ഇത് ഏതാണ് ഈ ഓർഗാനിസം എന്ന് ചോദിച്ചാൽ ഇത് പെട്രോമൈസൺ ഓർ ലാംപ്രേ എന്ന് വിളിക്കും. അപ്പോൾ ഇത് ഏത് ക്ലാസ്സിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വരുന്നത് ഒറ്റ ക്ലാസ്സാണ്, ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ.
നമുക്കറിയാം വെർട്ടിബ്രേറ്റ് നമുക്കറിയാം വെർട്ടിബ്രേറ്റ് രണ്ട് ഡിവിഷൻ ആയിട്ട് തിരിച്ചിട്ട് രണ്ട് ഡിവിഷൻസ് ഉണ്ട് വെർട്ടിബ്രേറ്റൊക്കെ. എഗ്നാത്ത ആൻഡ് ഗ്നാത്തോസ്റ്റൊമാറ്റ. എഗ്നാത്ത ആൻഡ് ഗ്നാത്തോസ്റ്റൊമാറ്റ. അതിൽ എഗ്നാത്തയിൽ വരുന്ന ഒരൊറ്റ ക്ലാസ് ആണ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ഈ സൈക്ലോസ്റ്റൊമാറ്റ മറൈൻ ഫോംസ് ആണ്, ജോലസ് ആണ്. അതുകൊണ്ട് തന്നെ സർക്കുലർ സക്ടോറിയൽ മൗത്ത് ഉണ്ട്. അവയ്ക്ക് പെയർഡ് ഫിൻസും സ്കെയിൽസും ആബ്സെന്റ് ആണ്. 6 to 15 പെയർസ് ഓഫ് ഗിൽസെൽസ് കാണും. മാത്രമല്ല ഇവർ സ്പോണിങ്ങിന്റെ സമയത്ത്, റീപ്രൊഡക്ഷന്റെ സമയത്ത് ഒരു മൈഗ്രേഷൻ നടത്തും. മറൈൻ ടു ഫ്രഷ് വാട്ടർ മൈഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് അഡൾട്ട് അവിടെ സ്പോണിങ് നടത്തും, എഗ്ലേയിങ് നടത്തും. ആഫ്റ്റർ സ്പോണിങ് ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ സ്പോണിങ് അഡൾട്ട് ഡൈ. ദെൻ ലാർവ ഉണ്ടാകും. ലാർവ മെച്ചുർ ആയിട്ട് മൊട്ടാമോർഫോസ് സംഭവിച്ച് അഡൾട്ട് ആകും. ആ അഡൾട്ട് എന്ത് ചെയ്യും? ആ ഫ്രഷ് വാട്ടറിൽ നിന്ന് വീണ്ടും മറയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ അടുത്ത ചോദ്യം. റൈറ്റ് നോട്ട് ഓൺ ഇറ്റ്സ് മൈഗ്രേഷൻ. അപ്പോൾ ഐഡന്റിഫൈ ദ ക്ലാസ് ഐഡന്റിഫൈ ചെയ്തു. സൈക്ലോസ്റ്റൊമാറ്റ, ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. റൈറ്റ് നോട്ട് ഓൺ ഇറ്റ്സ് മൈഗ്രേഷൻ. അപ്പോൾ ഇവിടെ മൈഗ്രേഷനെ കുറിച്ച് നിങ്ങൾ ഒരു നോട്ട് എഴുതണം. എങ്ങനെ നോട്ട് എഴുതുക? ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ the adult cyclostome migrate from marine to freshwater. In freshwater, spawning takes place and the larva produced. Larva undergo metamorphosis, and after spawning the adult die. Larva undergo metamorphosis or larva develop to adult, and that adult return or migrate from freshwater to the exact location of the marine region. ഇതാണ് അതിൻ്റെ ഈ മൈഗ്രേഷനെ കുറിച്ച് എഴുതാനുള്ളത്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇങ്ങനൊരു ഫിഗർ വെച്ചിട്ട് ചോദിക്കുന്നത് സ്ഥിരമാണ്. അതേപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, നമ്മളത് നിങ്ങളുടെ നമുക്കത് ബാക്കിലേക്ക് ഒന്ന് പോകണം. ആ ചോദ്യം നിങ്ങൾ എവിടെ എടുത്തതാണ്? നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് നമുക്കൊന്ന് പോകാം. ദ സെയിം ക്വസ്റ്റ്യൻ. യെസ്, എക്സാക്ട്ലി. അതേ പേജിൽ നിന്ന് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത്. ഒബ്സർവ് ദ ഫിഗർ ഓഫ് ദ ഓർഗാനിസം ഗിവൺ ബിലോ, ആൻസർ ദ ക്വസ്റ്റ്യൻസ്. സ്ഥിരം ചോദിക്കുന്നതാണ്. ബോണി ഫിഷ്, ഓസ്റ്റിച്ച് ടീസ് ആൻഡ് കാർട്ടിലേജ് ഫിഷ്, കോൺട്രിച്ച് ടീസ്, ഇവ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചോദിക്കും, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ചോദിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്. ഒബ്സർവ് ദ ഫിഗർ ഓഫ് ഓർഗാനിസം ഗിവൺ ബിലോ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഐഡന്റിഫൈ ദ ഓർഗാനിസം. ഓർഗാനിസത്തെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. നേരത്തെ ക്ലാസ് ആയിരുന്നു. ഇത് ഏത് ക്ലാസ് ആണ്? ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഈ ഓർഗാനിസം ഏതാണ്. ഇത് പ്രിസ്റ്റിസ് എന്നാണ് എഴുതേണ്ടത്. പ്രിസ്റ്റിസ്, അല്ലെങ്കിൽ ഇതിൻ്റെ കോമൺ നെയിം ആണ് പ്രിസ്റ്റിസ് അല്ലെങ്കിൽ സോഫിഷ് എന്ന് വിളിക്കും. പ്രിസ്റ്റിസ് അല്ലെങ്കിൽ സോഫിഷ്. തീർച്ചവാള് പോലെ കാണുന്നത് കൊണ്ട് അതിൻ്റെ മുൻഭാഗത്ത് പ്രിസ്റ്റിസ് അല്ലെങ്കിൽ സോഫിഷ് എന്ന് വിളിക്കും. ഇത് കാർട്ടിലേജിനസ് ഫിഷ് ആണ്. ഓക്കെ, നെയിം ദ ക്ലാസ് ഇറ്റ് ബിലോങ്സ് ടു. ഏത് ക്ലാസ്സിലാണ് ഇത് ബിലോങ് ചെയ്യുന്ന? ക്ലാസ് കോൺട്രീച്ച് തീസ്. കോൺട്രീച്ച് തീസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? കാർട്ടിലേജ് ഫിഷസ്. അപ്പോൾ ഫിഷസിന് രണ്ട് ക്ലാസ്സാണ്, ബോണി ഫിഷ് അല്ലെങ്കിൽ ഓസ്റ്റിച്ചീസ് ആൻഡ് കോൺട്രീച്ച് തീസ് അല്ലെങ്കിൽ കാർട്ടിലേജ് ഫിഷസ്. റൈറ്റ് ഇൻ 2 സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ക്ലാസ്. ഈ ക്ലാസിൻ്റെ 2 സാലിയൻ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ. അപ്പം നമുക്ക് ആ ഭാഗം ഇപ്പം തന്നെ ഒന്ന് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഫിഷസ്, സൂപ്പർ ക്ലാസ് ഫിഷസ്, അവയെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ബോണി ഫിഷ് ആൻഡ് കാർട്ടിലേജ് ഫിഷ്. ബോണി ഫിഷ് ആൻഡ് കാർട്ടിലേജ് ഫിഷ്. കോൺട്രീച്ച് ടീസും ഓസ്റ്റിച്ചീസും. ബോണി ഫിഷ് ആൻഡ് കാർട്ടിലേജ് ഫിഷ്. ബോണി ഫിഷ് ആരാണ്? ബോണി ഫിഷ് ഓസ്റ്റിച്ചീസ്, കാർട്ടിലേജ് ഫിഷ്, കോൺട്രീച്ച് ടീസ്. ഇവിടെ ക്യാരക്ടർ പറയുമ്പോൾ ഒരു 3-4 ക്യാരക്ടേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. ബോണി ഫിഷിന്റെ ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കണം. ബോണി ഫിഷ് ഹാവ് ബോണി എൻഡോസ്കെലിറ്റൻ ആണ്. ബോണി എൻഡോസ്കെലിറ്റൻ. നേരെ ഓപ്പോസിറ്റ് കാർട്ടിലേജ് ഫിഷിന് കാർട്ടിലേജ് എൻഡോസ്കെലിറ്റൻ. ഞാൻ വേഗം പറയുന്നു, കാർട്ടിലേജ് എൻഡോസ്കെലിറ്റൻ. രണ്ടാമത്തെ പോയിന്റ്, ബോണി ഫിഷ് ബോണി എൻഡോസ്കെലിറ്റൻ, കാർട്ടിലേജ് ഫിഷ് കാർട്ടിലേജ് എൻഡോസ്കെലിറ്റൻ. ബോണി ഫിഷിന്റെ അടുത്ത് നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് പോകുമ്പോൾ ബോണി ഫിഷിന്റെ മൗത്ത് ടെർമിനലാണ്. ടെർമിനൽ മൗത്ത്. ഇവിടെ വെൻട്രൽ മൗത്ത് ആയിരിക്കും. വെൻട്രൽ മൗത്ത് ഉണ്ട്, പവർഫുൾ ജോസ് ആണ്, ആൻഡ് ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ് ടീത്ത് ഉണ്ട്. ടീത്ത് മോഡിഫൈഡ് പ്ലാക്കോയിഡ് സ്കെയിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ വെൻട്രൽ മൗത്ത്. അടുത്ത് ഡിഫറൻ്റ് ആയിട്ട് പ്രധാനമായിട്ട് നമുക്ക് ഓർക്കാവുന്നതാണ്, ബോണി ഫിഷസിന് സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽ ആയിരിക്കും. സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് സ്കെയിൽ. ഇവിടെ
placoid scale ആയിരിക്കും. placoid scale. ഈ placoid scale മോഡിഫിക്കേഷൻ ആണ് അവരുടെ ടീത്ത്. Fourth point, bony fishes in air bladder present to keep buoyancy. Air bladder present to keep buoyancy. വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി നിൽക്കും. എന്നാൽ cartilage fishes in the same point, air bladder absent. So they're not able to keep the buoyancy. So they need to swim continuously to avoid sinking. Sinking ഒഴിവാക്കാൻ, ഇങ്ങനെ താഴ്ന്നു പോകുന്നത് ഒഴിവാക്കാൻ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യേണ്ടി വരും. അപ്പോൾ എയർ ബ്ലാഡർ പ്രസന്റ്, ഇവിടെ എയർ ബ്ലാഡർ ആബ്സെന്റ് ആണ്. അപ്പം ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു 3-4 പോയിന്റ്സ് ഓർക്കാം. ഇനിയും എത്രയോ പോയിന്റ്സ് അവിടെ ഉണ്ട്. ഇനി ഗിൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വെക്കുക 4 pairs of gills in gill chamber or operculum. ഇവിടെ 5 to 7 pair gill without operculum or gill chamber. അതൊന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഈ ഡിഫറൻസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ഇനി 2 salient features of this class. അപ്പോൾ ഈ ക്ലാസ് കോൺട്രീച്ചിത്തീസിന്റെ 2 salient features ചോദിക്കുമ്പോൾ നമ്മൾ ഈ എഴുതിയ 4-5 എണ്ണത്തിൽ 2 എണ്ണം എഴുതിയാൽ മതി. കാർട്ടിലേജ് എൻഡോസ്കെലിറ്റൺ ആണ്, വെൻട്രൽ മൗത്ത് ആണ്, അല്ലെങ്കിൽ പ്ലാക്കോയിഡ് സ്കെയിൽ ആണ്, എയർ ബ്ലാഡർ ആബ്സെന്റ്, ഏതെങ്കിലും salient features 2 എണ്ണം എടുത്തെഴുതിയാൽ മതി. അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ? ഇനിയിപ്പം ഈ ബോണി ഫിഷ്, കാർട്ടിലേജ് ഫിഷ് രണ്ടിനും കോമൺ ആയിട്ടൊരു പോയിന്റ് ഉണ്ട്. ഹാർട്ട് രണ്ടിനും 2 chamber ആണ്. 2 chamber ഹാർട്ടാണ് രണ്ടിനും. അതുകൊണ്ട് തന്നെ ദേ ആർ poikilotherms ആണ്, കോൾഡ് ബ്ലഡഡ്. വാട്ട് യു മീൻ ബൈ poikilotherms or cold blooded? Poikilotherms or cold blooded എന്ന് പറയുമ്പോൾ they were not able to maintain a constant body temperature. അവയ്ക്ക് ഒരു കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ നമുക്കറിയാം അതിനുശേഷം വരുന്ന ബേർഡ്സ് ആൻഡ് മാമൽസ്, 4 chamber ഉള്ള ബേർഡ്സും മാമൽസും ഹോമിയോതേംസ് ആണ്, വാം ബ്ലഡഡ്. What is warm blooded? They were able to maintain constant body temperature. അപ്പോൾ ഇത് ഒന്ന് പഠിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ അനിമൽ കിങ്ഡത്തിലെ ചോദ്യത്തിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ചാടി ബാക്കിലേക്ക് പോന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം. ദിസ് ഈസ് അവർ ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ പെട്രോമൈസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്തു. അതുകൂടെ തന്നെ നമ്മൾ ഫിഷസിൻ്റെ ഡിഫറൻസും പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഫിഷസിൻ്റെ ഫിഗേഴ്സ് നോക്കണം. സ്കോളിയോഡനും പ്രിസ്റ്റിസുമാണ്, കാർട്ടിലേജ് ഫിഷസ് തന്നിരിക്കുന്നത്. ആൻഡ് ബോണി ഫിഷസിൽ 2 എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഹൈപ്പോക്യാമ്പസ് തന്നിട്ടുണ്ട്, സീ ഹോൾസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കട്ട്ലയുടെ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫിഗർ വെച്ചിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. അണ്ടർസ്റ്റാൻഡ്? ഗുഡ്. അതിന് താഴെ ആംഫീബിയ വരുമ്പോൾ, ആംഫീബിയ എന്ന പാരഗ്രാഫിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരു ലിംബലസ് ആംഫീബിയൻ്റെ പേരുണ്ട്, ഇക്തിയോഫിസ് ലിംബലസ് ആംഫീബിയൻ ആണ്. അപ്പോൾ നമ്മൾ ഇത്രയുമാണ് നമുക്ക് അനിമൽ കിങ്ഡത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അണ്ടർസ്റ്റാൻഡ്? ബാക്കി നമ്മൾ ആ മെയിൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, സോ എല്ലാവരും അവിടെ തന്നെ ഇല്ലേ? സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബയോമോളിക്യൂൾ. ബയോമോളിക്യൂളിലെ ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ ഫ്രം ബയോമോളിക്യൂൾ നോക്കാം. ഈ ബയോമോളിക്യൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവിടെ പ്രൈമറി ബയോ മൈക്രോമോളിക്യൂൾ, ബയോ മാക്രോമോളിക്യൂൾസ്, അതാദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ അതിൽ ആസിഡ് ടെസ്റ്റ് ഉണ്ട്. അതിൽ ആസിഡ് ഇൻസോലുബിൾ പൂളിൽ ഏതൊക്കെ വരും, ആസിഡ് സൊല്യൂബിൾ പൂളിൽ ഏതെല്ലാം വരും. അതിനുശേഷം പ്രൈമറി മെറ്റബോളൈറ്റ്സ് ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ദെൻ എൻസൈമിൽ ഒരു 4 ഗ്രാഫ് ഉണ്ട്. 5 ഗ്രാഫുകളാണ് പ്രധാനമായിട്ടും കാണുക. അതിൽ എൻസൈമിൻ്റെ പാർട്ടിൽ ഒരു 4 ഗ്രാഫ്സ് ഉണ്ടായിരിക്കും. അത് പ്രധാനമായിട്ട് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. എൻസൈമിൻ്റെ ഭാഗത്ത് 4 ഗ്രാഫുകൾ. അതുപോലെ തന്നെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ വരുന്ന ഓക്സിജൻ ഡിസോസിയേഷൻ കർവിൻ്റെ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾ പുതിയ ബുക്കാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ബയോമോളിക്യൂൾ പേജ് നമ്പർ 107, പഴയ ബുക്കാണെങ്കിൽ 145, ഓൾഡ് NCERT+1 ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ 145, ന്യൂലി എഡിറ്റഡ് NCERT ബുക്ക് ആണെങ്കിൽ 107. ആ ഒരു ഫിഗറിൽ കുറേ സ്ട്രക്ചറൽ ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്മോൾ മോളിക്കുലർ വെയിറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ലിവിങ് ടിഷ്യൂവിൽ കാണുന്ന സ്മോൾ മോളിക്കുലർ വെയിറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഗ്ലൂക്കോസ്, റൈബോസ് ഷുഗർ, പിന്നെ ഡിഫറെൻറ്റ് അമിനോ ആസിഡ്സ്, ഗ്ലിസറോള്, ട്രൈഗ്ലിസറൈഡ്സ്, കൊളസ്ട്രോളിൻ്റെ ഫിഗർ, അഡിനിൻ, യുറാസിൽ, അഡിനോസിൻ, യൂറിഡിന്, അഡിനിലിക് ആസിഡ്, ഈ സ്ട്രക്ചേഴ്സ് ഒന്ന് നോക്കണം. അത് സ്ഥിരമായിട്ട് പലപ്പോഴും ആ അമിനോ ആസിഡ്സ് ഒക്കെ വരാറുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബയോമോളിക്യൂളിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി മാക്രോമോളിക്യൂൾ? അപ്പോൾ എന്താണ് മൈക്രോമോളിക്യൂൾ, എന്താണ് മൈക്രോമോളിക്യൂൾ? മോളിക്യൂൾസ് ദെയർ മോളിക്കുലർ വെയിറ്റ് ലെസ് ദാൻ 1000 ഡാൾട്ടൺ ആണെങ്കിൽ അത് മൈക്രോ. ഗ്രേറ്റർ ദാൻ 1000 ഡാൾട്ടൺ ആണെങ്കിൽ അത് മാക്രോ.
മാക്രോമോളിക്യൂൾസ് യൂഷ്വലി എവിടെയാണ് കാണുന്നത്? ആസിഡ് ഇൻസൊല്യൂബിൾ പാർട്ടിലാണ് മാക്രോമോളിക്യൂൾസ് കാണുന്നത്. ഏത് ആസിഡ് ഉദ്ദേശിക്കുന്നത്? ട്രൈക്ലോറോ അസറ്റിക് ആസിഡ്. അപ്പോൾ ട്രൈക്ലോറോ അസറ്റിക് ആസിഡ് ലിവിങ് ടിഷ്യൂ ഗ്രൈൻഡ് ചെയ്ത് കിട്ടുമ്പോൾ ആസിഡ് ഇൻസൊല്യൂബിൾ പാർട്ടിലാണ് മാക്രോമോളിക്യൂൾസ് കാണുന്നത്. എക്സെപ്റ്റ് ഏത്? ലിപ്പിഡ്. ലിപ്പിഡ് ആസിഡ് ഇൻസൊല്യൂബിൾ പാർട്ടിലാണ് കിട്ടുന്നത് എലോങ് വിത്ത് അതർ മാക്രോമോളിക്യൂൾസ്. അതർ മാക്രോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീനും പോളിസാക്കറൈഡും ന്യൂക്ലിക് ആസിഡ് എന്ന മാക്രോമോളിക്യൂൾസിൻ്റെ കൂടെയാണ് ലിപ്പിഡ് ലഭിക്കുന്നത്. ബട്ട് ഇവിടെ ചോദ്യം ഇതാണ്, വൈ ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി മാക്രോമോളിക്യൂൾ? ആൻസർ, അതിൻ്റെ ആൻസർ ആണ് ബിക്കോസ് lipid, the molecular weight of lipid, the molecular weight of lipid is less than 800 Dalton. ഇതാണ് അതിൻ്റെ ആൻസർ. The molecular weight of lipid is less than 800 Dalton, so it is not a macromolecule. But it obtained along with other macromolecules in the acid insoluble fraction. ഇതാണ് അതിൻ്റെ ആൻസർ. But they obtained in the acid insoluble fraction along with other macromolecules. മറ്റു മാക്രോമോളിക്യൂൾസിൻ്റെയൊക്കെ മോളിക്കുലർ വെയിറ്റ് അത് 10,000 കൂടുതലാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്, ദ മോളിക്കുലർ വെയിറ്റ് ഓഫ് ലിപ്പിഡ് ഈസ് ലെസ് ദാൻ 800 Dalton ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ഔട്ട് ഓഡ് വൺ ഫ്രം ഈച്ച് ഗ്രൂപ്പ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഓഡ് വൺ ഫ്രം ഈച്ച് ഗ്രൂപ്പ് ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതിൽ ഏതാണ് ഓഡ് വൺ? ഗ്ലൂട്ടാമിക് ആസിഡ്, ലൈസിന്, വാലിന്, കൊളാജൻ. ഒറ്റ റീഡിങ്ങിൽ മനസ്സിലാക്കാം ഇതിൽ ഓഡ് വൺ ഏതാണ്? കൊളാജൻ ആണ്. അപ്പോൾ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യേണ്ടത്? അപ്പോൾ എന്താണ്? ദ അതർ ത്രീ, കൊളാജൻ ഈസ് ദ ഓഡ് വൺ, ദ അതർ ത്രീ ദാറ്റ് മീൻസ് ഗ്ലൂട്ടാമിക് ആസിഡ്, ലൈസിൻ, വാലിൻ, ദേ ആർ, collagen is the odd one because collagen is a protein, but glutamic acid, lysine, valine, they are amino acids ആണ്. അപ്പോൾ കൊളാജൻ ഈസ് എ പ്രോട്ടീൻ ബട്ട് അതേഴ്സ് ആർ അമിനോ ആസിഡ്സ് ആണ്. കൊളാജൻ ഈസ് ദ ഓഡ് വൺ. ഈ കൊളാജൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കൊളാജൻ്റെ ഇമ്പോർട്ടൻസ് മറക്കരുത്. കൊളാജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ആണ്. മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ വേൾഡ്. ആനിമൽ കിങ്ഡത്തിലെ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ആണ് കൊളാജൻ. അപ്പോൾ അത് ഓർത്ത് വെക്കണം. കൊളാജൻ നമ്മുടെ ആൻസർ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ആൻസർ ഓഡ് വൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളത് റിലേറ്റഡ് ആയത് പറയുകയാണ്. കൊളാജൻ ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ ആനിമൽ കിങ്ഡം ഓർ ആനിമൽ വേൾഡ്. അപ്പോൾ പ്ലാൻ വേൾഡിലോ പ്ലാൻ കിങ്ഡത്തിൽ ഏറ്റവും അബണ്ടന്റ് ആയ പ്രോട്ടീനാണ് റുബിസ്കോ. റിബുലോസ് ബൈഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിനേസ്. അത് തന്നെയാണ് ടോട്ടൽ ബയോസ്ഫിയറിലും. അപ്പോൾ അനിമൽ കിങ്ഡത്തിൽ അനിമൽ വേൾഡിൽ മോസ്റ്റ് അബണ്ടന്റ് ആയത് കൊളാജൻ. റുബിസ്കോ പ്ലാൻ വേൾഡിലും അതുപോലെ തന്നെ ടോട്ടൽ ബയോസ്ഫിയറിലും അബണ്ടന്റ് ആയത്. ഇനി ഈ അമിനോ ആസിഡ്സിനെ കുറിച്ച് പറയുമ്പം ചില കാര്യങ്ങൾ നോക്കണം. അമിനോ ആസിഡ്സ് ആൽഫ അമിനോ ആസിഡ്സ് എന്ന് പറയും. ദേ ആർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥെയിൻസ് ആണ്. കാർബണിൻ്റെ 4 വാലൻസിയിൽ ഒന്നിൽ അമിനോ ഗ്രൂപ്പ്, മറ്റൊന്നിൽ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്, ഒന്നിൽ ഹൈഡ്രജൻ, ആൻഡ് ദർ ഈസ് ആൻ ആർ ഗ്രൂപ്പ് എന്ന് പറയും. ഈ ആർ ഗ്രൂപ്പ് വാരിയബിൾ ഗ്രൂപ്പാണ്. ആ ആർ ഗ്രൂപ്പ് ഹൈഡ്രജൻ ആണെങ്കിൽ നിങ്ങൾ പേജ് നമ്പർ 107 നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് 107 ആയിട്ട് ഹൈഡ്രജൻ ആണെങ്കിൽ അതേതാണ്? അത് ഗ്ലൈസിൻ ആണ്. എന്നാൽ ഹൈഡ്രജന് പകരം അത് ഒരു മീഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ CH3 ആണെങ്കിൽ അതേതാണ്? ദാറ്റ് ഈസ് അലനിൻ ആണ്. എന്നാൽ അത് ഹൈഡ്രോക്സി മീഥൈൽ CH2OH ആണെങ്കിൽ അത് സെറിൻ ആണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറൽ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇനി അമിനോ ആസിഡ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അസിഡിക് അമിനോ ആസിഡിന് എക്സാമ്പിൾ ആണ് ഗ്ലൂട്ടാമിക് ആസിഡ്. ബേസിക് അമിനോ ആസിഡിന് എക്സാമ്പിൾ ആണ് ലൈസിൻ. ഗ്ലൂട്ടാമിക് ആസിഡ് അസിഡിക് ആണ്. ബേസിക് അമിനോ ആസിഡ് ലൈസിൻ ആണ്. വാലിൻ ന്യൂട്രൽ അമിനോ ആസിഡ് ആണ്. ഇനി ഇത് കൂടാതെ അവിടെ ഓർക്കേണ്ടത് മറ്റൊന്നാണ് അരോമാറ്റിക് അമിനോ ആസിഡ്സ് ആണ്. ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ, ഞാൻ ഷോർട്ട് ഫോം ആണ് എഴുതുന്നത്, ഫിനൈൽ അലനിൻ. ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ, ഫിനൈൽ അലനിൻ. അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം. ട്രിപ്റ്റോഫാൻ, ടൈറോസിൻ, ഫിനൈൽ അലനിൻ. അപ്പം ഇത് അരോമാറ്റിക് അമിനോ ആസിഡ്സ് ആണ്. ഇസ് ഇറ്റ് ഓക്കെ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഇതാ പറഞ്ഞിരിക്കുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ പേജ് നമ്പർ 107 ഇത് നോക്കൂ. ഐഡന്റിഫൈ ദ കോമ്പൗണ്ട്. ഇത് ഏത് കോമ്പൗണ്ട് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമുക്കറിയാം ഇത് H ആകുമ്പം ഇത് ഏതാണ്? ദാറ്റ് ഈസ് ഗ്ലൈസിൻ ആണ്. അപ്പോൾ ഗ്ലൈസിൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഐഡന്റിഫൈ. നെയിം ദ ബോണ്ട് പ്രൊഡ്യൂസ്ഡ് വെൻ അനദർ ബയോമോളിക്യൂൾ ഓഫ് ദ സെയിം കാറ്റഗറി കമ്പൈൻ വിത്ത് ദിസ്.
അനദർ മോളിക്യൂൾ ഓഫ് ദ സെയിം കാറ്റഗറി. അപ്പോൾ ഒരു അമിനോ ആസിഡിനോട് മറ്റൊരു അമിനോ ആസിഡ് ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാവും. ആ ബോണ്ട് ഏതാണ്? ആക്ച്വലി ആ ബോണ്ടിന്റെ പാർട്ട്, ഇപ്പോൾ ബോണ്ടിങ്ങിന്റെ പാർട്ട് ടെക്സ്റ്റ് ബുക്ക് ലിമിറ്റഡ് ആണ്. നമുക്കറിയാം പ്രോട്ടീനിടയിലുള്ള ബോണ്ട് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം. പെപ്റ്റൈഡ് ബോണ്ട് ആണ്. പെപ്റ്റൈഡ് ബോണ്ട് ബിറ്റ്വീൻ ടു അമിനോ ആസിഡ് ടു ഫോം എ പോളിപെപ്റ്റൈഡ്. അപ്പോൾ പെപ്റ്റൈഡ് ബോണ്ട് ആണ്. Then, if number of such molecules are bonded together, number of such molecules are amino acids bonded together, what will be the resultant molecule? The resultant molecule is protein ആണ്. Protein or polypeptide. Protein or polypeptide. പ്രോട്ടീൻ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ്. ഈ പ്രോട്ടീൻ ഓർ പോളിപെപ്റ്റൈഡ് പറയുമ്പം എല്ലാവരും പേജ് നമ്പർ 109 ഒന്ന് എടുക്കുക. പേജ് നമ്പർ 109. അതിൻ്റെ ലാസ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സം പ്രോട്ടീൻസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്. അതൊന്നും ചോദ്യം വരാറുണ്ട്. ചില പ്രോട്ടീൻസും അതിൻ്റെ ഫംഗ്ഷനും. അതിൽ ആദ്യം നിങ്ങൾക്ക് കാണാം കൊളാജൻ. കൊളാജൻ ഒരു ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആണ്. കൊളാജൻ ഓർക്കെ അറിയാം. ട്രിപ്സിൻ ഒരു എൻസൈം ആണ്. ഇൻസുലിൻ ഹോർമോൺ ആണ്. ആന്റിബോഡി ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷ്യസ് ഏജൻസ്. ആന്റിബോഡി ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഏജൻസിനെ ഫൈറ്റ് ചെയ്യുന്നതാണ്. റിസപ്റ്റേഴ്സ്, പ്രോട്ടീൻ ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. റിസപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? സെൻസറി റിസപ്റ്റേഴ്സ് ഉണ്ട്, സ്മെല്ല്, ടേസ്റ്റ്, ഹോർമോൺ റിസപ്റ്റേഴ്സ് ഉണ്ട്. ലാസ്റ്റ് അവിടെ GLUT4 ഉണ്ട്. GLUT4 ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ 4. GLUT4 എന്താണ്? എനേബിൾ ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് ഇൻ ടു സെൽ. ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ട് സെല്ലിലേക്ക് കൊടുക്കുന്ന GLUT4. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ പഠിക്കുമ്പം പ്രോട്ടീൻ്റെ 4 സ്ട്രക്ചേഴ്സ് പേജ് നമ്പർ 112 എടുക്കാം. 112 പേജ് നമ്പർ 112 പുതിയ ബുക്കിൽ പേജ് നമ്പർ 112 എടുക്കാം. അതിൽ പ്രോട്ടീൻ്റെ 4 സ്ട്രക്ചേഴ്സ് കൊടുത്ത് നിങ്ങൾ ആ പുതിയ ഫിഗർ തന്നെയാണ് നോക്കേണ്ടത്. പ്രോട്ടീന് ബയോളജിസ്റ്റ് ഐഡന്റിഫൈ 4 സ്ട്രക്ചേഴ്സ്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെറിഷറി സ്ട്രക്ചർ, ക്വാട്ടർണറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ലീനിയർ ചെയിൻ ആണ്. ലീനിയർ, അതിനൊരു N ടെർമിനലും ഒരു C ടെർമിനലും ഉണ്ടായിരിക്കും. ഫസ്റ്റ് അമിനോ ആസിഡ് ഉള്ള അമിനോ ഗ്രൂപ്പ് കാണുന്നത് N ടെർമിനലാണ്. ലാസ്റ്റ് അമിനോ ആസിഡ് കാണുന്നതാണ് C ടെർമിനൽ, കാർബോക്സിൽ ഗ്രൂപ്പ് ആയിരിക്കുന്നത്. അപ്പം ലീനിയർ ആണ് പ്രൈമറി സ്ട്രക്ചർ. സെക്കൻഡറി സ്ട്രക്ചർ ഹെലിക്കലാണ്. സെക്കൻഡറി സ്ട്രക്ചർ ഹെലിക്കാണ്. ഓൺലി റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ്. പ്രോട്ടീൻ വെറും റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് മാത്രമേ ഉള്ളൂ. ഈ ഹെലിക്കൽ സ്ട്രക്ചർ പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ 2 പോയിന്റുകളാണ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആൽഫ ഹെലിക്സ് ഉണ്ട്. ആ ഫിഗർ നോക്കണം. ആ ഫിഗർ ചെന്ന് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. പുതുതായിട്ട് വന്നതുകൊണ്ട് അത് പുതുതായിട്ട് ആഡ് ചെയ്തതാണ്. ആൽഫ ഹെലിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ബീറ്റ പ്ലേറ്റ് സ്ട്രക്ചർ. അപ്പോൾ ആ ഫിഗർ നോക്കി പോകണം. അപ്പോൾ ആ ഫിഗർ കണ്ടാൽ മനസ്സിലാക്കണം അത് പ്രോട്ടീനിൻ്റെ സെക്കൻഡറി സ്ട്രക്ചറാണ്. ഹെലിക്കൽ സ്ട്രക്ചറാണ്. അത് ആൽഫ ഹെലിക്സും ബീറ്റ പ്ലേറ്റും. പിന്നെ ടെറിഷറി സ്ട്രക്ചർ അറിയാം. അത് ഫോൾഡഡ് ലൈക്ക് ഹോളോ വൂളൻ ബാൾ. ഒരു വൂളൻ ബാൾ പോലെ ഫോൾഡഡ് ആണ്. ക്വാട്ടേണറി സ്ട്രക്ചർ ഒന്നിലധികം പോളിപെപ്റ്റൈഡ് ഉള്ളതാണ് ക്വാട്ടേണറി സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹിമോഗ്ലോബിൻ. ഹിമോഗ്ലോബിന് 4 ചെയിൻസ് ഉണ്ട് പോളിപെപ്റ്റൈഡ്. 2 ആൽഫ ചെയിൻസ്, 2 ബീറ്റ ചെയിൻസ്. അത് ക്വാട്ടേണറി സ്ട്രക്ചറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാർട്ട് കൂടി നിങ്ങൾ നോക്കി വെക്കാം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മൾ അമിനോ ആസിഡ് പ്രോട്ടീൻ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ്, സെലക്ട് ദ റോങ്ലി മാച്ച്ഡ് പെയർ ഫ്രം ദ ഫോളോയിങ്. നമ്മളിപ്പോൾ സംസാരിച്ച ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൽ ഏതാണ് റോങ്ലി മാച്ച്ഡ്? നമുക്ക് നോക്കാം. കൊളാജൻ ഇന്റർസെല്ലുലാർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്, ശരിയാണ്, നമ്മൾ പറഞ്ഞതാണ്. ഇൻസുലിൻ ഹോർമോൺ ആണ്, ശരിയാണ്. ആന്റിബോഡി സെക്രീറ്ററി റിസപ്ഷൻ അല്ല. അപ്പൊ ആന്റിബോഡി ഫൈറ്റ് ഇൻഫെക്ഷ്യസ് ഏജന്റ്. അപ്പൊ അതിൽ റോങ് ആയത് അതാണ്. അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. ട്രിപ്സിൻ എൻസൈം ആണ്, അത് ശരി. അപ്പൊ അതിൽ റോങ് ആയത് അത് മാത്രം എടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വേഗം പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. മെറ്റബോളൈറ്റ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് constantly utilized in various metabolic activities in the cell. അപ്പോൾ മെറ്റബോളൈറ്റ്സ് കോൺസ്റ്റന്റ്ലി യൂട്ടിലൈസ് ചെയ്യും പല പല ആക്ടിവിറ്റികൾക്കും. ഇത് സംസാരിക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട പേജ് നമ്പർ 108 ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മാർക്ക്, ഫുൾ മാർക്ക് വാങ്ങുകയാണ് നമ്മുടെ ലക്ഷ്യം മക്കളെ, അല്ലേ? ഉഷാറല്ലേ? നമുക്ക് ഫുൾ മാർക്കാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 108 എടുക്കുക. അതിൽ ആ പ്രൈമറി മെറ്റബോളൈറ്റ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന ഹെഡിങ്, അതിൽ ആ സെക്കൻഡറി മെറ്റബോളൈറ്റ് ടേബിൾ. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ നോക്കാം. മെറ്റബോളൈറ്റ്സ് ആർ ഓർഗാനിക് കോമ്പൗണ്ട് കോൺസ്റ്റന്റ്ലി യൂസ്ഡ് ഇൻ വാരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇൻ ദ സെൽ. വാട്ട് ആർ ദ 2 ടൈപ്പ് ഓഫ് മെറ്റബോളൈറ്റ്സ് ഇൻ സെൽ? ഏതാണ് 2 ടൈപ്പ് മെറ്റബോളൈറ്റ്സ്? അപ്പോൾ ഏയുടെ ആൻസർ നമുക്ക് എഴുതണം. primary metabolites and secondary metabolites. Primary metabolites and secondary metabolites. B. Give an example for each type of metabolites. ഓരോന്നിനും എക്സാമ്പിളുകൾ എഴുതാനാണ്. അപ്പോൾ പ്രൈമറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാം? പ്രൈമറിക്ക് എക്സാമ്പിൾ അമിനോ ആസിഡ്സ് എഴുതാം, സിമ്പിൾ ഷുഗർ എഴുതാം, ന്യൂക്ലിക് ആസിഡ് DNA എഴുതാം. സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് എക്സാമ്പിളുകളായിട്ട് പിഗ്മെന്റ് എഴുതാം, ആൽക്കലോയിഡ്സ് എഴുതാം, അതുപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽ എഴുതാം.
ടോക്സിൻ എഴുതാം, ഡ്രഗ്സ് എഴുതാം. അപ്പോൾ സെക്കൻഡറി മെറ്റബോളിക്സിന്റെ ടേബിൾ, അപ്പോൾ നിങ്ങൾ 108 ടേബിൾ 9.3 ഒന്ന് നോക്കുക. അതിൽ പിഗ്മെന്റ്, ആ ടേബിൾ നിങ്ങൾ ഒരു 2 മിനിറ്റ് എടുത്ത് കാണാതെ പഠിച്ചു വയ്ക്കുക. പിഗ്മെന്റ് കരോട്ടിനോയിഡ്സ്, ആന്തോസയാനിൻ. ആൽക്കലോയിഡ്സ് മോർഫിൻ, കോഡീൻ. എസെൻഷ്യൽ ഓയിൽ ലെമൺ ഗ്രാസ് ഓയിൽ. ടെർപ്പിനോയിഡ്സ് മോണോടെർപ്പിൻ, ഡൈടെർപ്പിൻസ്. ടോക്സിൻസ് അബ്രിൻ, റെസിൻ. ലെക്റ്റൻസ് കൊൺകാനാവാലിൻ എ. ഡ്രഗ്സ് വിൻബ്ലാസ്റ്റിൻ, കുർക്കുമിൻ. പോളിമറിക് സബ്സ്റ്റൻസസ് റബ്ബർ, ഗമ്മ്, സെല്ലുലോസ്. അപ്പോൾ അതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബയോമോളിക്യൂളിൽ ആ ഏരിയയിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ സാധിക്കും. ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് നമ്മൾ എൻസൈമിലേക്ക് വന്നിരിക്കും. എൻസൈമിൻ്റെ റോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻസൈമിൻ്റെ ഈ ഫിഗർ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഗ്രാഫ് തന്നെയാണ്. കൺസെപ്റ്റ് ഓഫ് ഗ്രാഫ് എടുക്കുമ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് കാണാം. ദാറ്റ് ഷോസ് ദ കൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജിയുടെ കൺസെപ്റ്റ് പറയുന്ന ഒരു ഗ്രാഫാണിത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നു ഫൈൻഡ് ഔട്ട് ദ റോൾ ഓഫ് എൻസൈം. ഇവിടെ റോളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം സബ്സ്ട്രേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്തി പ്രൊഡക്റ്റായി മാറും. The energy difference, the energy content between substrate to transition state, ഇതിനെയാണ് ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. സബ്സ്ട്രേറ്റിന്റെ എനർജി കണ്ടന്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്താൻ വേണ്ടതാണ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ നോക്കാം, ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം കൂടുതലാണ്. എൻസൈം ഇല്ലാത്തപ്പം ആക്ടിവേഷൻ എനർജി കൂടുതലാണ്. എന്നാൽ ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം, എൻസൈമിന്റെ പ്രസൻസിൽ ആക്ടിവേഷൻ എനർജി കുറവാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നു ഫൈൻഡ് ഔട്ട് ദ റോൾ ഓഫ് എൻസൈം. കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ റോള്, എൻസൈമിൻ്റെ റോള്. എൻസൈമിൻ്റെ റോള് പറയുമ്പോൾ നമുക്കറിയാം എൻസൈം ലോവർ ഓർ റെഡ്യൂസ് ദി activation energy level. Enzyme reduce or lower the activation energy level. So substrate easily attain transition state and product is easily produced. അപ്പോൾ എൻസൈം ലോവർ ആക്ടിവേഷൻ എനർജി ലോവർ ചെയ്യുക. ഇത് വേറെ രീതി ചോദിക്കാം. ഇവിടെ ഇപ്പം ഈ ലേബലിംഗ് തരാതെ ഇതിങ്ങനെ ജസ്റ്റ് എ എന്നും ഇതിങ്ങനെ ജസ്റ്റ് ബി എന്നുമായിട്ട് നിങ്ങളോട് എ എന്താണ് ബി എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ എ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എഴുതണം ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം, ബി എന്താണ് ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം. അടുത്തത് മെൻഷൻ എനി 2 factors that influence the activity of enzyme and state their influence. 2 ഫാക്ടേഴ്സ് എഴുതാനാണ് പറയുന്നത്. എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയുമ്പോൾ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി പറയുമ്പം ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ പ്രധാനമായിട്ടും 3 ഫാക്ടേഴ്സാണ് പഠിക്കുന്നത്. ടെമ്പറേച്ചർ ഉണ്ട്, pH ഉണ്ട്, ആൻഡ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഉണ്ട്. ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, പിന്നെ ചില ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഈ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് പറയുന്ന ഒരു ഗ്രാഫ് നിങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ ടെമ്പറേച്ചറും pHും ഒരേപോലെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. എങ്ങനെയാണ്? ടെമ്പറേച്ചർ പറയുമ്പോൾ നമ്മൾ പറയും ഇതാണ് ടെമ്പറേച്ചർ, എക്സ് ആക്സിസ് ടെമ്പറേച്ചർ, ഇത് നമ്മൾ എൻസൈം ആക്ടിവിറ്റി എടുക്കുന്നു. ആൻഡ് എൻസൈം ഷോസ് ഇസ് മാക്സിമം ആക്ടിവിറ്റി അറ്റ് ഓപ്റ്റിമം ടെമ്പറേച്ചർ. An enzyme shows its maximum activity optimum ടെമ്പറേച്ചറിലാണ് കാണിക്കുന്നത്. Above or below the optimum level enzyme activity decrease. ഇതാണ് പഠിക്കുന്നത്. എൻസൈം ഇതിൻ്റെ മാക്സിമം ആക്ടിവിറ്റി കാണിക്കുന്നത് ഓപ്റ്റിമം ടെമ്പറേച്ചറിലാണ്. ഓപ്റ്റിമം ടെമ്പറേച്ചറിനേക്കാൾ കൂടിയാലും ഓപ്റ്റിമം ടെമ്പറേച്ചറിനേക്കാൾ കുറഞ്ഞാലും എൻസൈം ആക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യും. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വി ടുക്ക് പാരസെറ്റമോൾ ടു റിഡ്യൂസ് ടെമ്പറേച്ചർ ഡ്യൂറിങ് ഫീവർ. ഫീവറിൻ്റെ സമയത്ത് പാരസെറ്റമോൾ കഴിക്കുന്ന എന്തിനാ? നമ്മുടെ ബോഡിയിലെ എല്ലാ എൻസൈമിൻ്റെയും ഓപ്റ്റിമം ടെമ്പറേച്ചർ അവർ ബോഡി ടെമ്പറേച്ചർ, ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് 37 ഡിഗ്രി. പനി വരുമ്പം 37നേക്കാൾ കൂടും. അപ്പം എൻസൈംസ് ഡീജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നശിച്ചു പോകും, അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചർ റിഡ്യൂസ് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ്? അപ്പം എൻസൈം ഷോസ് ഇസ് മാക്സിമം ആക്ടിവിറ്റി അറ്റ് ഓപ്റ്റിമം ടെമ്പറേച്ചർ. ഇതാണ് ഓപ്റ്റിമം ടെമ്പറേച്ചർ. Above or below optimum temperature, enzyme activity decrease. എന്ന് വെച്ചാൽ above the optimal level, enzyme denature ചെയ്യും, below inactive ആകും. ഇതേ ഗ്രാഫ് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്, pHലും കാണുന്നത് ഇതേ ഗ്രാഫ്. അവിടെ നമ്മൾ പറയും ഇതാണ് ഓപ്റ്റിമം pH. This is optimum pH. Same definition. An enzyme shows its maximum activity at optimum pH. Above or below the level of optimum pH, enzyme activity decreases. അതേപോലെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ്റെ ഗ്രാഫ് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് സബ്സ്ട്രേറ്റ്, ഇവിടെ വെലോസിറ്റി പറയും. ഇനീഷ്യലി ദ വെലോസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. തുടക്കത്തിൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എൻസൈമിൻ്റെ വെലോസിറ്റി കൂടും, ബട്ട് അപ് ടു എ ലിമിറ്റ്, ഒരു ലിമിറ്റ് വരെ. ഇതാണ് Vmax, ഇതാണ് Vmax. പിന്നെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ കൂട്ടിയിട്ടൊരു കാര്യമില്ല. കാരണം എന്തായിരിക്കും? അറ്റ് Vmax all the enzyme becomes saturated. Vmaxൽ എല്ലാ എൻസൈമും സാച്ചുറേറ്റഡ് ആയിരിക്കും. And there will be no free enzyme to bind with the substrate. Vmaxൽ എല്ലാ എൻസൈമും സാച്ചുറേറ്റഡ് ആയിരിക്കും, പിന്നെ അവിടെ ഫ്രീ എൻസൈം ഉണ്ടായിരിക്കുകയില്ല.
എൻസൈമായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ആ Vmaxന്റെ പകുതി എത്താൻ വേണ്ട സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, Vmax by 2, ഹാഫ് Vmax എത്താൻ വേണ്ട സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെ Km വാല്യൂ എന്ന് വിളിക്കും. ഇത്രയും ഓർത്ത് വെക്കുക. ഇനി അവിടെയുണ്ട് ഒരു കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ പറയുന്നുണ്ട്. കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് എന്താണ്? കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ആർ മോളിക്യൂൾസ് ദേ ക്ലോസ്ലി റിസംബിൾ ദ സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റിനെ പോലെ ക്ലോസ്ലി റിസംബിൾ ചെയ്തിരിക്കുന്ന മോളിക്യൂൾസിനെയാണ് ഇത് വിളിക്കുന്നത് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. സോ ദേ കോമ്പീറ്റ് വിത്ത് ദ സബ്സ്ട്രേറ്റ്, എന്നിട്ട് എൻസൈമിൻ്റെ ആക്ടിവിറ്റിയെ ഇൻഹിബിറ്റ് ചെയ്യും. അണ്ടർസ്റ്റാൻഡ്? കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ആർ molecules which closely resemble their substrate. So they compete for the active site. അവ ആക്റ്റീവ് സൈറ്റ് വേണ്ടി കോമ്പീറ്റ് ചെയ്യും. അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, എൻസൈം സക്സിനിക് ഡീഹൈഡ്രോജിനേസിനെ. കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആരാണ്? കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ഈസ് മാലോനേറ്റ്. Malonate is the competitive inhibitor that inhibit the activity of succinic dehydrogenase because malonate resemble like substrate succinate. അപ്പോൾ സബ്സ്ട്രേറ്റ് സക്സിനേറ്റ് ആണ്, എൻസൈം സക്സിനിക് ഡീഹൈഡ്രോജിനേസ് ആണ്, അതിൻ്റെ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ മാലോനേറ്റ്. അപ്പോൾ കോമ്പറ്റീറ്റീവ് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹിബിഷൻ ഓഫ് എൻസൈം ആക്ഷൻ ബൈ എ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ. അവിടെ ആ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആരാന്ന് ചോദിച്ചാൽ എ മോളിക്യൂൾ വിച്ച് ക്ലോസ്ലി റിസംബിൾ ദ സബ്സ്ട്രേറ്റ്. അപ്പോൾ ഇത്രയും എൻസൈമിൻ്റെ ഭാഗത്ത് നമുക്ക് ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പം നമ്മൾ എൻസൈമിനെ കുറിച്ച് പറഞ്ഞു. ഇനി അതിൽ എൻസൈമിൻ്റെ കാറ്റഗറീസ് ഒന്ന് പഠിച്ചു പോകണം കേട്ടോ. ആ എൻസൈമിൻ്റെ പാർട്ടിൽ 6 കാറ്റഗറീസ് ഓഫ് എൻസൈംസ് പഠിക്കുന്നുണ്ട്. ഓക്സിഡോ റിഡക്റ്റേസ് ഓർ ഡീഹൈഡ്രോജിനേസസ്, ട്രാൻസ്ഫറേസസ്, ഹൈഡ്രോളൈസസ്, ലയേസസ്, ഐസോമറൈസസ്, ലിഗേസസ്. 6 കാറ്റഗറി. നമ്മൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ അതിലേക്ക് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നെക്സ്റ്റ് പാർട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ്. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അപ്പോൾ അതിൽ എക്സ്ക്യൂസ് മീ, ലേശം വെള്ളം കുടിക്കട്ടെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്കാണ് പോകുന്നത്. ഐ മീൻ ഹ്യൂമൻ ഫിസിയോളജി. ഇപ്പോൾ ആർക്കെങ്കിലും സജഷൻ ഉണ്ടോ? ഈ 6 ചാപ്റ്റേഴ്സ് ബ്രീത്തിങ് മുതൽ കെമിക്കൽ കോർഡിനേഷൻ അത് റിവേഴ്സ് ഓർഡറിൽ എടുക്കുന്ന ആർക്കെങ്കിലും സജഷൻ ഉണ്ടോ? നേരത്തെ ആരോ ചോദിച്ചിരുന്നു. ചാപ്റ്റർ ലാസ്റ്റ് ഫസ്റ്റ് എടുത്താൽ മതി. മക്കളെ എങ്ങനെ പോയാൽ മതിയോ അത് റിവേഴ്സ് ഓർഡറിൽ വരണോ? ഇനി റിവേഴ്സ് ഓർഡറിൽ വരാം. ഈ 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കണമായിരുന്നു. കമോൺ, എനിവൺ? കെമിക്കൽ കോർഡിനേഷന് ബാക്കിലേക്ക് പോകണമോ അതോ ഇവിടുന്ന് അങ്ങോട്ട് തന്നെ പോയാൽ മതിയോ? കമോൺ, ആരൊന്നും കമന്റ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ പോകും. റിവേഴ്സ് ഓർഡർ എന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു. വേറെ ആർക്കെങ്കിലും ഇനി കമന്റ്? അപ്പോൾ ഓക്കെ, നമുക്ക് റിവേഴ്സ് ഓർഡറിലേക്ക് പോകാം. റിവേഴ്സ് ഓർഡറിലേക്ക് പോകാം നമുക്ക്. യെസ്. അപ്പോൾ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ. ഈ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഹോർമോണിൻ്റെ ഡെഫിനിഷൻ. ഹോർമോൺസ് ആർ non-nutrient chemicals produced in trace amounts. Hormones are non-nutrient chemicals. They act as intercellular messengers produced in trace amount. Hormones produce ചെയ്യുന്നത് endocrine system ഉണ്ട്, some non-endocrine part ഉണ്ട്. Non-endocrine part എന്ന് പറയുമ്പോൾ ഹാർട്ട്, കിഡ്നി, gastrointestinal tract, പിന്നെ some other tissues. Endocrine പാർട്ടിലേക്ക് വരുമ്പോൾ ഡക്ടലസ് ഗ്ലാൻസ് ആയിട്ടുള്ള എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ പാർട്ടിലേക്ക് വരുമ്പം ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, പിനിയൽ ഗ്ലാൻഡ്, ഹെഡ് റീജിയൻ, ദെൻ തൈറോയിഡ്, തൈറോയിഡിൻ്റെ ബാക്ക് സൈഡിൽ പാരാതൈറോയിഡ്, തൈമസ്, ദെൻ അഡ്രിനൽ ഗ്ലാൻഡ്. ഇതുകൂടാതെ പാൻക്രിയാസ് ഒരു ഹെറ്ററോക്രൈൻ ഗ്ലാൻഡാണ്. അത് എൻഡോക്രൈനും എക്സോക്രൈനുമാണ്. പിന്നെ ഗൊനാഡ്സ് എന്ന് പറയുമ്പോൾ ടെസ്റ്റിസും ഓവറിയും. അവയുടെ പ്രൈമറി ഫങ്ഷൻ റീപ്രൊഡക്ഷനാണ്, പ്രൊഡക്ഷൻ ഓഫ് ഗ്യാമീറ്റ് ആണ്. സെക്കൻഡറി ആയിട്ട് എൻഡോക്രൈൻ പാർട്ടായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ ആദ്യം ഹൈപ്പോതലാമസിൻ്റെ ഹോർമോൺസ്.
ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് റിലീസിങ് ഹോർമോൺസും ഇൻഹിബിറ്റീവ് ഹോർമോൺസും. റിലീസിങ് ഹോർമോൺസ് എന്ത് ചെയ്യും? ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്യും, പിറ്റ്യൂട്ടറി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ. ഇൻഹിബിറ്റീവ് ഹോർമോൺസ് അതിൻ്റെ പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ഇത് കൂടാതെ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഹോർമോൺസ് ഉണ്ട്. ADH വാസോപ്രസിൻ എന്ന് വിളിക്കും, ആൻറ്റി ഡയോട്ടിക് ഹോർമോൺ, ആൻഡ് OT ഓക്സിറ്റോസിൻ. ഇത് രണ്ടും ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ സ്റ്റോർ ചെയ്യുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. ഇത്രയാണ് ആദ്യ ഭാഗം. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മളിനി ക്വസ്റ്റ്യൻ പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. പിറ്റ്യൂട്ടറിക്ക് ഒരു ആൻറ്റീരിയർ ലോബ് അഡിനോ ഹൈപ്പോഫൈസിസ്, ഒരു പോസ്റ്റീരിയർ ലോബ് ന്യൂറോ ഹൈപ്പോഫൈസിസ്, പിന്നെ ഒരു മിഡിൽ ലോബ് ഉണ്ട് മേർജ് ചെയ്തതാണ്. അതിൽ ആൻറ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എൻസൈമുകളുണ്ട്. അഡിനോ ഹൈപ്പോഫൈസിസ് അല്ലെങ്കിൽ ആൻറ്റീരിയർ ലോബ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, പിന്നെ തൈറോയിഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ TSH ഉണ്ട്, പിന്നെ PRL പ്രൊലാക്റ്റിൻ ഉണ്ട്, പിന്നെ ACTH അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, ദെൻ GNR ഗൊനാഡോട്രോപിക് ഹോർമോൺസ്. ഗൊനാഡോട്രോപിൻസ് എന്ന് വെക്കുമ്പോൾ LH-ഉം FSH-ഉം ലൂട്ടനൈസിംഗ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ. പോസ്റ്റീരിയർ ലോബ് ന്യൂറോ ഹൈപ്പോഫൈസിസ് സ്റ്റോർ ചെയ്യുന്ന 2 ഹോർമോൺ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. അതിൻ്റെ ഫംഗ്ഷനൊക്കെ റിലേറ്റഡ് ആയിട്ട് പഠിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാറ്റോണിൻ. പിന്നെ തൈറോയിഡ് ഗ്ലാൻഡ് ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ്. തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന T3 T4. ഇതിൽ T4 ആണ് T3 ട്രൈ അയോഡോ തൈറോണിൻ, T4 ടെട്രാ അയോഡോ തൈറോണിൻ. അതിൽ T4 ആണ് ഏത്? T4 ആണ് ആരാണിത്? നൈസ് ക്ലാസ്, താങ്ക് യു. അപ്പം T4 ആണ് തൈറോക്സിൻ. പിന്നെ ഇത് കൂടാതെ പാരാഫോളിക്കുലർ സെൽസ്, ഫോളിക്കുലർ സെൽസ് അല്ലാത്തത് പ്രൊഡ്യൂസ് ചെയ്യുന്ന TCT തൈറോ കാൽസിറ്റോണിൻ ഉണ്ട്, അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന PTH പാരാതൈറോയ്ഡ് ഹോർമോൺ, തൈമസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈമോസിന്, പിന്നെ പാൻക്രിയാസിൻ്റെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, പാൻക്രിയാസിൻ്റെ 1 to 2% ആണ് ഐലറ്റ്സ് ഉള്ളത്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൽ ആൽഫ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൂക്കോഗോൺ, ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ, രണ്ടും ആൻറ്റോഗണിസ്റ്റിക് ഇഫക്റ്റ് ആണ്. പിന്നെ ഗൊനാഡ്, അതിൽ ടെസ്റ്റിസ് പറയുന്നു, ടെസ്റ്റിസിൽ ഒറ്റ പേര് പഠിച്ചാൽ മതി, ആൻഡ്രോജൻ, അതിൽ ടെസ്റ്റോസ്റ്റിറോൺ, ഓവറിയിൽ ഈസ്ട്രജനും പ്രൊജസ്റ്റിറോൺ. ഗ്രാഫിയൻ ഫോളിക്കിൾ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈസ്ട്രജൻ, അതിനെ ഓവുലേഷന് ശേഷം റെപ്ചേർഡ് ഫോളിക്കിൾ സെൽസിൽ നിന്ന് ട്രാൻസ്ഫോം ചെയ്ത് വന്ന് കോർപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊജസ്റ്റിറോൺ, പ്രഗ്നൻസി ഹോർമോൺ. ഇത് മാത്രം. ഇനി ഇത് കൂടാതെ ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ANF ആട്രിയൽ നാട്രിയോട്ടിക് ഫാക്ടർ, കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന JG സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എറിത്രോപോയിറ്റിൻ, പിന്നെ സ്റ്റൊമക്കും ഇൻഡസ്റ്റൈനും ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ക്ലാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ്ട്രിൻ, സെക്രീറ്റിൻ, കോളിസിസ്റ്റോകൈനോൻ, GAP. ഇത്രയും കാര്യമാണ് ഇതിൽ പഠിക്കേണ്ടത്. പിന്നെ അവസാന ഭാഗത്ത് ഹോർമോണിൻ്റെ മെക്കാനിസം. അപ്പോൾ നമുക്ക് വേഗം ഹോർമോണിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എക്സ്പാൻഡ് ദ ഫോളോയിങ് ഹോർമോൺസ്. അപ്പോൾ എക്സ്പാൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. TSH എല്ലാവർക്കും അറിയാം, തൈറോയിഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ. ഞാൻ എഴുതുന്നില്ല, TSH തൈറോയിഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോണാണ്. ആരാ TSH പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ഇറ്റ് സ്റ്റിമുലേറ്റ് തൈറോയിഡ് ഗ്ലാൻഡ് ടു പ്രൊഡ്യൂസ് തൈറോക്സിൻ. ACTH അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, അഡ്രീനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ. അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ കോർട്ടിക്കോയിഡുകൾ, മിനറലോ കോർട്ടിക്കോയിഡ്, ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്, ആൻഡ്രോജനിക് സ്റ്റീറോയിഡുകൾ ഉൽപ്പാദിപ്പിക്കും. ആൻഡ് ANFിൻ്റെ ഫുൾ ഫോമാണ് ആട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ, ആട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വാൾ ഓഫ് ആട്രിയ ഓഫ് ഹാർട്ടിൻ്റെ വാളാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എപ്പോൾ? വെൻ ബ്ലഡ് പ്രഷർ ഇൻക്രീസസ്, BP കൂടുമ്പോഴാണ് ANF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ANFിൻ്റെ ഒരു ഫംഗ്ഷൻ മനസ്സിലാക്കണം. ANF ഒരു വാസോ ഡയലേറ്ററാണ്. ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്യും. അപ്പോൾ ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയും, BP കുറയും. അപ്പോൾ നമുക്ക് BP ഇൻക്രീസ് ചെയ്യുമ്പോൾ ANF റിലീസ് ചെയ്യും. അത് വാസോ ഡയലേറ്റർ ആയതുകൊണ്ട് ബ്ലഡ് പ്രഷർ കുറയും. അടുത്തത് FSH ഫുൾ ഫോം എല്ലാവർക്കും അറിയാം, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതും പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ TSHും FSHും ACTHും പിറ്റ്യൂട്ടറി, ആൻറ്റീരിയർ ലോബ് പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ANF ഹാർട്ടിൻ്റെ വാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, നോൺ എൻഡോക്രൈൻ പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്ത പാർട്ടിലേക്ക് നോക്കാം. ഒബ്സർവ് ദി ഡയഗ്രാം ടെക്സ്റ്റ്, അതേ ഡയഗ്രാം, അതാ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ ഡയഗ്രാം നോക്കി പോകണമെന്നാണ്. നമുക്കറിയാം ഈ ബട്ടർഫ്ലൈ ഷേപ്പിലാണ്. ഏതാണ്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. എന്താണ്? പാരാതൈറോയിഡ് ആണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നു ഐഡന്റിഫൈ ദി എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് A and B. അപ്പോൾ Aയും Bയും ഐഡന്റിഫൈ ചെയ്യാം. A തൈറോയിഡ് ആണ്, B പാരാതൈറോയിഡ് ഐഡന്റിഫൈ ചെയ്തു. B നെയിം ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ A and B. Aയും Bയും സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അപ്പോൾ തൈറോയിഡ് ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്
T3 T4 T4 എന്ന് വെച്ചാൽ തൈറോക്സിൻ. ഇങ്ങനെ എഴുതിയാൽ മതി. T3 മീൻസ് ട്രൈ അയഡോതൈറോണിൻ, അതിൽ 3 അയോഡിൻ ആറ്റം. T4 ടെട്രാ അയഡോതൈറോണിൻ, തൈറോക്സിൻ എഴുതിയാൽ മതി. ഇതുകൂടാതെ പ്ലസ് ഇതുകൂടാതെ പാരാഫോളിക്കുലർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു ഹോർമോൺ ഉണ്ട്, TCT. എന്താ TCT? തൈറോകാൽസിറ്റോണിൻ. തൈറോകാൽസിറ്റോണിൻ അതൊരു പെപ്റ്റൈഡ് ഹോർമോണാണ്. ഈ തൈറോകാൽസിറ്റോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്? തൈറോകാൽസിറ്റോണിൻ റെഡ്യൂസ് ബ്ലഡ് കാൽഷ്യം. ബ്ലഡ് കാൽഷ്യം ലെവൽ കുറയ്ക്കുന്ന ഹോർമോണാണ്. അതുകൊണ്ട് തൈറോകാൽസിറ്റോണിനെ ഹൈപ്പോകാൽസീമിക് എന്ന് വിളിക്കും. അത്രയൊന്നും വേണ്ട, നിങ്ങൾ 3 പേരുകൾ എഴുതിയാൽ മതി. ഇനി പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് PTH, പാരാതൈറോയ്ഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരാതോർമോൺ. PTH പാരാതൈറോയ്ഡ് ഹോർമോൺ. പാരാതൈറോയ്ഡ് ഹോർമോൺ. അപ്പോൾ നമ്മൾ സിയിലേക്ക് പോകാം. മെൻഷൻ ദ റോൾ ഓഫ് A and B ഇൻ ദ റെഗുലേഷൻ ഓഫ് ബ്ലഡ് കാൽഷ്യം. അപ്പോൾ എ എന്ന് ചോദിക്കുന്നത് തൈറോയിഡിൻ്റെയും പാരാതൈറോയിഡിൻ്റെയും ബ്ലഡ് കാൽഷ്യം ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നുള്ള റോളാണ്. അപ്പം മെൻഷൻ ദ റോൾ ഓഫ് A and B ഇൻ റെഗുലേഷൻ ഓഫ് ബ്ലഡ് കാൽഷ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ എഴുതണം തൈറോയിഡ് ഗ്ലാൻഡ്. എ ആണ് തൈറോയിഡ്. തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ഹോർമോൺ തൈറോകാൽസിറ്റോണിൻ എന്നിട്ട് എഴുതുക ദാറ്റ് റെഡ്യൂസ് ബ്ലഡ് കാൽഷ്യം ലെവൽ. അടുത്തത് ബി, പാരാതൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ഹോർമോൺ PTH. പാരാതൈറോയ്ഡ് ഹോർമോൺ എന്താ ചെയ്യുക? PTH ഇൻക്രീസ് ബ്ലഡ് കാൽഷ്യം ലെവൽ. നോർമലിനേക്കാൾ കുറഞ്ഞാൽ 11 to 30 milligram ആണ് നോർമലിനേക്കാൾ കുറഞ്ഞാൽ PTH ഇൻക്രീസ് ബ്ലഡ് കാൽഷ്യം ലെവൽ. അതുകൊണ്ട് PTH എന്താ വിളിക്കുക? പാരാതൈറോയ്ഡ് ഹോർമോണിനെ ഹൈപ്പർ കാൽസീമിക് എന്നാ വിളിക്കുക. അപ്പോൾ അതാണ് PTH എന്താ എഴുതിയിരിക്കുന്നത്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ഹോർമോൺ PTH ദാറ്റ് ഇൻക്രീസ് ബ്ലഡ് കാൽഷ്യം ലെവൽ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, PTH പാരാതൈറോയ്ഡ് ഹോർമോണും അത് ഹൈപ്പർ കാൽസീമിക്, ബ്ലഡ് കാൽഷ്യം കൂട്ടുന്നു. തൈറോകാൽസിറ്റോണിൻ ലോവർ ബ്ലഡ് കാൽഷ്യം, ഇത് രണ്ടും ആന്റഗോണിസ്റ്റിക് ആണ്, ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ആന്റഗോണിസ്റ്റിക്, ജസ്റ്റ് ലൈക്ക് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ. ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കും, ഗ്ലൂക്കോഗോൺ കൂട്ടും, അവയും ആന്റഗോണിസ്റ്റിക്. അതേപോലെ ഇത് രണ്ടും ആന്റഗോണിസ്റ്റിക് ആണ്. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞത് മാത്രം, നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. എയും ബിയും ഐഡന്റിഫൈ ചെയ്യുന്നു, തൈറോയിഡ് പാരാതൈറോയിഡ് രണ്ടിൻ്റെയും ഹോർമോണുകളുടെ പേര് എഴുതുന്നു. റോൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? തൈറോയിഡ് ഗ്ലാൻഡ് TCT പ്രൊഡ്യൂസ് ചെയ്യും, അത് കാൽഷ്യം ലെവൽ കുറയ്ക്കും. പാരാതൈറോയിഡ് PTH പ്രൊഡ്യൂസ് കൂടും. ഇങ്ങനെയുള്ള പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അണ്ടർസ്റ്റാൻഡ്? Adarsh Kumar, happy Holi sir, good morning, very happy Holi Adarsh, happy Holi to you. And next 12th question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോകാം. Find the odd one out in each group and justify. ഇതിൽ ഓരോ ഗ്രൂപ്പിലുമുള്ള ഓഡ് വൺ ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റിഫൈ ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ലുക്ക് ഹിയർ, TSH, ACTH, FSH, LH, ADH. ഇതിൽ ഏതാണ് ഓഡ് വൺ? തൈറോയിഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ, അഡ്രിനോകോർട്ടിക്കോട്രോഫിക് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റീവ് ഹോർമോൺ, LH. ഇതെല്ലാം ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസാണ്. ഈ മൂന്നും ഞാൻ AP എന്നെഴുതുന്ന ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ADH പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ സ്റ്റോർ ചെയ്യുന്ന ഹോർമോണാണ്. ADH ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്നു ആൻഡ് സ്റ്റോർഡ് ഇൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അപ്പോൾ ഒന്നാമത്തതിൽ എയിൽ ഏതാണ് ജസ്റ്റിഫൈ ചെയ്യണം? എയിൽ ഓഡ് വൺ ADH ആണ്. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എങ്ങനെ എഴുതണം? ഓൾ അതേഴ്സ് ആർ ഹോർമോൺസ് ഓഫ് ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി. ADH is a hormone of posterior pituitary that is stored in posterior pituitary and produced from hypothalamus. ADH is produced from hypothalamus and stored in posterior pituitary, but all other hormones are anterior pituitary hormones. ഇതാണ് ഒന്നാമത്തെ എന്റെ ജസ്റ്റിഫിക്കേഷൻ. ബി നമുക്ക് നോക്കാം. ബിയിൽ ക്രിട്ടിനിസം, മിക്സഡിമ, എക്സോഫ്താൽമിക് ഗോയിറ്റർ, അഡിസൺസ് ഡിസീസ്. ക്രിട്ടിനിസം, മിക്സഡിമ, എക്സോഫ്താൽമിക് ഗോയിറ്റർ, ഈ മൂന്നെണ്ണം. ക്രിട്ടിനിസം എന്താണ്? ക്രിട്ടിനിസം ഹൈപ്പോതൈറോയിഡിസം ഇൻ ചിൽഡ്രൻ, ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ഇൻ ചിൽഡ്രൻ. പ്രഗ്നന്റ് വുമൻസിൽ അയഡിൻ ഡെഫിഷ്യൻസി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവും. ക്രിട്ടിനിസം ചിൽഡ്രനിൽ സ്റ്റണ്ടഡ് ഗ്രോത്തുള്ള കുട്ടികൾ ജനിക്കും. ഹൈപ്പോതൈറോയിഡിസം ഇൻ അഡൾട്ടിൽ ഹൈപ്പോതൈറോയിഡിസം, തൈറോക്സിൻ കുറഞ്ഞാൽ ഉണ്ടാവുന്നതാണ് മിക്സഡിമ.
എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്താണ്? എക്സോഫ്താൽമിക് ഗോയിറ്റർ ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോയിഡ്. തൈറോക്സിൻ കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം ആണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ് എന്ന് വിളിക്കും. ഗ്രേവ്സ് ഡിസീസ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. എക്സോഫ്താൽ എന്ന് വെച്ചാൽ കണ്ണിന് ചുറ്റും ബൾജാവും, നീർവീക്കം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ക്രിട്ടിനിസം, മിക്സഡിമ, എക്സോഫ്താൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ്, ഇത് എന്താണ്? ഇവയെല്ലാം കമോൺ തൈറോയിഡിന്റെ ഡിസോർഡേഴ്സ് ആണ്. അഡിസൺ ഡിസീസ് വരുന്നത് അഡ്രീനൽ കോർട്ടക്സിന്റെ കോർട്ടിക്കോയിഡ് ഡെഫിഷ്യൻസി ഓഫ് കോർട്ടിക്കോയിഡ്സ് ആണ്. ഡെഫിഷ്യൻസി ഓഫ് കോർട്ടിക്കോയിഡ്സിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുള്ളത്. അപ്പൊ അതിൽ ഏത് എഴുതേണ്ടത്? അഡിസൺ ഡിസീസ്. ഇറ്റ് ഈസ് ഹൈപ്പോസെക്രീഷൻ ഓഫ് കോർട്ടിക്കോയിഡ്സ്. ഹൈപ്പോസെക്രീഷൻ ഓഫ് കോർട്ടിക്കോയിഡ് ഡിസോർഡർ ആണ്. ഓൾ അതേഴ്സ് ആർ തൈറോക്സിൻ ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ സെക്രീഷൻ ഡിസോർഡേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ അഡിസൺ ഡിസീസ് അതൊരു ഹൈപ്പോ കോർട്ടിക്കോയിഡ്സ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് അഡ്രീനൽ കോർട്ടക്സിൻ്റെ ഹോർമോൺസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. നെക്സ്റ്റ് വൺ ഡോർഫിസം, അക്രോമെഗാലി, ടെറ്റനൈജായ്. ഇതിൽ ഓഡ് വൺ ഏതാ? സി, ടെറ്റനായ്. ടെറ്റനൈ എന്താണ്? Tetani is rapid spasm or wild contraction of muscle due to low calcium level in body fluids. ബാക്കി ഡ്വാർഫിസം, അക്രോമെഗാലി, ജൈജാൻറ്റിസം എല്ലാം ഗ്രോത്ത് ഹോർമോണുമായി ബന്ധപ്പെടുന്നത്. The other three are ഡ്വാർഫിസം എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് ഗ്രോത്ത് ഹോർമോൺ. അക്രോമെഗാലി എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് ഗ്രോത്ത് ഹോർമോൺ ഇൻ അഡൾട്ട്. ജൈജാൻറ്റിസം ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ആണ്. അതിൽ ടെറ്റനൈ ഈസ് റാപ്പിഡ് സ്പാസം ഓർ വൈൽഡ് കൺട്രാക്ഷൻ ഡ്യൂ ടു ലോ കാൽഷ്യം ലെവൽ ഇൻ ബോഡി ഫ്ലൂയിഡ്സ്. അപ്പോൾ അതാണ് അതിൻ്റെ ഓഡ് വൺ ആണ് ലക്ഷ്യം. അപ്പോൾ ഇതിൽ ADH, അഡിസൺസ് ഡിസീസ്, ടെറ്റനായ്. അണ്ടർസ്റ്റുഡ്? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കംപ്ലീറ്റ് ദ ടേബിൾ. അപ്രോപ്രിയേറ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. നമുക്ക് നോക്കാം. എ ഗ്ലാൻസ്, ബി സെക്കൻഡ് ഹോർമോൺസ് ആൻഡ് ദിയർ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ABCDEF മാത്രം എഴുതിയാൽ മതി, 3 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതിൽ ആൻഡ്രോജൻ, ഡെവലപ്മെന്റ് ഓഫ് മെയിൽ ആക്സറി സെക്സ് ഓർഗൻ. അപ്പോൾ എ ഗ്ലാൻഡ് ഏതാണ്? ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻഡ്രോജൻ ടെസ്റ്റോസ്റ്റിറോൺ ആണെന്ന് അറിയാം. അത് മെയിൽ ആക്സറി ഓർഗൻസിന്റെ പ്രൊഡക്ഷന് ഡെവലപ്മെന്റ് സഹായിക്കുന്ന. ഇനി അടുത്തത് തൈമസ് പറയുമ്പം ബി ഹോർമോൺ ഏതാണ്? തൈമോസിൻ. ഫങ്ഷൻ എന്താണ്? പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹെൽപ്പ് ഇൻ ബോഡി ഡിഫൻസ് മെക്കാനിസം. അണ്ടർസ്റ്റാൻഡ്? ഹെൽപ്പ് ഇൻ ബോഡി ഡിഫൻസ് മെക്കാനിസം. അടുത്തത് ഗ്ലൂക്കോഗോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പാൻക്രിയാസ് എന്ന് എഴുതാം, ഓർ പാൻക്രിയാറ്റിക് ഐലറ്റ്സ് എന്ന് എഴുതാം. പാൻക്രിയാസ് എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ഐലറ്റ്സ്. ഗ്ലൂക്കോസ് മെയിൻ്റനൻസ് നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. പിനിയൽ ഗ്ലാൻഡ് എന്താ ചെയ്യുന്നത്? പിനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് മെലാറ്റോണിൻ. ഹോർമോൺ മെലാറ്റോണിൻ ആണ്. ഹോർമോണിന്റെ ഫങ്ഷൻ റെഗുലേറ്റ് 24-hour rhythm എന്നെഴുതാം, ഓർ സ്ലീപ്പ് വേക്കപ്പ് സൈക്കിൾ. പിനിയൽ ഗ്ലാൻഡ് ഒരു ചെറിയ ഗ്ലാൻഡാണ്. ബ്രെയിനിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. മെലാറ്റോണിന്റെ പ്രൊഡക്ഷൻ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമുക്ക് സ്ലീപ്പ് വേക്കപ്പ് സൈക്കിൾ നൽകുന്നത്. 24-hour rhythm മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും എഴുതിയാൽ മതി. 24-hour rhythm എന്നോ സ്ലീപ്പ് വേക്കപ്പ് സൈക്കിൾ എന്ന് എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും. ഈ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. Understand? So the next question from chemical coordination. What do you mean by secondary messenger in hormone action? Hormone actionil നിങ്ങൾ എന്താണ് സെക്കൻഡറി മെസ്സഞ്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. നിങ്ങൾ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേജ് എടുക്കാം. നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ എന്ന് വേണ്ട, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൻ്റെ തന്നെ ആ ലാസ്റ്റ് ഹോർമോണിൻ്റെ ഭാഗത്തെ ലാസ്റ്റ് പേജ് എന്ന് വെച്ചാൽ പേജ് നമ്പർ 248 and 249 എടുക്കാം. ആ 248 and 249 ആദ്യം ഹോർമോണിൻ്റെ 4 കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 കാറ്റഗറീസ്? ഒന്ന് പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ്, പ്രോട്ടീൻ ഹോർമോൺ. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നോക്കുന്നത് നല്ലതാണ്. അതിൽ ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ വരുന്നു, പിറ്റ്യൂട്ടറി ഹോർമോൺ, ഹൈപ്പോതലാമിക് ഹോർമോൺ. 2 അവിടെ കൊടുത്തിരിക്കുന്നു. 2 സ്റ്റീറോയിഡ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, എസ്ട്രാഡിയോൾ,
മൂന്ന് അയോഡോതൈറോഡിൻ കൊടുത്തിരിക്കുന്നു. അയോഡോതൈറോഡിൻസ് എന്ന് വിളിക്കുമ്പോൾ T3 T4. 4 അമിനോ ആസിഡ് ഹോർമോൺ. അമിനോ ആസിഡ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ ഒക്കെയാണ്. ഇതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിൽ ഫസ്റ്റ് കാറ്റഗറി ആൻഡ് സെക്കൻഡ് കാറ്റഗറി, ദീസ് ടു കാറ്റഗറി ഹോർമോൺസ് they can't pass through the cell membrane. ഇവയ്ക്ക് ഒരു സെൽ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവരാണ് മെസ്സഞ്ചേഴ്സ്, ഇവരാണ് പ്രൈമറി മെസ്സഞ്ചേഴ്സ്. ഇവയ്ക്ക് ഒരു സെല്ലിനുള്ളിലേക്ക് കടക്കാൻ പറ്റാത്തത് കൊണ്ട് they bind to membrane receptoral binding. membrane receptoral binding. നിങ്ങൾ ആ പേജ് നമ്പർ 248 ഫിഗർ നോക്കുക, ആ ഫ്ലോ ചാർട്ട് പോലത്തെ ഫിഗർ നോക്കുക. അതിൽ ഹോർമോൺ കാണാം FSH ഒരു പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ്. അതുകൊണ്ട് തന്നെ അതിന് സെല്ലിനുള്ളിലേക്ക് ഡയറക്റ്റ് കടക്കാൻ പറ്റില്ല. സോ ഇറ്റ് ബൈൻഡ് ടു ദ മെംബ്രെയിൻ റിസപ്റ്റർ. ഫിഗർ കാണുന്നില്ലേ, ആ മെംബ്രെയിൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്തു. അപ്പോൾ സെല്ലിനുള്ളിൽ ഒരു റെസ്പോൺസ് ഉണ്ടാവും. ഇത് നിങ്ങൾ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഈ ചാർട്ട് ഇതേപോലെ പഠിച്ചു വെക്കൂ. ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നു ആൻഡ് ദേ ജനറേറ്റ് സം സെക്കൻഡറി മെസ്സഞ്ചേഴ്സ്. അപ്പോൾ അതിൽ സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് ജനറേറ്റ് ചെയ്യും. ആരാണ് സെക്കൻഡറി മെസ്സഞ്ചേഴ്സ്? സൈക്ലിക് അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് കാൽഷ്യം അയൺ ആവാം. അങ്ങനെ ഒരു ബയോകെമിക്കൽ റെസ്പോൺസ് ഉണ്ടാവും ആൻഡ് ഇറ്റ് ഷോസ് ദ ഫിസിയോളജിക്കൽ റെസ്പോൺസ്. അപ്പോൾ സെല്ലിനുള്ളിൽ കടക്കാൻ പറ്റാത്തത് കൊണ്ട് ദേ ജനറേറ്റ് എ സെക്കൻഡറി മെസ്സഞ്ചർ. നമ്മുടെ ചോദ്യം ഇതാണ്, വാട്ട് ഡു യു മീൻ ബൈ സെക്കൻഡറി മെസ്സഞ്ചർ ഇൻ ഹോർമോൺ ആക്ഷൻ? ഗിവ് എക്സാമ്പിൾ. വാട്ട് യു മീൻ ബൈ സെക്കൻഡറി മെസ്സഞ്ചർ? അപ്പോൾ പറയണം ഹോർമോൺസ് ആർ പ്രൈമറി മെസ്സഞ്ചേഴ്സ്. ആൻസർ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഹോർമോൺസ് ആർ പ്രൈമറി മെസ്സഞ്ചേഴ്സ്. Some hormones like peptide hormones and amino acid hormones. Example FSH എഴുതിക്കോളൂ. FSH like hormones, peptide hormone ആണ്. അല്ലെങ്കിൽ amino acid like hormones, epinephrine. They cannot enter the cell directly. So they bind to the membrane receptor in the plasma membrane. That create a chemical response inside the cell and generate a secondary messenger like cyclic adenosine monophosphate or calcium ion. That is responsible for the biochemical reaction and physiological response. ഇതാണ് എഴുതേണ്ടത്. ക്ലിയർ? എന്നാൽ ഇതിനും ഇപ്പോൾ ഇതാണ് ഇവിടെ ചോദിച്ചത്. മറ്റൊരു രീതി ചോദിക്കാൻ നിങ്ങളോട് മോഡൽ എക്സാമിന് ചോദിച്ച പോലെ അടുത്തത് എൻ്റെ ബി ഡയഗ്രത്തിലേക്ക് വെക്കാം. എന്നാൽ ഈ രണ്ടെണ്ണം സ്റ്റീറോയിഡ് ഹോർമോൺസും അയോഡോതൈറോയിഡ്സും അവർ ലിപ്പോഫിലിക് ആണ്. They can pass through the cell membrane, so they bind to intracellular അല്ലെങ്കിൽ intranuclear receptor. അവയ്ക്ക് ഇൻട്രാന്യൂക്ലിയർ റിസപ്റ്ററിലാണ്. അപ്പോൾ അവിടെ നേരിട്ട് ഹോർമോൺ സെല്ലിനുള്ളിലേക്ക് കിടക്കും, സൈറ്റോപ്ലാസിലേക്ക് കിടക്കും, ന്യൂക്ലിയസിലേക്ക് കിടക്കും. എന്നിട്ട് ഇൻട്രാന്യൂക്ലിയർ അല്ലെങ്കിൽ ന്യൂക്ലിയസിനുള്ളിൽ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവും. ഫിഗർ കാണാം നിങ്ങൾക്ക്. അവിടെ ഈസ്ട്രജനാണ് കൊടുത്തിരിക്കുന്നത്. ഈസ്ട്രജൻ സെല്ലിനുള്ളിൽ കിടക്കുന്നു, ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു ന്യൂക്ലിയസിൽ. ദാറ്റ് സ്റ്റിമുലേറ്റ് ദ ജീനോം. ഇപ്രാവശ്യം നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ ജീനോമാണ് ചോദിച്ചിരുന്നത്. ദാറ്റ് സ്റ്റിമുലേറ്റ് ദ ജീനോം. അത് ആ ജീനോമിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ആ DNA സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ജീനോമിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ mRNA ഉണ്ടാവുന്നു, mRNA പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. അപ്പോൾ ആ കാര്യം കൂടി ഓർക്കുക. നമുക്ക് അത്തരം ഒരു ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് വേഗം പോകാം. നമുക്ക് ആ ബാക്ക് പാർട്ടിലേക്ക് ഒന്ന് വേഗം പോകാം. നമ്മുടെ ഫസ്റ്റ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. സി one second. Yes, this is that question. ഡയഗ്രമാറ്റിക് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്കിലേക്ക് പോകാം. 11 o'clock ആകുന്ന ഒരു ബ്രേക്കിലേക്ക് പോകാം. നോക്കാം. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ ഈസ് ഗിവൻ ബിലോ. വാട്ട് ഡസ് എ ആൻഡ് ബി ഇൻ ദ ഡയഗ്രം റെപ്രസെൻറ്റ്? അതുകൊണ്ട് ഇത്തരം ചോദ്യം നോക്കണമെന്ന് പറയുന്നത് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനാണ്. അപ്പോൾ എ എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എ ആൻഡ് ബി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? എ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ആണ്. ആൻഡ് ബി എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ബി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ജീനോം അല്ലെങ്കിൽ DNA എന്ന് കൊടുത്താലും അത് മാർക്ക് കിട്ടും. ജീനോം അല്ലെങ്കിൽ DNA. നെയിം എനി 2 steroid hormones. 2 steroid ഹോർമോൺസിന് എക്സാമ്പിൾ എഴുതാം. അപ്പോൾ എക്സാമ്പിൾ steroid ഹോർമോൺസിന് എക്സാമ്പിൾ ആണ് ഈസ്ട്രോജൻ എഴുതാം, ടെസ്റ്റോസ്റ്റിറോൺ എഴുതാം. അണ്ടർസ്റ്റാൻഡ്? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് വൺ. അപ്പം നമുക്ക് വേഗം മടങ്ങി വരാം. നമുക്കൊരു 10 minutes ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക് എടുക്കാം. ഇസ് ഇറ്റ് ഓക്കെ? ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് ബ്രേക്ക് വേണ്ടേ? ബ്രേക്ക് വേണോ വേണ്ടേ മക്കളെ? നിങ്ങൾ അവിടെ ഉണ്ടോ? ആർ യു ദേർ?
No answer. Okay, anyhow, നമ്മളിപ്പോൾ 11 o'clock ബ്രേക്ക് എടുത്തു. 11:10, 11:15 ആകുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാം. 11:10 തന്നെ എല്ലാവരും വരിക. ഓക്കെ, ബൈ. Hello, are you there? നമുക്ക് തുടങ്ങിയാലോ? Hello, anybody? Just make a comment. Yes, that's now. Okay, thank you. So, അപ്പോൾ നമുക്ക് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ആക്ച്വലി ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ ഈ വർഷം വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പോൾ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ പാർട്സ്. ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം. അപ്പോൾ ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം എടുക്കുമ്പോൾ നമ്മുടെ NS ന്യൂറൽ സിസ്റ്റം എടുക്കുമ്പം സെൻട്രൽ ന്യൂറൽ സിസ്റ്റം ആൻഡ് പെരിഫറൽ ന്യൂറൽ സിസ്റ്റം PNS എന്ന് വിളിക്കും. സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിലെ രണ്ട് പാർട്ട് ബ്രെയിനും പിന്നെ സ്പൈനൽ കോഡ്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആണ് സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൻ്റെ ഭാഗം. എന്നാൽ പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിൽ രണ്ട് ടൈപ്പ് ഫൈബേഴ്സ് ഉണ്ട്. പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിൽ നമുക്ക് ഈ പെരിഫറൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ടൈപ്പായിട്ട് പറയും. ദേ ആർ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം, അതുപോലെ തന്നെ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം ആൻഡ് ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്താ ചെയ്യുന്നത്? സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം റിലേ ഇമ്പൾസസിനെ എങ്ങോട്ട് റിലേ ചെയ്യും? ഇമ്പൾസസിനെ ഫ്രം CNS to skeletal muscles, CNS to skeletal muscles-ലേക്ക്. ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം എന്ത് ചെയ്യും? ദാറ്റ് റിലേ ഇമ്പൾസസ് ഫ്രം CNS to involuntary organs-ലേക്ക്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കണം. സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം എന്താ ചെയ്യുന്നത്? ഇമ്പൾസസിനെ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൽ നിന്ന് സ്കെലിറ്റൽ മസിലിലേക്ക്, എന്ന് വെച്ചാൽ വോളണ്ടറി മസിൽസിലേക്ക് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. എന്നാൽ ഓട്ടോണോമിക് ന്യൂറൽ സിസ്റ്റം എന്താ ചെയ്യുന്നത്? ഇമ്പൾസസിനെ സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിൽ നിന്ന് ഇൻവോളണ്ടറി മസിൽസിലേക്ക് കിട്ടും. ഇനി പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിൽ രണ്ട് തരം ഫൈബേഴ്സ് ഉണ്ട്. പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിൽ രണ്ട് തരം ഫൈബേഴ്സ് അല്ലെങ്കിൽ നെർവ്സ് ഉണ്ട്. അഫറന്റ് ഫൈബേഴ്സും അതുപോലെ തന്നെ ഇഫറന്റ് ഫൈബേഴ്സും. അഫറന്റ് ഫൈബേഴ്സ് അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺസ് എന്ന് വിളിക്കാം. അഫറന്റ് ഫൈബേഴ്സ് എന്താ ചെയ്യുന്നത്? അത് ടിഷ്യൂവിൽ നിന്ന് എങ്ങോട്ടേക്ക്? CNS-ലേക്ക് കൊടുക്കും. ഇഫറന്റ് ഫൈബേഴ്സോ CNS-ൽ നിന്ന് ടിഷ്യൂവിലേക്ക് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് നിങ്ങൾ ആദ്യ ഭാഗത്ത് ഓർക്കേണ്ടത്. ഇത് കൂടാതെ ഒരു വിസറൽ ന്യൂറൽ സിസ്റ്റവും ഉണ്ട്. പെരിഫറൽ ന്യൂറൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരു വിസറൽ ന്യൂറൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഫിഗർ തന്നെയാണ്. ഒരു ന്യൂറോണിന്റെ പാർട്ട് ഐഡന്റിഫൈ ചെയ്യുവാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിൽ മാർക്കൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതിൽ ഗിവൺ ബിലോ ഡയഗ്രാം ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് പാർട്സ്. അതിലാദ്യം നമ്മൾ മനസ്സിലാക്കണം നോട്ട്സ് ഓഫ് റാൻവിയർ. എവിടെയാണ് നോട്ട്സ് ഓഫ് റാൻവിയർ? ഈ നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള ജംഗ്ഷൻസിനെയാണ് നോട്ട്സ് ഓഫ് റാൻവിയർ എന്ന് വിളിക്കുന്നത്. നോൺ മൈലിനേറ്റഡ്, മൈലിൻ ഷീറ്റ് ഇല്ലാത്ത നോൺ മൈലിനേറ്റഡ് ജംഗ്ഷൻസ്. സെൽ ബോഡി, ഇതാണ് സെൽ ബോഡി അല്ലെങ്കിൽ സൈറ്റോൺ എന്ന് വിളിക്കുന്നത്. ഷ്വാൻ സെൽസ്, ഈ മൈലിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ന്യൂക്ലിയസ് ഉള്ള ഇതാണ് ഷ്വാൻ സെൽസ്. അതാണ് മൈലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷ്വാൻ സപ്പോർട്ടിംഗ് സെൽസ് ആണ്. ദെൻ നിസിൽ ഗ്രാന്യൂൾസ് കാണുന്നത് ഇതാ സെൽ ബോഡിയുടെ ഉള്ളിലാണ്. അപ്പോൾ അതാണ് നിസിൽ ഗ്രാന്യൂൾസ്. ഫ്രാഗ്മെന്റ്സ് ഓഫ് റഫ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം വിത്ത് റൈബോസം, അതാണ് നിസിൽ ഗ്രാന്യൂൾസ്. സൈറ്റോപ്ലാസത്തിലാണ് കാണുന്നത്. ദെൻ ഈ സിനാപ്റ്റിക് നോബ്, ഇതാണ് പ്രീ സിനാപ്റ്റിക് നോബ് അല്ലെങ്കിൽ സിനാപ്റ്റിക് ട്രാൻസ്മിഷന് സഹായിക്കുന്ന ആക്സോണിൻ്റെ എൻഡ് നോബുകളാണ് പ്രീ സിനാപ്റ്റിക് നോബ്. ആൻഡ് എഫ് ആക്സോൺ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം, ഇതാണ് ആക്സോൺ ആണെന്ന് എല്ലാവർക്കും അറിയാം. ദെൻ മൈലിൻ ഷീറ്റ് ഇതാ ആക്സോണിനെ കവർ ചെയ്യുന്നതാണ് മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷ്വാൻ സെൽസ് നമ്മൾ നേരത്തെ വായിച്ചു. ആക്സോൺ ടെർമിനൽസ്, ഇതാണ് ആക്സോൺ ടെർമിനൽസ്. ആക്സോണിൻ്റെ അഗ്രഭാഗം ആക്സോൺ ടെർമിനൽസ് ആണ്. ദെൻ ഡെൻഡ്രൈറ്റ്, ഇതാണ് ഡെൻഡ്രൈറ്റുകൾ. നെർവ് ഇമ്പൾസിനെ റിസീവ് ചെയ്യുന്ന ഭാഗം ഡെൻഡ്രൈറ്റുകളാണ്. ആൻഡ് ന്യൂക്ലിയസ്, ദിസ് ഈസ് ദ ന്യൂക്ലിയസ് J. അപ്പോൾ ഒരു ന്യൂറോണിനെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ന്യൂറോണുകൾ 3 ടൈപ്പ് പറയുന്നു. ഈ പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഇതൊരു മൾട്ടിപോളാർ ന്യൂറോണാണ്. ഒരു ആക്സോണും അനേകം ഡെൻഡ്രൈറ്റുകളും.
എന്നാൽ ഇപ്പോൾ ഐയിലൊക്കെ കാണുന്ന ബൈപോളാർ ന്യൂറോൺസ് ഉണ്ട്. ഐയിലൊക്കെ കാണുന്ന ബൈപോളാർ ന്യൂറോൺസ്, അവയ്ക്കൊരു സെൽ ബോഡി, ഒരു ആക്സോൺ, ഒരു ഡെൻഡ്രോൺ, ബൈപോളാർ ന്യൂറോൺസ് ഉണ്ട്. ഇനി അതുപോലെ എംബ്രിയോണിക് സ്റ്റേജിലൊക്കെ കാണുന്ന യൂണിപോളാർ ന്യൂറോൺസ് ഉണ്ട്, സെൽ ബോഡി വിത്ത് ജസ്റ്റ് വൺ ആക്സോൺ മാത്രം. അപ്പോൾ അതാണ് ആദ്യ ഭാഗം ഓർത്ത് വെക്കേണ്ടത്. അടുത്തത് ബ്രെയിനിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെടുന്നതാണ്. ബ്രെയിനിന്റെ സ്ട്രക്ചർ, നെർവ് ഇമ്പൾസ്, കണ്ടക്ഷൻ, ഇത്രയേ ഉള്ളൂ. സിനാപ്റ്റിക് ട്രാൻസ്മിഷനും റിഫ്ലക്സ് ഒന്നും ഇപ്പം ഇല്ല. അപ്പോൾ ബ്രെയിനിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻ ആണ് സ്ട്രക്ചർ വിച്ച് കണക്ട് ടു സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. അപ്പോൾ ബ്രെയിൻ പറയുമ്പോൾ, ഹ്യൂമൻ ബ്രെയിൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അതിൽ ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിനിൽ സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ്. മിഡ് ബ്രെയിനിൽ ഫോർ ബൾജ്ഡ് സ്വെല്ലിങ്സ് എന്ന് പറയുന്നു, കോർപ്പോറ, ക്വാഡ്രിജെമിന. കോർപ്പോറ ഞാൻ എഴുതുന്നത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ, ഞാൻ പെട്ടെന്ന് കോർപ്പോറ. ഹൈൻഡ് ബ്രെയിനിൽ സെറിബെല്ലം, പോൺസ്, മെഡുല്ല. ഇതാണ് ബ്രെയിനിന്റെ പാർട്ട്. അതിന്റെ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ചോദിക്കുന്നു സ്ട്രക്ചർ വിച്ച് കണക്ട് ടു സെറിബ്രൽ ഹെമിസ്ഫിയർ. ഈ സെറിബ്രൽ രണ്ട് ഹെമിസ്ഫിയേഴ്സ് ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 235 ഫിഗർ നോക്കാം. ആ സെറിബ്രൽ ഹെമിസ്ഫിയറിന്റെ രണ്ട് ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്ന ഒരു നെർവ് ബാൻഡ്, അതാണ് കോർപ്പസ് കാലോസം. അതാണ് സെറിബ്രൽ. അപ്പോൾ ഏയുടെ ആൻസർ കിട്ടി. സ്ട്രക്ചർ വിച്ച് കണക്ട് ടു സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് കോർപ്പസ് കാലോസം ആണ്. ഇനി ബി, ഫോർ റൗണ്ടഡ് സ്വെല്ലിങ്സ് ഇൻ മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനിന്റെ രണ്ട് റൗണ്ടഡ് സ്വെല്ലിങ്സ് ആണ് കോർപ്പോറ, ക്വാഡ്രിജെമിന. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടും. ഇനി ബ്രെയിനിന്റെ ഫംഗ്ഷൻ കൂടി ഒന്ന് നോക്കിപ്പോയി നല്ലതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ബ്രെയിനിന്റെ ലെയേഴ്സ്, ബ്രെയിൻ കവേർഡ് ബൈ 3 ലെയേർഡ് മെനിഞ്ചസ് ഉണ്ട്. അതിൽ ഔട്ടർ ഹാർഡായിട്ടുള്ള ഡ്യൂറാമാറ്റർ, പിന്നെ അരാക്നോയിഡ് മാറ്റർ, പയാമാറ്റർ, 3 എണ്ണം ഉണ്ടായിരിക്കും. ഇനി അതിൻ്റെ ഫംഗ്ഷൻ നോക്കുമ്പോൾ സെറിബ്രത്തിലെ സെൻസറി ഏരിയാസ് ഉണ്ട്, മോട്ടോർ ഏരിയാസ് ഉണ്ട്, അസോസിയേഷൻ ഏരിയാസ് ഉണ്ട്. അപ്പം നമ്മുടെ ഓൾ സെൻസസ്, വോളണ്ടറി ആക്ഷൻസ്, ടച്ച്, ടെമ്പറേച്ചർ, കോൺഷ്യസ്നെസ്, വിഷന്, ഹിയറിങ്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. സെറിബ്രത്തിന് താഴെ ഹൈപ്പോതലാമസ് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരണം. ഹൈപ്പോതലാമസ് റെഗുലേറ്റ്സ് ടെമ്പറേച്ചർ, ഏർജ് ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്ങിൻ്റെ ഏർജ്, അത് നിയന്ത്രിക്കുന്ന ഹൈപ്പോതലാമസ് ആണ്. സെറിബെല്ലം മെയിൻറ്റെയിനിങ് ബോഡി പോസ്ചർ, ബാലൻസിങ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ് സെറിബെല്ലം. ദെൻ പോൺസ് റെഗുലേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് സെറിബെല്ലം. മാത്രമല്ല ന്യൂമോടാക്സിക് സെൻറ്റർ, ബ്രീത്തിങ് റെഗുലേറ്റ് ചെയ്യുന്ന ന്യൂമോടാക്സിക് സെൻറ്റർ കാണുന്നത് പോൺസിലാണ്. പിന്നെ മെഡുല്ല ഒബ്ലോങ്കേറ്റ റിഫ്ലക്സിൻ്റെ സെൻറ്ററാണ്, സെൻറ്റർ ഓഫ് റിഫ്ലക്സ് ആക്ഷൻ. കഫിങ്, സ്നീസിങ്, വൊമിറ്റിങ്, ഹാർട്ട് ബീറ്റ് റെഗുലേറ്റ് ചെയ്യുന്നു, ബ്രീത്തിങ് റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ മെഡുല്ലയാണ്. ഇത്തരം കാര്യമൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ചോദ്യം നമ്മൾ ഒന്ന് പുറകിലേക്ക് സഞ്ചരിക്കുകയാണ്, നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. യെസ്, മോഡൽ എക്സാമിന് നിങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ക്രേനിയൽ മെനിഞ്ചസ്. ക്രേനിയൽ മെനിഞ്ചസിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ഏതൊക്കെയാണ് എന്ന് പറയുക. അപ്പോൾ ക്രേനിയൽ മെനിഞ്ചസിന്റെ ഡിഫറെന്റ് ലെയേഴ്സ്: ഔട്ടർ ഡ്യൂറാമാറ്റർ, ജസ്റ്റ് ബിലോ ദ സ്കളിന് താഴെ. മിഡിൽ ഒരു സ്പൈഡർ വെബ് പോലെ, ചിലന്തി വല പോലെ കാണുന്ന അരാക്കിനോയിഡ് മാറ്റർ. ഇന്നർ സോഫ്റ്റ് ആയിട്ടുള്ള പയാമാറ്റർ. ഇതിനുള്ളിലൊരു സബാരക്യുലർ സ്പേസ്, അതിലെന്ത് CSF, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പ്രസൻ്റ് ആണ്, ഒരു ഷോക്ക് അബ്സോർബർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നെയിം ദ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് ക്രേനിയൽ മെനിഞ്ചസ്: ഡ്യൂറാമാറ്റർ, അരാക്നോയിഡ് മാറ്റർ, പയാമാറ്റർ. 2, ബി, റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്നതിൻ്റെ ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം സോഡിയം പൊട്ടാസ്യം പമ്പ് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്? സോഡിയം പൊട്ടാസ്യം പമ്പ് നമ്മൾ കാണുന്നത് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു നെർവ് മെംബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു നെർവ് മെംബ്രെയിൻ, ഇതാണ് ഇപ്പം നെർവ് മെംബ്രെയിൻ എങ്കിൽ അത് ഇലക്ട്രിക്കലി പോളറൈസ്ഡ് ആണ്. അത് റെസ്റ്റിംഗ് സ്റ്റേജിൽ, റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ആണ് പറയുന്നത്. അറ്റ് റെസ്റ്റിംഗ് സ്റ്റേജ് ഇറ്റ്സ് ഔട്ട്സൈഡ് ഈസ് പോസിറ്റീവ്,
ആൻഡ് ഇൻസൈഡ് ഈസ് നെഗറ്റീവ്. ഔട്ട്സൈഡ് പോസിറ്റീവും ഇൻസൈഡ് നെഗറ്റീവുമായിരിക്കും. ഇതിന് കാരണം അറ്റ് റെസ്റ്റ് ഔട്ട്സൈഡിൽ മോർ Na+ ഉണ്ടായിരിക്കും വെൻ കമ്പയർഡ് ടു ഇൻസൈഡ്. ഇതിന് കാരണം എന്താണ്? അതിന് കാരണമാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. അറ്റ് റെസ്റ്റിംഗ് സ്റ്റേജ് സോഡിയം പൊട്ടാസ്യം പമ്പ് വർക്കിംഗ് ആയിരിക്കും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സോഡിയം പൊട്ടാസ്യം പമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇറ്റ് ടേക്ക് റെസ്റ്റിംഗ് സ്റ്റേജിൽ ഇറ്റ് ടേക്ക് 3 Na+ ഔട്ട്സൈഡിലേക്ക് എടുക്കുമ്പം 2 K+ ഇൻസൈഡിലേക്ക് കൊടുക്കും. അപ്പം നമ്മുടെ ചോദ്യം ഇത്രയാണ്, റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് Na+ K+ പമ്പ്. എന്തെഴുതിയാൽ മതി? മെയിൻറ്റെയിനിങ് ദ resting potential, maintaining the resting potential, അല്ലെങ്കിൽ help to maintain the potential in neuron. അങ്ങനെ എഴുതിയാൽ മതി. help to maintain the potential in neuron, maintain the resting potential. നമുക്കറിയാം ഇമ്പൾസ് ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം ഇങ്ങോട്ടേക്ക് ഒരു സ്റ്റിമുലൈ വന്നു, ഈ ഏരിയയിലേക്ക് ഒരു സ്റ്റിമുലൈ വന്നു. ഒരു ഇമ്പൾസ് വരുമ്പം നമുക്കൊരു കാര്യം അറിയാം, മെംബ്രെയിൻ്റെ പെർമിയബിലിറ്റി ചേഞ്ച് ചെയ്യും. റെസ്റ്റിംഗ് സ്റ്റേജിൽ മെംബ്രെയിൻ നോട്ട് പെർമിയബിൾ ടു സോഡിയം. അപ്പോൾ ഒരു ഇമ്പൾസ് വരുമ്പോൾ ഈ പോയിന്റിലേക്ക് ഒരു ഇമ്പൾസ് വന്നു എന്ന് വിചാരിക്കൂ, അവിടെ സോഡിയം പൊട്ടാസ്യം പമ്പ് സ്റ്റോപ്പ് ആവും. സോഡിയം പൊട്ടാസ്യം പമ്പ് സ്റ്റോപ്പ്. മെംബ്രെയിൻ പെർമിയബിലിറ്റി ചേഞ്ച് ചെയ്യും. മെംബ്രെയിൻ്റെ പെർമിയബിലിറ്റി മാറും, മോർ സോഡിയം ഉള്ളിലേക്ക് ഫ്ലക്സ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു മാറ്റം. ഇൻസൈഡ് ബിക്കം പോസിറ്റീവ്, ഔട്ട്സൈഡ് ബിക്കം നെഗറ്റീവ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡീപോളറൈസേഷൻ. ഡീപോളറൈസേഷൻ, ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ആ ഭാഗം ഒന്ന് നോക്കുക. അപ്പം സോഡിയം പൊട്ടാസ്യം പമ്പ് എന്തിന്? മെയിൻറ്റെയിനിങ് ദ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ മെയിൻറ്റെയിനിങ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ദ നെർവ് മെംബ്രെയിൻ ആൻഡ് ഹെൽപ്പിംഗ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ, ഇനീസിയേഷൻ ഓഫ് നെർവ് ഇമ്പൾസ് എന്നൊക്കെ പറയാം. അണ്ടർസ്റ്റാൻഡ്? ദെൻ റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഹൈപ്പോതലാമസ് റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു. ദെൻ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏർജ് ഓഫ് ഈറ്റിംഗ്, ഡ്രിങ്കിങ്, ദാഹം, വിശപ്പ്, ഏർജ് ഓഫ് ഈറ്റിംഗ്, ഡ്രിങ്കിങ്. ആൻഡ് ഒരു കാര്യം കൂടി എഴുതാം, ഹൈപ്പോതലാമസ് ഹാവ് ന്യൂറോസെക്രീറ്ററി സെൽസ്. ഹൈപ്പോതലാമസിൽ എന്തുണ്ട്? ന്യൂറോസെക്രീറ്ററി സെൽസ്. ന്യൂറോസെക്രീറ്ററി സെൽസ് ഓഫ് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ഹോർമോൺ. ന്യൂറോ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഏതൊക്കെയാ? ADH ആൻഡ് ഓക്സിറ്റോസിൻ. OT എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷൻ മെയിൻ്റെനൻസ്, ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നു, ഏർജ് ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, ആൻഡ് ദ ന്യൂറോ സെക്രട്ടറി സെൽസ് പ്രൊഡ്യൂസ് ന്യൂറോ ഹോർമോൺസ്, ADHും ഓക്സിറ്റോസിനും പ്രൊഡ്യൂസ് ചെയ്യും. മെഡുല്ലയുടെ ഫംഗ്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. എന്തൊക്കെയാണ് മെഡുല്ലയുടെ ഫംഗ്ഷൻ? നമ്മൾ പറഞ്ഞത് മെഡുല്ല ഒബ്ലോങ്കേറ്റ റിഫ്ലക്സ് സെൻറ്റർ ആണ്. മെഡുല്ല ഒബ്ലോങ്കേറ്റ ഈസ് ദ റിഫ്ലക്സ് സെൻറ്റർ. ആ മെഡുല്ല ഈസ് ദ സെൻട്രൽ കൺട്രോൾ ഓഫ് റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുന്നു, കാർഡിയോവാസ്കുലർ റിഫ്ലക്സ്, ഗ്യാസ്ട്രിക് സെക്രീഷൻ റിഫ്ലക്സ് ചെയ്യുന്നു. അണ്ടർസ്റ്റാൻഡ്? അപ്പം അത് റിഫ്ലക്സ് സെൻറ്ററാണ്. ബ്രീത്തിങ് റെഗുലേറ്റ് ചെയ്യുന്നു, കാർഡിയാക് ഫംഗ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ കഫിങ്, സ്നീസിങ്, വൊമിറ്റിംഗ്, ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നെർവ് ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ പറയുമ്പം സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ പേജ് നമ്പർ 234 കെമിക്കൽ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ. ഇപ്പോൾ പ്രീ സിനാപ്റ്റിക് നോബ്, ഇതാണ് ആക്സോണിൻ്റെ നോബ് എന്ന് വിചാരിക്കുക. ഇതാണ് പ്രീ സിനാപ്റ്റിക് നോബ് ആണ്. ആൻഡ് സപ്പോസ് ദിസ് ഈസ് ദ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ഡെൻഡ്രൈറ്റ് ആണ്. ഇതാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. നടുവിലാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ഈ മൊത്തം ഈ ഫങ്ഷണൽ ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് ഈ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിലേക്ക് ഇമ്പൾസ് എത്തുമ്പോൾ ഇവിടെ എന്തുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റർ വെസിക്കിൾസ് ഉണ്ട്. അവിടെ സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. ദീസ് ആർ സിനാപ്റ്റിക് വെസിക്കിൾസ്. ആ സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ത് സെക്രീറ്റ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റർ, ഫോർ എക്സാമ്പിൾ അസിറ്റൈൽ കൊളിൻ സെക്രീറ്റ് ചെയ്യും. ദാറ്റ് അസിറ്റൈൽ കൊളിൻ എന്ത് ചെയ്യും? ദാറ്റ് അസിറ്റൈൽ കൊളിൻ ബൈൻഡ് വിത്ത് ദ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. എന്നിട്ട് അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. അപ്പം ഈ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു വെക്കണം. സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇത്രയുമാണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ്റെ ഭാഗത്ത് നിങ്ങൾ ഓർത്ത് പഠിച്ചു വെക്കേണ്ടത്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ കെമിക്കൽ കോർഡിനേഷൻ പറഞ്ഞു, ന്യൂറൽ കോർഡിനേഷൻ പറഞ്ഞു. നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ബാക്കിലേക്ക് തന്നെ പോകുമ്പം നെക്സ്റ്റ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. നമുക്ക് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്, എക്സ്ക്രീഷൻ 3 ചാപ്റ്റർ കൂടി. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റിലേക്ക് പോകുമ്പം
Locomotion and movement, excretion, body fluids, breathing. Okay. Locomotion and movement like പോകുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, ഇത് തിൻ ഫിലമെന്റ് ആക്റ്റിൻ ആണ്, ഈ റെഡ് കളർ കാണുന്ന മയോസിൻ ആണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നു ഒബ്സർവ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് മയോഫൈബർ ആൻഡ് ലേബൽ എ ടു ഡി. അതിൽ ഈ എ കാണുന്നത് ഇത് സെഡ് ആണ്, ഇത് സെഡ് ലൈൻ ആണ്, ഇത് സെഡ് ലൈൻ ആണ്. ആ രണ്ട് സെഡ് ലൈനുകൾക്കിടയിലുള്ള ദൂരം അത് എ എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ എ എന്താണ്? എ ആണ് സാർക്കോമിയർ. എ സാർക്കോമിയർ ആണ്. ദ ഡിസ്റ്റൻസ്, ദ ബേസിക് കൺട്രാക്റ്റൽ യൂണിറ്റ് ഓഫ് എ മസിൽ ഫൈബർ. അതിൽ ആ സി കൊടുത്തിരിക്കുന്നു. നിങ്ങൾ നോക്കണം, ഈ മയോസിന്റെ ഹോൾ ലെങ്ത്തിൽ കാണുന്ന സി എ ബാൻഡ് ആണ്, അനൈസോട്രോപിക് ബാൻഡ് ആണ്, എ ബാൻഡ് ആണ്. ഡി കൊടുത്തിരിക്കുന്നു ഐ ബാൻഡ്, ഡി ആണ് ഐ ബാൻഡ് ആണ്, ഐസോട്രോപിക് ബാൻഡ്. ഐ ബാൻഡിന്റെ മിഡിലാണ് സെഡ് ലൈൻ കാണുന്നത്, ഐ ബാൻഡ് ആണ്. ഇനി അതിൽ അപ്പൊ എ പറഞ്ഞു, ഇനി അതിൽ ബി, ബി എന്താണ്? ആ ആക്റ്റിൻ ഇല്ലാത്ത മയോസിൻ മാത്രമുള്ള മിഡിൽ സോൺ ഓഫ് എ ബാൻഡ്, ബി എച്ച് സോൺ ആണ്. അപ്പൊ നമ്മൾ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കാണിച്ചു. അതിൽ ലേബൽ എ ടു ഡി നമ്മൾ ലേബൽ ചെയ്തു. എ എന്താണ്? എ സാർക്കോമിയർ ആണ്, the unit between two Z line, the basic unit of contraction. B എന്താണ്? B H zone ആണ്. C A band ആണ്. D I band ആണ്. രണ്ട്, നെയിം ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് മസിൽ ഫൈബർ. മസിൽ ഫൈബറിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ, മസിൽ ഫൈബർ എന്ന് വെച്ചാൽ മസിൽ സെല്ലാണ് കേട്ടോ. ആ മസിൽ സെല്ലിന്റെ ഫങ്ഷണൽ കൺട്രാക്റ്റൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത് സാർക്കോമിയർ ആണ്. സാർക്കോമിയർ ഇസ് ദ മസിൽ, അല്ലെങ്കിൽ മയോഫൈബ്രിൽ എന്ന് തന്നെ പറയാം. സാർക്കോമിയർ എന്ന് പറയാം, മയോഫൈബിൾ, മയോഫൈബിളിന്റെ ഒരു പോർഷൻ, അതാണ് കൺട്രാക്റ്റൽ യൂണിറ്റ്, സാർക്കോമിയർ ആണ്. What happens to actin filament during muscle contraction? Muscle contraction സമയത്ത് ആക്റ്റിൻ ഫിലമെന്റ്സിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ ആ പേജ് നമ്പർ 223 ഫിഗർ നിങ്ങൾ നോക്കണം. 223 പേജ് നമ്പർ 200 ആൻഡ് പേജ് നമ്പർ 223, അതിൽ ഫിഗർ 17.5 നിങ്ങൾ നോക്കണം. അവിടെ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി പറയുന്നു. ഹക്സ്ലി പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. According to sliding filament theory, sliding എന്ന് പറഞ്ഞാൽ തെന്നി നീങ്ങുക. During muscle contraction, thin actin filaments of five band slide over myosin filament. ഈ ആക്റ്റിൻ ഫിലമെന്റ് ഉണ്ടല്ലോ, ഞാനത് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യുന്നു. ഈ ആക്റ്റിൻ ഫിലമെന്റ് എന്ത് ചെയ്യും? ഈ മയോസിന് മുകളിലേക്ക് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കാണാം അതിൽ റിലാക്സ്ഡ് ഫിഗറും മാക്സിമലി കൺട്രാക്റ്റഡ് നോക്കുക. ഈ ആക്റ്റിൻ ഫിലമെന്റ്സ് ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് നീങ്ങുമ്പം Z zone ആൾസോ മൂവ്. ആക്റ്റിന്റെ എൻഡ് കണക്ട് ചെയ്തിരിക്കുന്ന സെഡ് സോണിലാണ്. വെൻ ആക്റ്റിൻ സ്ലൈഡ് ഓവർ മയോസിൻ, ആക്റ്റിൻ മയോസിന് മുകളിലൂടെ സ്ലൈഡ് ചെയ്യുമ്പം സെഡ് സോൺ ആൾസോ ക്ലോസ്, സെഡ് സോൺ ക്ലോസ് ആവും, സാർക്കോമിയറുടെ സൈസ് കുറയും. അപ്പൊ എന്താണ്? വാട്ട് ഹാപ്പൻ ടു ആക്റ്റിൻ ഫിലമെന്റ് ഡ്യൂറിങ് മസിൽ കൺട്രാക്ഷൻ? ആൻസർ എങ്ങനെ എഴുതണം? ആക്റ്റിൻ സ്ലൈഡ് ഓവർ മയോസിൻ, സ്ലൈഡ് ഓവർ മയോസിൻ ആൻഡ് മൂവ് ഡീപ്പ് into H zone. Deep into H zone പോകും. So the Z band also shorten, sarcomere reduce the size, muscle contract. അപ്പോൾ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ ആക്ച്വലി എ ബാൻഡിന്റെ ലെങ്ത് അതേപോലെ തന്നെ നിൽക്കും, ഐ ബാൻഡ് ഷോർട്ട് ആവും. അപ്പോൾ അതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മേജർ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മസിൽ കൺട്രാക്ഷൻ ആർ ഗിവൺ ബിലോ, വിച്ച് ആർ നോട്ട് ഇൻ ദ കറക്റ്റ് ഓർഡർ, അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ മസിൽ കൺട്രാക്ഷന്റെ സമയത്ത് എന്താ ചെയ്യുന്നത്? ആദ്യം ഒരു സെൻട്രൽ ന്യൂറൽ സിസ്റ്റത്തിന്റെ ഒരു ഇമ്പൾസ് വരുന്നു, അത് സാർക്കോലിമയിലേക്ക്, ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലേക്ക്. അപ്പൊ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ഓർ മോട്ടോർ എൻഡ് പ്ലേറ്റിലേക്കാണ് ഇമ്പൾസ് വരുന്നത്. അപ്പൊ ഇമ്പൾസ് വരുമ്പോൾ ഇറ്റ് ക്രിയേറ്റ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ സാർക്കോലിമ. സാർക്കോലിമയിൽ നിന്ന് സാർക്കോപ്ലാസത്തിലേക്ക് പോകും. സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം കാൽഷ്യം റിലീസ് ചെയ്യും. ആ കാൽഷ്യം എന്ത് ചെയ്യും? ആ കാൽഷ്യം ആക്റ്റിന്റെ മുകളിൽ ആക്റ്റീവ് സൈറ്റിൽ കാണുന്ന ട്രോപ്പോനിനിൽ ബൈൻഡ് ചെയ്യും. കാൽഷ്യം ബൈൻഡ് ടു ട്രോപ്പോനിൻ. So calcium undergo conformational change and calcium move away. Troponin move away. Calcium bind to troponin and troponin move away from the active site of actin. Troponin move ചെയ്യുമ്പോൾ ആക്റ്റിന്റെ ആക്റ്റീവ് സൈറ്റ് എക്സ്പോസ്ഡ് ആവും. അവിടേക്ക് മയോസിന്റെ ഹെഡ് ബൈൻഡ് ചെയ്യും, സ്ലൈഡിങ് നടക്കും. ഇതാണ് അതിന്റെ സീക്വൻഷ്യൽ ഓർഡർ. ഇമ്പൾസ് വരുന്നു, എങ്ങോട്ടേക്ക്? മോട്ടോർ ന്യൂറോണിലൂടെ, എങ്ങോട്ടേക്ക്? ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലേക്ക്. അങ്ങനെ സാർക്കോലിമയിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നു. സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം കാൽഷ്യം റിലീസ് ചെയ്യുന്നു. കാൽഷ്യം ബൈൻഡ് ടു ട്രോപ്പോനിൻ. Troponin move away from the active site of actin. അവിടേക്ക് മയോസിന്റെ ഹെഡ് ബൈൻഡ് ചെയ്യുന്നു.
contraction നടക്കുന്നു. I mean sliding, shorten ചെയ്യുന്നു, rotation നടക്കുന്നു, sliding നടക്കുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നു remove the mask of active site of myosin, a signal sent out by CNS. ഇതാണ് one. Signal sent out by CNS, central neural system നിന്ന് ഒരു സിഗ്നൽ വരുന്നു. അത് കഴിഞ്ഞ് the release of neurotransmitter substances, മോട്ടോർ എൻഡ് പ്ലേറ്റിലേക്കാണ് വരുന്നത്, ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ. അപ്പോൾ രണ്ടാണ് റിലീസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസസ്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസസ് റിലീസ് ചെയ്യുമ്പം റിലീസ് ഓഫ് കാൽഷ്യം ആണ് വേണ്ടത് കേട്ടോ. ഓക്കെ, റിലീസ് എന്ത് തന്നെയായാലും ഇപ്പം ഇമ്പൾസ് ആണെങ്കിലും കാൽഷ്യമാണ് റിലീസ് ഇൻ ടു സാർക്കോപ്ലാസം. അപ്പോൾ അതാണ് മൂന്നാമത് വരുന്നത്. ആ ഇമ്പൾസ് വരുന്നത് കൊണ്ട് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലർ റിലീസ് കാൽഷ്യം ഇൻ ടു സാർക്കോപ്ലാസം, സൈറ്റോപ്ലാസം ആണ് ഉദ്ദേശിക്കുന്നത് 3. ആ കാൽഷ്യം എന്ത് ചെയ്യും? കാൽഷ്യം ബൈൻഡ് വിത്ത് ട്രോപ്പോനിൻ, കാൽഷ്യം ട്രോപ്പോനിൽ ബൈൻഡ് ചെയ്യും, അതാണ് 4. 5 കാൽഷ്യം ബൈൻഡ് ചെയ്യുമ്പോൾ ട്രോപ്പോനിൻ അണ്ടർഗോ കൺഫർമേഷണൽ ചേഞ്ച്, റിമൂവ് ദ മാസ്ക് ഓഫ് ആക്റ്റീവ് സൈറ്റ് ഫോർ ബൈൻഡിങ്. അപ്പോൾ 5. ഇത് നിങ്ങൾ ഞാൻ ഈ പോയിന്റ് ചെയ്ത പോലെ ഇത് ഇങ്ങോട്ട് ഇതേപോലെ ഫസ്റ്റ് 1 2 3 4 5 ആ സീക്വൻഷ്യൽ ഓർഡറിൽ എഴുതിയാൽ മതി. അണ്ടർസ്റ്റുഡ്? ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമുക്കറിയാം സ്കെലിറ്റൽ സിസ്റ്റമാണ്. സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ടോട്ടൽ 206 ബോൺസ്. സ്കെലിറ്റൽ സിസ്റ്റത്തിൽ ടോട്ടൽ 206 ബോൺസ്. അതിൽ ആക്സിയൽ സ്കെലിറ്റലിന് 80 ബോൺസും അപ്പെൻഡിക്കുലാർ സ്കെലിറ്റലിന് 126 ബോൺസും. അപ്പോൾ ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ പെടും? ആക്സിയൽ സ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത്? ആക്സിയൽ സ്കെലിറ്റലിലെ സ്കള്ള്, ആക്സിയൽ സ്കെലിറ്റനിൽ ഇപ്പം നമ്മൾ സ്കെലിറ്റൻ ടോട്ടൽ സ്കെലിറ്റൽ സിസ്റ്റത്തിൽ 206, അതിൽ ആക്സിയൽ സ്കെലിറ്റൻ 80 ബോൺസ്, അപ്പെൻഡിക്കുലാർ 126. ആക്സിയൽ സ്കെലിറ്റനിൽ സ്കള്ള്, vertebral column, ribs, sternum. സ്കള്ളിൽ 29 ബോൺസ് ടോട്ടൽ. അതിൽ 22 സ്കൾ ബോൺ പ്ലസ് 3 + 3 ഇയർ ഓസിക്കിൾസ്, ഇയർ ബോൺസ് പ്ലസ് 1 ഹയോയിഡ് ബോൺ. വെർട്ടിബ്രൽ കോളം 26 വെർട്ടിബ്രേ. അതിൽ തൊറാസിക് വെർട്ടിബ്രേ 7, cervical vertebrae 7, thoracic vertebrae 12, lumbar vertebrae 5, sacrum 1, coccygeal, coccyx bones 1, ribs 12 + 12, 12 pairs of ribs ആണ്. sternum 1. ആ 12 pairs of ribs പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കണം ആ 12 pairs of ribsൽ ഫസ്റ്റ് 7 pairs directly connected to sternum. അതുകൊണ്ട് അവയെ നമ്മൾ എന്ത് വിളിക്കും? ട്രൂ റിബ്സ്. 8, 9, 10 connected to 7th rib by a hyaline cartilage. അതുകൊണ്ട് അതിനെ ഫാൾസ് റിബ്സ് എന്ന് വിളിക്കും, വെർട്ടിബ്രോകോണ്ടൽ റിബ്സ്. 11th ഉം 12th ഉം നോട്ട് കണക്റ്റഡ് ടു sternum, അത് ഫ്രീ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് റിബ്സ് ആണ്. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് ആക്സിയൽ സ്കെലിറ്റന്റെ കണക്ക്. അപ്പെൻഡിക്കുലാർ സ്കെലിറ്റൻ പറയുമ്പോൾ ഞാൻ ഈ ആക്സിയന്റെ ഭാഗം ഒന്ന് വായിക്കുന്നു. അപ്പെൻഡിക്കുലാർ സ്കെലിറ്റലിലേക്ക് കിടക്കുമ്പോൾ അപ്പെൻഡിക്കുലാർ സ്കെലിറ്റലിൽ ലിംസ്, ഗേഡിൽ, ലിംസ് 4 ലിംബും ഹൈൻഡ് ലിംബിലും 30 + 30, 4 ലിംബിലും ഹൈൻഡ് ലിംബിലും 30 + 30. ഗേഡിൽ എന്ന് പറയുമ്പോൾ പെക്ടറൽ ഗേഡിൽ, നമ്മുടെ ഷോൾഡർ ബോൺ, പെക്ടറൽ ഗേഡിൽ 2 + 2. ഏതൊക്കെയാ 2 + 2? ക്ലാവിക്കിളും സ്കാപ്പുലയും. പെൽവിക് ഗേഡിൽ, ലെഗ് കണക്ട് ചെയ്യുന്ന പെൽവിക് ഗേർഡിൽ 1 + 1 കോക്സൽ ബോൺസ്, ഓരോ സൈഡും 1 + 1 കോക്സൽ ബോൺ. ഇതാണ് മൊത്തം ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതാണ്. ഒബ്സർവ് ദ ഓർഗനൈസേഷൻ ചാർട്ട് ഗിവൻ ബിലോ, ഫിൽ അപ്രോപ്രിയേറ്റ് ഫിൽ ചെയ്യുക. നോ നീഡ് ടു റീഡ്രോ ദ ചാർട്ട്, റീഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇയർ ഓസിക്കിൾസ് 3 പെയർ, സ്കള്ള് 22 ആണ്, 22 സ്കൾ ബോൺസ് ആണ്, 23 അല്ല, ഹയോയിഡ് കൂടി ചേർത്തിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്, ഹയോയിഡ് കൂടി ചേർത്തിട്ടാണ് 22. അപ്പോൾ എ നോക്കണം, ആക്സിയൽ സ്കെലിറ്റൻ 80, അപ്പോൾ എ 80 ബോൺസ് ആണ്, ആക്സിയൽ സ്കെലിറ്റൻ 80. ബി വെർട്ടിബ്രൽ കോളം, നമ്മളിപ്പോൾ എഴുതി ബി വെർട്ടിബ്രൽ കോളം 26 വെർട്ടിബ്രൽ, അപ്പോൾ അത് 26 ആണ്, ബി 26. സി 12 pairs ഒന്ന് കൊടുത്തിരിക്കുന്നത്. സി എന്താണ്? റിബ്സ് ആണ്. 12 pairs, 12 pairs ഓഫ് റിബ്സ് ആണ്. റിബ്സ് 12 pairs. ഹ്യൂമൻ റിബിന് 2 ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ഉണ്ട്, അതുകൊണ്ട് ബൈസെഫാലിക് റിബ് എന്നാ വിളിക്കാം. സ്റ്റേർണം 1, അപ്പോൾ ഡി സ്റ്റേർണം.
ഫ്ലാറ്റ് ആയിട്ടുള്ള ഡാഗർ പോലത്തെ ബോണാണ് 1. അപ്പോൾ ഇത് അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. റീഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി, ഇതേപോലെ എഴുതി വെച്ചാൽ മതി. അതിനാണ് ആ കണക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഇപ്പോൾ ഹാൻഡിലെ ബോൺസ് 30 ബോൺസ് പറയുമ്പോൾ ഹ്യൂമറസ്, റേഡിയസ് അൾണ, കാർപ്പൽ 8 കാർപ്പൽ, 5 മെറ്റാകാർപ്പൽ ആൻഡ് 14 ഫെലാഞ്ചസ്, ഫിംഗേഴ്സിൽ ഫെലാഞ്ചസ്. അണ്ടർസ്റ്റാൻഡ്? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, നെയിം of the bones of appendicular skeleton are given below. Select the bones of pectoral girdle. Pectoral girdle രണ്ട് ബോൺസ് ആണ്, ക്ലാവിക്കിൾ അല്ലെങ്കിൽ കോളർ ബോണും സ്കാപ്പുലയും. അപ്പോൾ പെക്ടറൽ ഗിർഡിലെ ബോൺ ഏതൊക്കെയാണ്? ക്ലാവിക്കിളും സ്കാപ്പുല. അപ്പോൾ എയുടെ ആൻസർ ഏതാണ്? ക്ലാവിക്കിൾ ആൻഡ് സ്കാപ്പുല. അതിൽ ആ ക്ലാവിക്കുലർ സ്കാപ്പുലയുമായി ചേരുന്ന ഭാഗം അക്രോമിയോൺ പ്രോസസ്സിന്റെ ഭാഗം, അതിന് താഴെ ഒരു ക്യാവിറ്റി ഉണ്ട്, ഗ്ലിനോയിഡ് ക്യാവിറ്റി. അതിലാണ് നമ്മുടെ കൈയുടെ ഹ്യൂമറസ് ഇങ്ങനെ നിൽക്കുന്നത്. ഒരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എക്സാമ്പിൾ ആണ് ഈ ഷോൾഡർ ജോയിന്റ്. ഗ്ലിനോയിഡ് ക്യാവിറ്റിയും ഹ്യൂമറസും ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എക്സാമ്പിൾ ആണ്. 2 നെയിം ദ ആർട്ടിക്കുലേറ്റിംഗ് ക്യാവിറ്റി ബിറ്റ്വീൻ ഫീമർ ആൻഡ് പെൽവിക് ഗേർഡിൽ. ഫീമറും പെൽവിക് ഗേർഡിലും, ഇതാണ് പെൽവിക്, ഫോർ എക്സാമ്പിൾ ഫീമറും പെൽവിക് ഗേർഡിലും തമ്മിലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫീമറും പെൽവിക് ഗേർഡിലും പറയുമ്പം അപ്പോൾ നമ്മൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ പെൽവിക് ഗേർഡിൽ ബോൺസ് എന്ന് വിചാരിച്ചു. ഇലിയം, പ്യൂബിസ്, ഇഷ്യം. ഇവിടെ ഒരു ക്യാവിറ്റി ഉണ്ട്, ഇലിയം, പ്യൂബിസ്, ഇഷ്യം. ഈ ക്യാവിറ്റിയാണ് അസിറ്റാബുലം. ആ അസിറ്റാബുലത്തിലേക്കാണ് നമ്മുടെ ഫീമർ ഇങ്ങനെ കിടന്നത്. അപ്പോൾ അതാണ് നെയിം ദ ആർട്ടിക്കുലേറ്റിംഗ് ക്യാവിറ്റി ബിറ്റ്വീൻ ഫീമർ. ഫീമർ എന്താണ്? തുടയൽ, തൈബോൺ. ഇതാണ് ഫീമർ. ഈ ഫീമർ പെൽവിക് ഗേർഡിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്യാവിറ്റിയാണ് ഏത്? അസിറ്റാബുലം. അപ്പോൾ ആ 2 ക്യാവിറ്റിയുടെ പേര് പഠിക്കാം. ഫീമർ കണക്ട് ചെയ്യുന്നത് അസിറ്റാബുലം, ഹ്യൂമറസ് കണക്ട് ചെയ്യുന്ന ഷോൾഡറിലെ ക്യാവിറ്റി ഗ്ലീനോയിഡ് ക്യാവിറ്റി. വെരി ഗുഡ് ഫാത്തിമ നഫ്ല. അസിറ്റാബുലം എന്ന് പറയുന്നു. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ചില ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ അതെല്ലാം എല്ലാ ഡിസോർഡേഴ്സും അതിനൊരു ഹാഫ് ആൻ അവർ മതി. ഇന്ന് ആഫ്റ്റർനൂൺ ഒരു ഹാഫ് ആൻ അവർ എടുത്തിട്ട് ഈ 6 ചാപ്റ്റേഴ്സ് നിങ്ങൾ എടുത്തിട്ട് ആ 6 ചാപ്റ്റേഴ്സിലെയും ആ ഡിസോർഡേഴ്സുകൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. ഹാഫ് ആൻ അവർ എടുക്കാവൂ, ജസ്റ്റ് ഒന്ന് വായിക്കുക. നാളെയാണല്ലോ എക്സാം, വളരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ സർട്ടൺ ഡിസോർഡേഴ്സ് ആൻഡ് ദിയർ കോസസ് ഗിവൺ മാച്ച് സ്യൂട്ടബിളി. ഡിസോർഡേഴ്സും അവയുടെ കോസസും തന്നിട്ടുണ്ട്, മാച്ച് സ്യൂട്ടബിളി. ഒന്ന് മയാസ്തീനിയ ഗ്രാവിസ്. ഈ മയാസ്തീനിയ ഗ്രാവിസ് എന്താണ്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്, അഫക്റ്റിംഗ് ന്യൂറോമസ്കുലാർ ജംഗ്ഷൻ അഫക്റ്റ് ചെയ്യുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. അപ്പോൾ മയാസീനിയ ഗ്രാവിസ് ആകുമ്പോൾ നേരെ നിങ്ങൾ എന്ത് മാച്ച് ചെയ്യണം? അതിന് നേരെ എഴുതണം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, ന്യൂറോമസ്കുലാർ ജംഗ്ഷനെ അഫക്റ്റ് ചെയ്യുന്നു. 2 ടെറ്റനായി. ടെറ്റന എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു? ടെറ്റന ഈസ് റാപ്പിഡ് സ്പാസം ഓർ വൈൽഡ് കൺട്രാക്ഷൻ. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ആ പേജ് എടുത്ത് നോക്കിയാൽ മതി, ലാസ്റ്റ് പേജ് എടുത്ത് നോക്കിയാൽ കാണാം. റാപ്പിഡ് സ്പാസം ഓർ വൈൽഡ് കൺട്രാക്ഷൻ ഡ്യൂ ടു ലോ കാൽഷ്യം. കാൽഷ്യത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ ലോ കാൽഷ്യം അയോൺ ഇൻ ദ ബോഡി ഫ്ലൂയിഡ് ആണ് ടെറ്റന. 3 മസ്കുലാർ ഡിസ്ട്രോഫി ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് സ്കെലിറ്റൽ മസിൽ ഡ്യൂ ടു ലോ കാൽഷ്യം ഇൻ പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് സ്കെലിറ്റൽ മസിൽ, അതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. അപ്പം മസ്കുലാർ ഡിസ്ട്രോഫി ജനറ്റിക് ഡിസോർഡർ. അപ്പം നമുക്ക് 3 എണ്ണം നിങ്ങൾ അതേപോലെ തന്നെ എഴുതി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനിയിപ്പോൾ അതിൽ പറയാത്തതായിട്ട് ഒരാളുണ്ട്. അതിൽ പറയാത്തത് ഏതാണ്? ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ്. ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻസ് ഏതാണ്? ആർത്രൈറ്റിസ് ആണ്. Inflammation of joints is arthritis ആണ് inflammation of joints. ആ ഇൻഫ്ലമേഷൻ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ കൊണ്ടാണെങ്കിൽ അതിനെന്ത് വിളിക്കും? ഗൗട്ട് എന്ന് വിളിക്കും. ഗൗട്ട് എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ് ഡ്യൂ ടു യൂറിക് ആസിഡ് ഡിപ്പോസിഷൻ. യൂറിക് ആസിഡ് ഡിപ്പോസിഷൻ കൊണ്ട് ജോയിൻസിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് എന്ത് വിളിക്കുന്നത്? ഗൗട്ട് എന്ന് വിളിക്കുന്നത്. പിന്നെ അവിടെ തന്നിരിക്കുന്ന മറ്റൊരു ഡിസോർഡർ ആണ് ഓസ്റ്റിയോപോറോസിസ്. മറ്റൊരു ഡിസോർഡർ ആണ് തന്നിരിക്കുന്നത് ഓസ്റ്റിയോപോറോസിസ്. ഹലോ, ആർ യു ദേർ? മക്കളെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഇപ്പം ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോ പ്രോബ്ലം, നോ. അപ്പോൾ എന്താ ഓസ്റ്റിയോപോറോസിസ് ഒരു ഏജ് റിലേറ്റഡ് ഡിസീസ് ആണ്. ബോൺ മാസ് കുറയുക, റിഡക്ഷൻ ഇൻ ബോൺ മാസ് ഡ്യൂ ടു
ഡെഫിഷ്യൻസി ഓഫ് ഹോർമോൺസ് ലൈക്ക് ഈസ്ട്രജൻ ഏജ് ആകുന്ന ആളുകൾ ഈസ്ട്രജൻ പോലുള്ള ഹോർമോൺസിൻ്റെ കുറവ് കൊണ്ട്. ഓക്കെ ജയാൻ ഓക്കെ, താങ്ക് യു. ഓക്കെയാണ്. ഓക്കെ, അപ്പം ഏജ് റിലേറ്റഡ് ഡിസീസാണ്. ഡിക്രീസ്ഡ് ബോൺ മാസ്, ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് ഫ്രാക്ചേഴ്സ്, അത് ഈസ്ട്രജൻ പോലുള്ള ഹോർമോൺസിൻ്റെ കുറവ് കൊണ്ട്. അപ്പോൾ ആ ഡിസോർഡറുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അവിടെ പറയുന്നത് ഇതേ സെയിം ക്വസ്റ്റ്യൻ, ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ സിംറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് മസ്കുലർ സ്കെലറ്റൽ ഡിസോർഡർ അത് നമ്മൾ ചെയ്തത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ടെറ്റനെ എന്താണെന്നറിയാം. ടെറ്റനെ എന്താണ്? റാപ്പിഡ് സ്പാസം ഡ്യൂ ടു ലോ കാൽഷ്യം ലെവൽ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ നമുക്കറിയാം, മയാസ്തീനിയ ഗ്രാവിസ്. മസ്കുലാർ ഡിസ്ട്രോഫി ജനറ്റിക് ഡിസോർഡർ ആണെന്നറിയാം. എ ടൈപ്പ് ഓഫ് റുമാറ്റിസം എന്ന് പറഞ്ഞാൽ ആർത്രൈറ്റിസ് ആണെന്നറിയാം. നമ്മൾ ചെയ്തതാണ്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ, ഇനിയിപ്പോൾ ഇവിടെ ചോദിക്കാത്തൊരു ഭാഗം, ഇവിടെ വിട്ടിരിക്കുന്നൊരു ഭാഗം ജോയിൻസ് ആണ്. ആ ജോയിൻസ് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ ജോയിൻസ് ഒരു ഫൾക്രമായിട്ടായിട്ട് ബോൺ ടു കാർട്ടിലേജ് ആണ്. ജോയിൻസ് 3 തരത്തിൽ നമ്മൾ പറയും. ഫൈബ്രസ് അല്ലെങ്കിൽ ഫിക്സഡ് ജോയിൻസ്. അത് ഫൈബ്രസ് അല്ലെങ്കിൽ ഫിക്സഡ് എന്ന് പറഞ്ഞാൽ ആ ജോയിൻസ് മൂവ് ചെയ്യില്ല, അത് ഇമ്മൂവബിൾ ആണ്. അതിന് എക്സാമ്പിൾ ആണ് ജോയിൻസ് ഇൻ സ്കൾ ബോൺ. സ്കളിലെ ജോയിൻസ് ഒരു എക്സാമ്പിൾ, അത് മൂവ് ചെയ്യില്ല. രണ്ടാമത്തതാണ് കാർട്ടിലേജിനസ് ജോയിൻ. In between there is a cartilage connection is there. അത് slightly movable, limited movement പെർമിറ്റ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ആണ് ജോയിൻസ് ഇൻ വെർട്ടിബ്രൽ കോളം. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. വെർട്ടിബ്രൽ കോളം നട്ടലിലാണ് ഇതുള്ളത്. മൂന്നാമത്തതാണ് സൈനോവിയൽ ജോയിന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈനോവിയൽ ജോയിന്റിൽ ഒരു സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാവും, സൈനോവിയൽ ക്യാവിറ്റി ഉണ്ടാകും. അത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യും. ഫ്രീലി മൂവബിൾ ആണ്. സൈനോവിയൽ ജോയിന്റ് ആണ് ഫ്രീലി മൂവബിൾ. അതിൽ എക്സാമ്പിൾസ് പഠിക്കണം. അതിലൊന്നാണ് ബോൾ ആൻഡ് സോക്കറ്റ്. എക്സാമ്പിൾ ആണ് ഹ്യൂമറസും പെക്ടറൽ ഗേർഡിലും. ഷോൾഡർ ജോയിന്റ്. അതുപോലെ തന്നെ ഫീമറും അസിറ്റാബുലത്തിലേക്കുള്ളത് പെൽവിക് ഗേർഡിന്റെ ഭാഗത്ത് ഹിപ്പ് ജോയിന്റ്. അപ്പോൾ ഷോൾഡർ ജോയിന്റ്, ഹിപ്പ് ജോയിന്റ് ഒക്കെ ബോൾ ആൻഡ് സോക്കറ്റ്. പിന്നെ നെക്സ്റ്റ് ആണ് ഹിഞ്ച് ജോയിന്റ്. ഒരു ഹിഞ്ച് പോലെ, വിജാഗിരി പോലെ വൺ ഡയറക്ഷൻ. ഹിഞ്ച് ജോയിന്റ് എക്സാമ്പിൾ ആണ് എൽബോ ജോയിന്റ്. നീ, കാൽമുട്ടിന്റെ നീ ജോയിന്റ് ഒക്കെ ഹിഞ്ചാണ്. പിന്നെ മറ്റൊന്നാണ് പിവോട്ട് ജോയിന്റ്. ഫസ്റ്റ് വെർട്ടിബ്രയും സെക്കൻഡ് വെർട്ടിബ്രയും അറ്റ്ലസിനും ആക്സിസിനും ഇടയിലുള്ള ജോയിന്റ്. ഒരു പിവട്ട് പോലെ നമ്മൾ തലയൊക്കെ ഇങ്ങനെ നോഡ് ചെയ്യാൻ സഹായിക്കുന്നത്. ജോയിന്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സിസ് ആണ് പിവട്ട് ജോയിന്റ്. പിന്നെ ഗ്ലൈഡിംഗ് ജോയിന്റ്, ഗ്ലൈഡ് ചെയ്യുന്ന ജോയിന്റ് ബിറ്റ്വീൻ ടാർസൽ അല്ലെങ്കിൽ ജോയിന്റ് ബിറ്റ്വീൻ കാർപ്പൽസിനിടയിലുള്ള ജോയിന്റ്, ടാർസൽസിനിടയിൽ ഗ്ലൈഡിങ്. പിന്നെ എന്താണ് സാഡിൽ ജോയിന്റ്. ഒരു അണ്ടർ ഡെവലപ്ഡ് ബാലൻസ് ഒക്കെ ഒറ്റ സ്ഥലത്ത് കാണും. കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. ഈ ഭാഗം കാർപ്പൽ, മെറ്റാകാർപ്പൽ, തമ്പ്. കാർപ്പൽ, മെറ്റാകാർപ്പൽ തമ്പിന്റെ തള്ളവിരലിന്റെ ഭാഗത്ത്. വെരി ഗുഡ്. കാർപ്പൽ, മെറ്റാകാർപ്പലിന്റെ ഭാഗത്ത് കാണുന്നതാണ് സാഡിൽ ജോയിന്റ്. അപ്പൊ നിഫിൽ അത് ആൻസർ ചെയ്തിരിക്കുന്നു സാഡിൽ ജോയിന്റ്. ദാറ്റ്സ് എ ഗുഡ് വൺ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് പുറകിലേക്ക് തന്നെ പോകാം. നമ്മൾ റിവേഴ്സ് ഓർഡറിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമ്മളിനി ബാക്കിലേക്ക് പോകുമ്പം അടുത്തത് എക്സ്ക്രീഷൻ, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. അപ്പൊ അതിൽ ആദ്യം വരുന്നത് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ്, എക്സ്ക്രീറ്ററി ഓർഗൻസ് ചോദിക്കുന്നു. പിന്നെ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. പിന്നെ ഒരു കാര്യം, ഹ്യൂമൻ ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിൽ ഇപ്രാവശ്യം ചോദിച്ച ചോദ്യം നിങ്ങൾക്കറിയാം. ആ ചോദ്യം ഏതായിരുന്നു? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ടതാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോകാം. ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിൽ ആക്റ്റിന്റെ മയോസിന്റെയും ഫിഗറാണ് ചോദിച്ചിരുന്നത്. ഇതാണ് ഇപ്രാവശ്യം ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് ചോദിച്ച ചോദ്യം. ഒബ്സർവ് ദ ഗിവൻ ഫിഗർ. ഇതേതാണ്? ഐഡന്റിഫൈ എ ആൻഡ് ബി. എ എന്താണ്? എ ആക്റ്റിൻ ഫിലമെന്റ് ആണ്. ബി എന്താണ്? മീറോമയോസിൻ ആണ് കേട്ടോ. നെയിം വൺ സബ് യൂണിറ്റ് ഈച്ച് ഓഫ് എ ആൻഡ് ബി. എയുടെ ഒരു സബ് യൂണിറ്റ്. ഇത് ഏതാണ്? എഫാക്റ്റിൻ എന്ന് എഴുതാം. ഈ റോഡ് ഷേപ്പിഡ് ഏതാ? ട്രോപ്പോമയോസിൻ എന്ന് എഴുതാം. പിന്നെ ഈ കാണുന്നത് ട്രോപ്പോനിൻ. ബിയുടെ ഇതേതാണ്? മീറോമയോസിന്റെ ഏതെങ്കിലും ഒരു സബ് യൂണിറ്റ് എഴുതാൻ പറഞ്ഞു. അപ്പൊ ഇത് മീറോമയോസിന്റെ ഒരു സബ് യൂണിറ്റ്. ഇത് ഹെഡ്, ഇത് ക്രോസാം, ഇത് ടെയില് ലൈറ്റ് മീറോമയോസിൻ, ഹെഡും ക്രോസാമും ഹെവി മീറോമയോസിൻ. അപ്പൊ നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ആ ഭാഗം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്തു. ഇതില് അപ്പോൾ നമ്മളിപ്പോൾ എക്സ്ക്രീഷനിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. എക്സ്ക്രീഷന്റെ ഭാഗത്തേക്കുള്ള ചോദ്യമാണ്. ഫ്രോഗ്സ് ആർ യൂറിയോടെലിക് ആനിമൽസ്.
ഫ്രോഗ് യൂറിയോട്ടിലിക് ആനിമൽസ്. എക്സ്ക്രീഷൻ മാത്രമല്ല, ഇത് ഫ്രോഗിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫ്രോഗ് യൂറിയോട്ടിലിക് ആനിമൽ ആണ്. ഡു യു എഗ്രി? ഗീവ് റീസൺ. ശരിയല്ലേ? എന്താ യൂറിയോട്ടിലിസം? പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് യൂറിയാണ് യൂറിയോട്ടിലിസം. അപ്പോൾ ഡു യു എഗ്രി എന്ന് വെച്ചാൽ യെസ്, വി എഗ്രി ദാറ്റ് ഫ്രോഗ്സ് ആർ യൂറിയോട്ടിലിക്. ഗീവ് റീസൺ. ബിക്കോസ് frog excrete urea. Frog excrete urea, so it is ureotelic. We agree with that statement. Distinguish between aestivation and hibernation. എന്താണ് aestivation? The frog പറയുന്ന ഭാഗത്ത് ഫ്രോഗ് camouflage കാണിക്കും അല്ലേ? ക്രിപ്റ്റിക് കളറേഷൻ, camouflage അല്ലെങ്കിൽ ക്രിപ്റ്റിക് കളറേഷൻ കാണിക്കും. Aestivation എന്ന് ചോദിച്ചാൽ aestivation is summer sleep. Aestivation is summer sleep. Hibernation is winter sleep. These two are adaptation of frog to overcome adverse situation. During adverse summer situation, frog move down to the mud and lay in an inactive sleep-like state. അത് വിന്ററിൽ കാണിക്കുന്നത് വിന്റർ സ്ലീപ്പ്, ഹൈബർനേഷൻ. സമ്മറിൽ കാണിക്കുന്നത് എസ്റ്റിവേഷൻ, സമ്മർ സ്ലീപ്പ്. ഇതാണ് ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. 3. Observe the diagram of the following. A, B, C, D. A എന്താണ്? A സീലോമാണ്, ട്രൂ സീലോം. B എന്താണ്? സ്യൂഡോ സീലോം. C എന്താണ്? എസ് സീലോം. ഞാനിപ്പോൾ ചിത്രം ഇങ്ങനെ വന്നതുകൊണ്ട് പറയാം. Which diagram represent coelomate condition? Which diagram represent coelomate condition? A ആണ് coelomate condition. Name one of the phylum having pseudo coelomate condition. Pseudo coelom കാണിക്കുന്ന ഒറ്റ ഫൈലമേ ഉള്ളൂ. Ashkelminthus. Roundworms, Ascaris ഒക്കെയുള്ള Ashkelminthus ആണ് pseudocoelom കാണിക്കുന്നത്. Write one example for a coelomate. A coelomateന്റെ ഒരു എക്സാമ്പിൾ ഏതാ? Platyhelminthes എന്ന് എഴുതാം, പ്ലനേറിയ എന്ന് എഴുതാം, ഫാസിയോള എഴുതാം, ടീനി എന്ന് എഴുതാം, ഏതെങ്കിലും എഴുതാം. പ്ലാറ്റിഹെൽമിന്തസ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇത് നമുക്ക് ബ്രീത്തിങ് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ എക്സ്ക്രീഷനിൽ എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഓഫ് യൂറിൻ ഫോർമേഷൻ. എക്സ്ക്രീഷൻ എന്ന് വരുന്നത് എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഓഫ് യൂറിൻ ഫോർമേഷൻ. യൂറിൻ ഫോർമേഷൻ്റെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഒന്നാമത്തേത് എന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. 2, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. 3, സെലക്റ്റീവ് സെക്രീഷൻ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. അതിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് എക്സ്ക്രീഷൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ബാക്കിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഓക്കെ, എക്സിക്യൂഷനിൽ ഫസ്റ്റ് ക്ലാസിഫൈ ദ ഫോളോയിങ് ആനിമൽസ്. നൈസ് ക്വസ്റ്റ്യൻ ആണ്. ഫോളോയിങ് ആനിമൽസ് ഓൺ ദ ബേസ് ഓഫ് മോഡ് ഓഫ് നൈട്രോജൻ വേസ്റ്റ് എക്സ്ക്രീഷൻ ടേബിൾ ഗിവൺ ബിലോ. അപ്പൊ അതിൽ അമോണോടെലിക്, യൂറിയോടെലിക്, യൂറിക്കോടെലിക്. അമോണോടെലിക്കിന് ഞാൻ റെഡിങ് കൊടുക്കുന്നു. അമോണോടെലിസം കാണിക്കുന്നത് പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് അമോണിയ കാണിക്കുന്നത് ആരാ? ബോണി ഫിഷസ് അമോണോടെലിസ് ആണ്. അതുപോലെ തന്നെ അക്വാട്ടിക് ആംഫീബിയൻ. അപ്പോൾ നിങ്ങൾ അത് ഇവിടെ എഴുതുക. ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫീബിയൻ. അതുപോലെ തന്നെ അക്വാട്ടിക് ഇൻസെക്ട്സ് ഉണ്ട്. ബോണി ഫിഷസ്, അക്വാട്ടിക് ആംഫീബിയൻ, അക്വാട്ടിക് ഇൻസെക്ട്. അമോണോടെലിസം കാണിക്കും. യൂറിയോടെലിസം ഞാൻ ബ്ലൂ ആ കൊടുക്കുന്നത്. യൂറിയോടെലിസം, യൂറി എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? മാമൽസ് യൂറിയോടെലിസം കാണിക്കും. ടെറസ്ട്രിയൽ ആംഫീബിയൻസ്, മാമൽസും ടെറസ്ട്രിയൽ ആംഫീബിയൻസ് യൂറിയോടെലിസം കാണിക്കും. പിന്നെ ഇലാസ്മോബ്രാങ്ക് ഫിഷസ് ഉണ്ട്. മാമൽസും ടെറസ്ട്രിയൽ, അത് പഠിച്ചു വെച്ചാൽ മതി. ദെൻ യൂറിക്കോട്ടിലിസം, എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് ഇൻസൊല്യൂബിൾ. അമോണിയാണ് ഏറ്റവും ഇതിൽ ടോക്സിക്, അതിനാണ് വാട്ടർ വേണ്ടത്. യൂറിക് ആസിഡ് ഇൻസൊല്യൂബിൾ ആണ്. യൂറിക്കോട്ടിലിസം കാണിക്കുന്നത് ബേർഡ്സ് കാണിക്കും, റെപ്റ്റൈൽസ് കാണിക്കും. ബേർഡ്സ്, റെപ്റ്റൈൽസ്, പിന്നെ ഇൻസെക്ട്സ് കാണിക്കും കേട്ടോ. ടെറസ്ട്രിയൽ ഇൻസെക്ട്സ്, ബേർഡ്സ്, റെപ്റ്റൈൽസ്, ഇൻസെക്ട്സ്. അപ്പോൾ ബേർഡ്സ്, റെപ്റ്റൈൽ. അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ ആ ഭാഗമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഗുഡ്, കുട്ടികൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പ്രിപ്പയർ 2 മാച്ചിങ് പെയേഴ്സ് ഫ്രം ദ ഗിവൺ ലിസ്റ്റ് ഓഫ് ആനിമൽ ആൻഡ് എക്സ്ക്രീറ്ററി ഓർഗൻസ്. ഇതിൽ നിന്ന് 2 മാച്ചിങ് പെയർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു മാച്ചിങ് പെയർ നമുക്കറിയാം. ഫസ്റ്റ് സി, എർത്ത് വേം ആരുമായിട്ടാണ്? നെഫ്രിഡി. എർത്ത് വേമിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ നെഫ്രിഡി. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 1, ഒരു മാച്ചിങ് പെയറായി. 2, കോക്രോച്ച് ഉണ്ട്. കോക്രോച്ചിന് നിങ്ങൾക്കറിയാം മാൽപീജിയൻ ട്യൂബുകൾ, അത് ഇതിലില്ല. പിന്നെ കിഡ്നി, ഫ്ലെയിം സെൽസ്, ആൻറ്റിനൽ ഗ്ലാൻഡ്. ഈ ആൻറ്റിനൽ ഗ്ലാൻഡ് ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് പ്രോണിൻ്റെയും ക്രാബിൻ്റെ ഒക്കെ എക്സ്ക്രീറ്ററി ഓർഗനാണ് ഗ്രീൻ ഗ്ലാൻഡ് അല്ലെങ്കിൽ ആൻറ്റിനറി ഗ്ലാൻഡ്സ്. ആൻറ്റിനൽ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ്സ് എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ A ഈസ് ഈക്വൽ ടു 2 ആണ്. A ഈസ് ഈക്വൽ ടു 2 ആണ്. അണ്ടർസ്റ്റാൻഡ്? ഫ്ലെയിം സെൽ ആരതാണ്? നിങ്ങൾക്ക് പറഞ്ഞു, നിങ്ങൾ ആൻസർ കിട്ടി കഴിഞ്ഞ് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടി. ഫ്ലെയിം സെൽ ആരതാണ്? ഫ്ലെയിം സെല്ല്
പ്രോട്ടോനെഫ്രിഡി അല്ലെങ്കിൽ ഫ്ലെയിം സെല്ല് പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസിൻ്റെതാണ് ഫ്ലെയിം സെൽസ് ഓർ ഫ്ലെയിം ബൾബ് പ്ലാറ്റിഹെൽമിന്തസ്. കിഡ്നി നമുക്കറിയാം, ആംഫിബിയൻസിന് കിഡ്നി ഉണ്ട്, മാമൽസിന് കിഡ്നി ഉണ്ട്, റെപ്റ്റൈൽസിന് ഉണ്ട്. നെക്സ്റ്റ് നൈസ് ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ഫിഗർ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് ദ ഫിഗർ. ഇതെന്താണ്, ഈ ഫിഗർ എന്താണ് എന്നാണ് ചോദ്യം. NCERT ബുക്കിൽ വളരെ വ്യക്തമായിട്ട് വരച്ചു വെച്ചിരിക്കുന്ന ഫിഗറാണ് ഇത്. ഈ ഫിഗർ എന്താണ് എന്ന് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യുവാനാണ്. അപ്പൊ ഇത് ഫിഗർ എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ഗ്ലോമറുലസ് ആണ്, ഇത് ബോമൻസ് ക്യാപ്സ്യൂളാണ്. ബോമൻസ് ക്യാപ്സ്യൂൾ. അപ്പൊ ബോമറുലസ് ആൻഡ് ബോമൻസ് ക്യാപ്സ്യൂൾ, ഗ്ലോമറുലസും ബോമൻസ് ക്യാപ്സ്യൂളും തമ്മിൽ ചേരുന്നതിന് എന്താ വിളിക്കുക? ഫിഗർ. റൈറ്റ് ദ നെയിം ഓഫ് ദ ഫിഗർ എന്ന് വിളിക്കുമ്പം അതാണ് മാൽപീജിയൻ. മാൽപീജിയൻ ബോഡി മതി, മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ. മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ. ഇനി നിങ്ങൾ മാൽപീജിയൻ കോർപ്പസൽ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസൽ, മാൽപീജിയൻ കോർപ്പസൽ എന്നൊക്കെ വിളിക്കുന്നതാണ്. ഇതാണ്, ഇവിടെയാണ് ഫിൽട്രേഷന്റെ സൈറ്റ്. നിങ്ങൾക്കറിയാം, ആ ബൊമൻസ് ക്യാപ്സ്യൂളിൽ, യെസ് വെരി ഗുഡ്, നന്നായിട്ട് കമന്റ് ചെയ്യുന്നുണ്ടല്ലോ നഫ്ല, വെരി ഗുഡ് നഫ്ല. അപ്പം മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസലാണ്. ഇവിടെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. ഇവിടെ ബൊമൻസ് ക്യാപ്സ്യൂളിൽ പോഡോസൈറ്റുകളുണ്ട് ഫിൽട്രേഷൻ സെന്റർ. നെയിം ദ ലേബൽഡ് പാർട്ട് എ ആൻഡ് ബി. എയും ബിയും നമ്മൾ എഴുതുന്നത്. എ എന്താണ്? എ ഗ്ലോമറുലസ്. എ ആണ് ഗ്ലോമറുലസ്. ബി എന്താണ്? ബി ബൊമൻസ് ക്യാപ്സ്യൂളിന്റെ ഭാഗമാണ്. അപ്പോൾ എയും ബിയും നമ്മൾ ലേബൽ ചെയ്ത് കഴിഞ്ഞു. വിച്ച് ഈസ് ദ സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് അൾട്രാ ഫിൽട്രേറ്റ്? അൾട്രാ ഫിൽട്രേറ്റിന്റെ സൈറ്റ് ഓഫ് ഫോർമേഷൻ ഏതാണ്? ബിറ്റ്വീൻ ഗ്ലോമറുലസ് ആൻഡ് ബോമൻസ് ക്യാപ്സ്യൂൾ. ക്യാപ്സുലാർ സ്പേസിന്റെ ഭാഗം, സൈറ്റ് ഓഫ് ഫോർമേഷൻ ബിറ്റ്വീൻ ഗ്ലോമറുലസ് ആൻഡ് ബോമൻസ് ക്യാപ്സ്യൂൾ വാൾ ആണ്. അതിലൂടെയാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദ നെക്സ്റ്റ്, എക്സ്പാൻഡ് GFR. എന്താ GFR? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ആണ്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, എത്ര ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്? അത് മാത്രം എഴുതിയാൽ മതി, മാർക്ക് കിട്ടി. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് നിങ്ങൾക്കറിയാം 125 ml/min അല്ലെങ്കിൽ 180 L/day ആണ്. അപ്പോൾ അത് ചോദിച്ചിരിക്കുന്നു, അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നു അവിടെ. സോറി, കുറേ ഇങ്ങോട്ടേക്ക് പോകുന്നല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. Question is, even though glomerular filtration in a healthy person is 180 L/day, the amount of urine released per day is only 1.5 liter. Give reason. കാരണം എന്താ? നമുക്കറിയാം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് 180 L/day ആണ്, പക്ഷേ യൂറിൻ 1.5 ഡേ. കാരണം അതിന്റെ ആൻസർ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് is not just a waste. It contains useful substances like water. So 99% of filtrate is reabsorbed. 99% filtrate എന്ത് ചെയ്യുന്നു? Reabsorb ചെയ്യുന്നു. That's why we produce only 1.5 liters of day. So glomerular filtration rate is very high. Glomerular filtrate is not a waste. It contains some useful substances. So 99% of the filtrate is reabsorbed. അപ്പോൾ റീഅബ്സോർഷൻ്റെ ഫിഗർ നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കണം. ആ റീഅബ്സോർഷൻ, ഏറ്റവും അധികം റീഅബ്സോർഷൻ നടക്കുന്നത് PCT എന്നാണ്. 70 to 80% വാട്ടർ, ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ PCT എന്ന് റീഅബ്സോർബ് ചെയ്യും. ഹെല്ലീസ് ലൂപ്പിന്റെ ഡിസെൻഡിങ് ലിംബിന്ന് വാട്ടർ മാത്രം റീഅബ്സോർബ് ചെയ്യും. അസെൻഡിങ് ലിംബിന്ന് NaCl. DCTയിൽ വെച്ച് നടക്കുന്നത് കണ്ടീഷണൽ റീഅബ്സോർഷൻ മാത്രം, വാട്ടറും NaCl. കളക്ടിംഗ് ഡക്റ്റിന്റെ അപ്പർ റീജിയനിൽ നിന്ന് വാട്ടർ, ലോവർ റീജിയനിൽ നിന്ന് കുറച്ച് യൂറിയ. അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. ഈ ഫാൾസ് കറക്റ്റ് ഇറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫാൾസ് ആണെന്ന് പറയാം. ADH പ്രിവെന്റ് ഡയൂറസിസ്. ട്രൂ. ശരിയല്ല. ADHന്റെ ഫുൾ ഫോം എന്താ? ആന്റി ഡയൂററ്റിക് ഹോർമോൺ. എന്താണ് ഈ ഡയൂറസിസ്? ഡയൂറസിസ് എന്ന് വെച്ചാൽ ഡയല്യൂട്ട് യൂറിൻ എന്നാണ് അർത്ഥം. ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ, ഡയല്യൂട്ട് യൂറിൻ, അതാണ് ഡയൂറസിസ്. അത് പാടില്ല. യൂറിൻ കോൺസെൻട്രേറ്റ് ചെയ്യണം.
അതിന് വേണ്ടിയിട്ടാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ എ ഡി എച്ച് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ് ഡിസ്റ്റൽ പാർട്ടിൽ നിന്ന് റീഅബ്സോർഷൻ കൂട്ടുന്ന ഹോർമോണാണ്. അപ്പൊ എ ഡി എച്ച് പ്രിവെന്റ് ഡയൂറസിസ്, ശരിയാണ്, ആന്റി ഡയൂററ്റിക്. അപ്പൊ അത് ട്രൂ സ്റ്റേറ്റ്മെന്റ്. ബി, ANF കോസസ് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ, റോങ്, ഫാൾസ്. ANF ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യല്ല ചെയ്യുക, ബ്ലഡ് പ്രഷർ. കാരണം ANF പ്രൊഡ്യൂസ് ചെയ്യുന്നത് BP കൂടുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ANF വാസോ ഡയലേറ്റർ ആണ്. അപ്പൊ ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയും. അപ്പൊ അത് ഫാൾസ് ആണ്. സി, ആൻജിയോടെൻസിൻ 1 ആക്ടിവേറ്റ് അഡ്രിനൽ കോർട്ടെക്സ് റിലീസ് ആൾഡോസ്റ്റിറോൺ. ഇത് റെനിൻ ആൻജിയോടെൻസിൻ ആൾഡോസ്റ്റിറോൺ സിസ്റ്റത്തിലാണ്. റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1ഉം ആൻജിയോടെൻസിൻ 2ഉം ആക്കും. 2 ആണ് അഡ്രിനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, 1 അല്ല. അപ്പൊ ആൻജിയോടെൻസിൻ 1 ആക്ടിവേറ്റ് അഡ്രിനൽ കോർട്ടെക്സ് റിലീസ് ആൾഡോസ്റ്റിറോൺ, ഫാൾസ്. അതും തെറ്റാണ്. ആൻജിയോടെൻസിൻ 1 അല്ല, ആൻജിയോടെൻസിൻ 2 ആണ് അത് ചെയ്യുന്നത്. 3, aldosterone causes reabsorption of Na plus and water from the distal part. True ആണ്. aldosterone എന്താണ്? aldosterone എന്ത് ചെയ്യും? റെനിൻ ആൻജിയോടെൻസിൻ aldosterone സിസ്റ്റമാണ്. അഡ്രിനൽ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിനറലോകോർട്ടിക്കോയിഡ് ആണ് aldosterone. അത് റീഅബ്സോർഷൻ കൂട്ടും. അപ്പോൾ അത് ട്രൂ സ്റ്റേറ്റ്. അപ്പോൾ എയും ഡിയും ട്രൂ ആണ്, ബിയും സിയും ഫാൾസ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സ്ക്രീഷനുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ചില ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമർലെസ് ആണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമർലെസ് ആണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ്. പിന്നെ റീനൽ കാൽക്കുലൈ വരുന്നു. കിഡ്നി സ്റ്റോൺസ് ആണ്. എന്താ കിഡ്നി സ്റ്റോൺ ആയിട്ട് റീനൽ കാൽക്കുലൈ? കിഡ്നി സ്റ്റോൺ എന്താണ്? ഓക്സാലേറ്റ് ക്രിസ്റ്റൽസ് ആണ്. ഓക്സാലേറ്റ് ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ക്രിസ്റ്റലൈസ്ഡ് സാൾട്ട് ഓഫ് ഓക്സാലേറ്റ്സ് ആണ് കിഡ്നി സ്റ്റോൺസ്. അതുപോലെ തന്നെ യുറീമിയ എന്നൊരു ഡിസോർഡർ പറയുന്നുണ്ട്. യുറീമിയ എന്താണ്? യുറീമിയ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, യുറീമിയ ഈസ് presence of excess urea in blood ആണ് യുറീമിയ. എക്സസ് യൂറിയ, ബ്ലഡിൽ എക്സസ് യൂറിയ ഉള്ളതാണ് യുറീമിയ. അതും ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ ബോഡി ഫ്ലൂയിഡ്സ്. നമ്മൾ ബാക്കിലേക്ക് പോകുമ്പോൾ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ആണ്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഹാർട്ടിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടത്, ഒറിജിൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ഹാർട്ട് ബീറ്റ്, അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, ബ്ലഡ് സെൽസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് അവിടെ നിങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. നഫ്ല നന്നായിട്ട് ആൻസർ ചെയ്യുന്നുണ്ടല്ലോ. വെരി ഗുഡ്, നൈസ് ആയിട്ടുണ്ട് നഫ്ല. ഓക്കെ, നമ്മൾ കുറച്ച് കുട്ടികളേ ഉള്ളൂ, ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ ബോഡി ഫ്ലൂയിഡ് സർക്കുലേഷനിൽ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി ബ്ലഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡിൽ ഏകദേശം 45% ഉള്ള നമുക്കറിയാം ബ്ലഡ് കോർപ്പസൽസ് ആണ്. 55% ബ്ലഡ് പ്ലാസ്മയാണ്. അതിൽ ഐഡന്റിഫൈ WBC മാർക്ക്ഡ് A1, B1, C1 ആൻഡ് D1. A1 എന്താണ്? A1 ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ ബൈലോബ്ഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺ പോലത്തെ ന്യൂക്ലിയസ് ഉള്ളത് ഈസ്നോഫിൽസ്. B1 എന്താ? മൾട്ടി ലോബ്ഡ് ന്യൂക്ലിയസ് ഉള്ളത് ന്യൂട്രോഫിൽ ആണ്. പിന്നെ C1 എന്താ? ലാർജ് സ്ഫെറിക്കൽ ന്യൂക്ലിയസ് ഉള്ളത് ലിംഫോസൈറ്റ്. ഞാൻ ലിംഫോ എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ. D1 എന്താണ്? ബീൻ ഷേപ്ഡ് ന്യൂക്ലിയസ് ഉള്ളത് ബിഗ്ഗസ്റ്റ് ആണ്, മോണോസൈറ്റ് ആണ്. ഇനിയിപ്പോൾ ഇതിൽ പറയാത്തത് ആരേ ഉള്ളൂ? ബേസോഫിൽ മാത്രമേ പറയാത്തതുള്ളൂ. ഗ്രാനുലോസൈറ്റിൽ ബേസോഫിൽ ഏകദേശം ഒരു S ഷേപ്ഡ് ന്യൂക്ലിയസ് ഉള്ളത് ബേസോഫിൽസ് ആണ്, ഗ്രാനുലോസൈറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചു, അപ്പോൾ വാട്ട് ഈസ് ദ, അപ്പോൾ അത് ആൻസർ ചെയ്തു. ദെൻ ബി, വാട്ട് ഈസ് ദ നോർമൽ പെർസെൻറ്റേജ് ഓഫ് WBC മാർക്ക്ഡ് B1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് നോർമൽ പെർസെൻറ്റേജ്. B1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ന്യൂട്രോഫില്ലാണ്. ന്യൂട്രോഫില്ലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, 65%. ഈ C1 ലിംഫോസൈറ്റ് ഏകദേശം ഒരു 20-25% കാണും. മോണോസൈറ്റ് ഒരു 6 to 8% കാണും. ഈസ്നോഫിൽസ് ഒരു 2 to 3% കാണും. ബേസോഫിലാണ് ഏറ്റവും കുറവ്, ഒരു 0.5 to 1.5% വരെ കാണും. അപ്പോൾ അത് മനസ്സിലാക്കി. അപ്പോൾ അതിൽ B1 ആ ചോദിച്ചിരിക്കുന്നത്, നമുക്കൊരു 65% വരെ പറയാം. ദെൻ അടുത്തത്, കാറ്റഗറൈസ് ദി അബവ് WBC ഇൻറ്റു ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് എഗ്രാനുലോസൈറ്റ്സ്. കാറ്റഗറൈസ് ചെയ്യണം. ആരൊക്കെ ഗ്രാനുലോസൈറ്റ്സ്? ഞാൻ ഈ ഗ്രീൻ മാർക്ക് ചെയ്യുന്നത് ഗ്രാനുലോസൈറ്റ്സ് ആരൊക്കെയാണ്? ഈസ്നോഫില്, ന്യൂട്രോഫില്, സോറി, ഇത് രണ്ടും ഗ്രാനുലോസൈറ്റ്സ് പ്ലസ് ബേസോഫിൽ വരും കിട്ടും. ഇത് രണ്ട് ഗ്രാനുലോസൈറ്റ്സ് ആണ്. എന്നാൽ ലിംഫോസൈറ്റും മോണോസൈറ്റും എഗ്രാനുലോസൈറ്റ്സ്, അവയ്ക്ക് ഗ്രാനുൾസ് ഇല്ല, എഗ്രാനുലോസൈറ്റ്സ് ആണ്. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നു,
Which among the above cell least possibly found when you observe a drop of blood? ഇതിൽ ഏതാണ് ഏറ്റവും കുറവ് കാണാത്ത? ഞാൻ പറഞ്ഞല്ലോ 2 to 3%. ഈ 4 എണ്ണത്തിൽ ഏറ്റവും കുറവ് ഈസ്നോഫില്ല കാണാം. എന്നാൽ മൊത്തം ബ്ലഡ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ബേസോഫിൽ ആയിരിക്കും കുറവ്. ബേസോഫിൽ ഈ ചിത്രത്തിൽ ഇല്ല. അപ്പോൾ ഈ ഫിഗറും നമ്മൾ അതിൻ്റെ ആൻസർ എഴുതണം. A1 എന്ന് പറയുമ്പം ഈസ്നോഫിൽസ് ആണ് കുറവ്. റൈറ്റ് വൺ ഫംഗ്ഷൻ ഓഫ് എനി 2 ടൈപ്സ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതുക. റൈറ്റ് വൺ ഫംഗ്ഷൻ ഓഫ് എനി 2. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ മൊത്തത്തിൽ പറയാം. ഈസ്നോഫിലിൻ്റെ ഫംഗ്ഷൻ എന്താ? ഈസ്നോഫിലിൻ്റെ ഫംഗ്ഷൻ ആണ് അലർജിക് റെസ്പോൺസ്. അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്നതാണ് ഈസ്നോഫിൽ. ന്യൂട്രോഫിൽ എന്താ ചെയ്യുക? ഫാഗോസൈറ്റോസിസ് നടത്തും. ന്യൂട്രോഫിലും മോണോസൈറ്റും ഫാഗോസൈറ്റോസിസ് നടത്തും. ന്യൂട്രോഫിലും മോണോസൈറ്റും ഫാഗോസൈറ്റോസിസ് നടത്തും. വിഴുങ്ങി നശിപ്പിക്കും. ഫാഗോസൈറ്റോസിസ് നടത്തും. ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻ, ലിംഫോസൈറ്റ് ടി ലിംഫോസൈറ്റ് ഉണ്ട്, ബി ലിംഫോസൈറ്റ് ഉണ്ട് കേട്ടോ. ടി ലിംഫോസൈറ്റുകൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി, ബി ലിംഫോസൈറ്റ് ആന്റിബോഡി മീഡിയേറ്റഡ്. നിങ്ങൾ ലിംഫോസൈറ്റിന്റെ ഫംഗ്ഷൻ പ്രൊഡ്യൂസ് ആന്റിബോഡി എന്ന് പഠിച്ചു വെച്ചാൽ മതി. ലിംഫോസൈറ്റ് പ്രൊഡ്യൂസ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലിംഫോസൈറ്റുകൾ. ഇനിയിപ്പോൾ ഇവിടെ ചിത്രത്തിൽ തരാത്ത ബേസോഫിലിന്റെ ഫംഗ്ഷൻ എന്താ? ഹെൽപ്പ് ഇൻ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാക്കുക. എങ്ങനെ? പ്രൊഡ്യൂസ് ഹിസ്റ്റമിൻ, ഹെപ്പാരിൻ, സെറോട്ടോണിൻ. ഓർക്കുന്നുണ്ടോ? ഹിസ്റ്റമിൻ, വെരി ഗുഡ്. ഹിസ്റ്റമിൻ, ഹെപ്പാരിൻ, സെറോട്ടോണിൻ ഒക്കെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ് മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. നോക്കാം. All veins carry deoxygenated blood and all arteries carry oxygenated blood. All veins carry deoxygenated blood and all arteries carry oxygenated blood. Do you agree with this statement? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. കമോൺ, ആരെങ്കിലും എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞേ. കമോൺ, ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? ആൻസർ നോ. ആൻസർ നോ ആണ്. അപ്പോൾ ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ ഇതിനോട് എഗ്രി ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾ വെയിൻസ് ക്യാരി ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നോ, വി നോട്ട് എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് എന്താ കാരണം? പൾമണറി വെയിൻ ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ്. പൾമണറി വെയിൻ ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യും. അതുപോലെ തന്നെ പൾമണറി ആർട്ടറി ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പൊ അതാണ് ആൻസർ. ഓൾ വെയിൻസ് ക്യാരി ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ തെറ്റാണ്. എക്സെപ്റ്റ് പൾമണറി വെയിൻസ്. ഓൾ വെയിൻസ് ക്യാരി ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എക്സെപ്റ്റ് പൾമണറി വെയിൻസ്. പൾമണറി വെയിൻസ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അതുപോലെ തന്നെ ഓൾ ആർട്ടറീസ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് എക്സെപ്റ്റ് പൾമണറി ആർട്ടറി ക്യാരി ഡിയോക്സിനേറ്റഡ് ബ്ലഡ്. അതാണ് ഇതിന്റെ ആൻസർ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് വൈൽ വർക്കിംഗ് ഈസ് ഗിവൺ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് ECG ആണ്. ECG എന്ന് പറയുമ്പോൾ ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ഫുൾ ഫോം എങ്ങനെയാണ് പറയേണ്ടത്? ഇലക്ട്രോ കാർഡിയോ ഗ്രാം എന്നാണ് പറയേണ്ടത്. ഇലക്ട്രോ കാർഡിയോ ഗ്രാം. ഈ ഫിഗറിന് ഇലക്ട്രോ കാർഡിയോ ഗ്രാം എന്നാ പറയാം. മെഷീനാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. അപ്പോൾ റൈറ്റ് ഡൗൺ the different activities of heart represented by P to T. ഇതെന്താണ് കാണിക്കുന്നത്? അപ്പോൾ P wave എന്ത് കാണിക്കുന്നു? P wave കാണിക്കുന്നത്, P wave shows atrial depolarization. P wave atrial depolarization കാണിക്കും. ആട്രിയെന്ന് ഇമ്പൾസ് പോകുന്നത് ആട്രിയൽ ഡീപോളറൈസേഷൻ കാണിക്കും. എന്നുവെച്ചാൽ ആട്രിയക്ക് ചാർജ് കിട്ടി. നോടിന് ചാർജ് വന്നു. ആട്രിയ ഗെറ്റ് ചാർജ്ഡ്. atrial contraction, understand. And QRS very good. Nafla comment ചെയ്തിരിക്കുന്നു, very good ആണ്. QRS complex ventricular depolarization ആണ്. ventricular depolarization ആണ്. And T very good. T wave ventricular repolarization, ventricular repolarization ആണ്. അപ്പോൾ ഇതാണ് വർക്കിംഗ് ഓഫ് ഹാർട്ട്. ഇത് പറയുമ്പോൾ നമ്മൾ ആ ഒറിജിൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം സപ്പോസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരയ്ക്കുന്നു.
എന്താണ് ഇപ്പോൾ ഹാർട്ട് എന്ന് ജസ്റ്റ് ഒന്നാണ് ചിന്തിച്ചോളൂ. സപ്പോസ് ഇറ്റ് ഈസ് അവർ ഹാർട്ട്. ഇത് റൈറ്റ് ആട്രിയം, ലെഫ്റ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഹാർട്ട് ബീറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഒരു എസ് എ നോഡിൽ നിന്നാണ്. ഇതാണ് എസ് എ നോഡ്. ഇത് സ്ഥിരം ചോദിക്കുന്നത്. ആ എസ് എ നോഡിൽ നിന്ന് ആ ഇമ്പൾസ് ആട്രിയിലൂടെ സ്പ്രെഡ് ചെയ്യും. ഇതാണ് ആട്രിയൽ ഡീപോളറൈസേഷൻ. ഇപ്പോഴാണ് ആ പി വേവ് കിട്ടുക. അപ്പോൾ അത് അയ്യോ നമ്മുടെ ചിത്രം മാഞ്ഞു പോയല്ലോ. അപ്പോൾ ഇത് ഓക്കെ, അത് പെന്നിൻ്റെ കുഴപ്പമില്ല. റൈറ്റ് ഓക്കെ, റൈറ്റ് ആട്രിയം, ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പം ഇതിലൂടെ സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് ഇമ്പൾസ് എവിടെ എത്തി? ഇവിടെ എത്തി എ വി നോഡ്. സപ്പോസ് ഇതാണ് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചേക്കും. ഇതാണ് എ വി നോഡ്. എ വി നോഡ്. എ വി നോഡ് എന്ന ഇമ്പൾസ് ഏതിലൂടെ വരും? ദിസ് ഈസ് ബണ്ടിൽ ഓഫ് ഹിസ്. എന്നിട്ട് രണ്ട് ബണ്ടിൽ ബ്രാഞ്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അത് ഈ ഫൈബേഴ്സിന്റെ പേരെന്താണ്? പെർകിൻജി ഫൈബേഴ്സ്. എന്നിട്ട് വെൻട്രിക്കിളിന്റെ വാൾ. അപ്പോൾ ഒറിജിൻ ഓഫ് ഇമ്പൾസ് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയണം? എസ് എ നോഡിൽ നിന്ന് ഇമ്പൾസ് വരും. എസ് എ നോഡിൽ നിന്ന് എ വി നോഡിലേക്ക് എത്തും. എ വി നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസ് ആണ് കേട്ടോ. ബണ്ടിൽ ഓഫ് ഹിസ് 3. പിന്നെ ബണ്ടിൽ ബ്രാഞ്ചസ് ഉണ്ട്, അത് 2 ബണ്ടിൽ ബ്രാഞ്ചസ്. പിന്നെ പെർകിൻജി ഫൈബേഴ്സ് 4. പെർകിൻജി ഫൈബേഴ്സ് വെൻട്രിക്കിൾ, വാൾ ഓഫ് വെൻട്രിക്കിൾ 5. വെൻട്രിക്കിളിന്റെ വാളിലേക്ക്. ഇതുകൂടി ഓർത്ത് വെക്കണം. ദാറ്റ് ഈസ് അബൌട്ട് ഒറിജിനൽ കണ്ടക്ഷൻ ഓഫ് ഹാർട്ട് ബീറ്റ് ആണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ്, the blood pressure of a person is shown as 170/130 millimeter of Hg. നിങ്ങളൊന്ന് പറഞ്ഞ്, നോർമൽ ബി പി എത്രയാ? നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാ? നോർമൽ ബി പി ഈസ് 120/80 millimeter of mercury. സ്ഫിഗ്മോമാനോമീറ്റർ കിട്ടുന്നതാണ്. ഇതാണ് നോർമൽ. അപ്പോൾ ഒരാളുടെ ബ്ലഡ് പ്രഷർ 170/130 എന്ന് പറഞ്ഞാൽ വാട്ട് വുഡ് ബി ഹിസ് ഡിസീസ്? അദ്ദേഹത്തിന്റെ ഡിസീസ്. അപ്പോൾ നിങ്ങൾ പറയണം നോർമൽ ബ്ലഡ് പ്രഷർ ഈസ് 120/80 millimeter of mercury. അപ്പോൾ 170 ഉണ്ടെങ്കിൽ അയാളുടെ പ്രശ്നം എന്താണ്? ഹൈപ്പർ ടെൻഷൻ ആണ്. ഹൈപ്പർ ടെൻഷൻ, ദാറ്റ് ഈസ് ഹൈ ബി പി. How it affect his body? ഇത് അദ്ദേഹത്തിന്റെ ബോഡിയെ എങ്ങനെ affect ചെയ്യും? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ, how it affect the body? When blood pressure increases, BP കൂടുമ്പോൾ, when blood pressure increases, the small blood vessels of brain, eyes, kidney, etc. break. അപ്പോൾ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമ്പോൾ then minute small thin blood vessels of brain may broken. That leads to stroke അല്ലെങ്കിൽ cerebral hemorrhage ഉണ്ടാകും. എന്തുണ്ടാകും? cerebral hemorrhage അല്ലെങ്കിൽ സ്ട്രോക്കിന് കാരണമാകും. And minute blood vessels of eye, kidney also broken. അതാണ് ഹൈ ബി പി ഉണ്ടായാൽ സംഭവിക്കുന്നത്. അതാണത് എങ്ങനെ ബോഡി അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം കൂടി ഒന്ന് ഓർത്ത് വെക്കണം. അണ്ടർസ്റ്റാൻഡ്? അപ്പം ഇത്രയുമാണ് നമുക്ക് ഏത് ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ മീൻ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ഭാഗത്ത്. ആ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിൽ നമുക്ക് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ ചോദിച്ച ആ ക്വസ്റ്റ്യൻ കൂടി നമുക്കൊന്ന് പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് വരാം. യെസ്, ഇതാ. അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യാൻ. നമുക്ക് മാച്ച് കോളം എ വിത്ത് കോളം ബി. മക്കൾ ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ നോക്കിക്കോളൂ. ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഈസ്നോഫിൽ, ലിംഫോസൈറ്റ്. ന്യൂട്രോഫിൽ എന്താ ചെയ്യുന്നത്? ന്യൂട്രോഫിൽ ഫാഗോസൈറ്റിക് ആണ്. ബേസോഫിൽ സെക്രിയേറ്റ് ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ. ഇപ്പോൾ പറഞ്ഞുള്ളൂ. ഈസ്നോഫിൽ ആണ് അലർജിക് റെസ്പോൺസ് ഓഫ് ദ ബോഡി ഉണ്ടാക്കുന്നത്. ഈസ്നോഫിൽസ് അലർജിക് റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. ലിംഫോസൈറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓഫ് ദ ബോഡി. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ്? ആൻഡ് നെക്സ്റ്റ്, ഇതപ്പോൾ നമ്മൾ ചോദിച്ച അതേ ചോദ്യം വന്നിരിക്കുന്നു. ലുക്ക്, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓഫ് കാർഡിയാക് ഇമ്പൾസ് ഫ്രം ടേംസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. അപ്പോൾ എസ് എ നോഡിന്ന് തുടങ്ങിയിട്ട് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എസ് എ നോഡ് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് വരേണ്ടത്? എസ് എ നോഡ് കഴിഞ്ഞാൽ എ വി നോഡ്. എ വി നോഡ് കഴിഞ്ഞാൽ പിന്നെ ബണ്ടിൽ ഓഫ് ഹിസ്. ഞാൻ BH എന്ന് എഴുതുള്ളൂ. ബണ്ടിൽ ഓഫ് ഹിസ്.
ബണ്ടിൽ ഓഫ് ഹിസ് കഴിഞ്ഞാൽ പെർകിൻജി ഫൈബർ, ഞാൻ PF എന്നുള്ളത് പെർകിൻജി ഫൈബർ ടു വെൻട്രിക്കിൾ, പെർകിൻജി ഫൈബറിന് വെൻട്രിക്കിളിലേക്ക്. അപ്പോൾ ഇതാണ് ഈ ഒരു കോളം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ആ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇത് ബയോമോളിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗം നോക്കാൻ, ഐഡന്റിഫൈ ഫോളോയിങ് നൈട്രജൻ ബേസസ് A and B, റൈറ്റ് ന്യൂക്ലിയോസൈഡ്. ഇത് ഏതാണ് നൈട്രജൻ ബേസസ്? ഇത് അഡിനിൻ ആണ്, ഇത് യുറാസിലാണ്. റൈറ്റ് ദ ന്യൂക്ലിയോസൈഡ് ഓഫ് ദിസ് നൈട്രജൻ ബേസ്. ഇതിന്റെ ന്യൂക്ലിയോസൈഡ് ഏതാണ്? അഡിനിന്റെ ന്യൂക്ലിയോസൈഡ് ഏതാണ്? ന്യൂക്ലിയോസൈഡാ ചോദിച്ചിരിക്കുന്നത് അഡിനോസിൻ, യുറാസിലിന്റെ യൂറിഡിൻ. അഡിനോസിനും യൂറിഡിനും, അഡിനിന്റെ അഡിനോസിൻ, യുറാസിലിന്റെ യൂറിഡിൻ. അപ്പം നമുക്ക് ഇനി റെസ്പിറേഷൻ, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ആണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ബ്രീത്തിങ്ങിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ബ്രീത്തിങ്ങിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അറിവില്ലേ? ആ ബ്രീത്തിങ്ങിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. ഐഡന്റിഫൈ ദ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യുവാൻ പറയുന്നു. ഇത് ഏതാ ഗ്രാഫ്? ഈ ഗ്രാഫാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. റൈറ്റ് എനി 2 factors that affect this. ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന 2 factors ഏതൊക്കെയാണ്? നമുക്കറിയാം ഈ പോയിന്റ് മാക്സിമം സാച്ചുറേഷൻ കാണിക്കുന്നതാണ്. ഇത് നടക്കുന്നത് ലങ്സിന്റെ ആൽവിയോളയിൽ വെച്ചിട്ടാണ്. ലങ്സിന്റെ ആൽവിയോളയിൽ എന്താ സംഭവിക്കുക? ഹൈ PO2 ആയിരിക്കും, ലോ PCO2 ആയിരിക്കും, ലോ ടെമ്പറേച്ചർ ആയിരിക്കും, ലോ H+ ആയിരിക്കും. അപ്പോൾ റൈറ്റ് എനി 2 factors അഫക്റ്റ് ദിസ് എന്ന് വെച്ച 2 factors എന്ന് വെച്ചത് എഴുതണം. പാർഷ്യൽ പ്രഷർ ഓഫ് PCO2, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ആൻഡ് PO2, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 factors. അല്ലെങ്കിൽ ടെമ്പറേച്ചർ എഴുതാം. റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ഗ്രാഫ്. ഈ ഗ്രാഫിന്റെ പ്രാധാന്യം എന്താണ്? സിഗ്നിഫിക്കൻസ് എന്ത് എഴുതാം? ദിസ് ഗ്രാഫ് ഇലസ്ട്രേറ്റ് ഷോ ദ പെർസെൻറ്റേജ് സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ വിത്ത് ഹിമോഗ്ലോബിൻ. At length, ഇതാണ് പോയിന്റ് A കൊടുക്കാം. At length, the maximum saturation takes place because of high PO2 and low PCO2. എന്നാൽ ഇവിടെ തുറക്കാം B എന്ന പോയിന്റ്. At tissue level, it is minimum saturation because at ടിഷ്യൂവിൽ low PO2, high PCO2, high temperature, high H+ ആയിരിക്കും. അപ്പോൾ ഇതാണ് അവിടെ മനസ്സിലാക്കണം. അപ്പോൾ ടിഷ്യൂ ലെവലിൽ മനസ്സിലാക്കണം ലോ PO2 കുറവായിരിക്കും, ഹൈ PCO2 പ്രഷർ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കും, ഹൈ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, ഹൈ H+. അപ്പോൾ അതുകൊണ്ട് ഡിസോസിയേഷൻ നടക്കുന്നു. അപ്പോൾ ഈ പോയിന്റ് സാച്ചുറേഷനും ഈ പോയിന്റ് ഡിസോസിയേഷൻ, അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നമുക്ക് ബ്രീത്തിങ്ങിൽ 2-3 ക്വസ്റ്റ്യൻ കൂടി നിർത്തിയിട്ട് നമുക്ക് വേഗം അവസാനിപ്പിക്കാം. എന്നിട്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഇരുന്നിട്ട് നന്നായിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ബ്രീത്തിങ്ങിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്. ഇത് റെസ്പിറേറ്ററി ഓർഗൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എർത്ത് വേമിന്റെ റെസ്പിറേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? സ്കിന്നാണ്. അപ്പോൾ സ്കിന്നിന് കവറിംഗ് ഉണ്ട്, ക്യൂട്ടിക്കിൾ. അപ്പോൾ എർത്ത് വേം ക്യൂട്ടിക്കിൾ കവറിംഗ് കൊണ്ടാണ്, എന്ന് വെച്ചാൽ സ്കിന്നാണ്. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പ്രോണിന് നമുക്കറിയാം പ്രോൺസ് ഗിൽസ് ഉപയോഗിക്കും. ഇൻസെക്റ്റിന്റെ ട്രക്കിയൽ റെസ്പിറേറ്ററി സിസ്റ്റമാണ് ഇൻസെക്റ്റ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് മാമൽസ് ഏതാ ഉപയോഗിക്കുക? പൾമണറി റെസ്പിറേഷൻ ലങ്സ് ആണ്. അപ്പോൾ അത് ആ ഭാഗം ഒന്ന് ഓർത്ത് വെക്കുക. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ്, ഈ ഫിഗർ നിങ്ങൾക്കറിയാം. ഇത് കാണിക്കുന്നത് ഫസ്റ്റ് ഫിഗർ A കാണിക്കുന്നത്. ഇവിടെ നോക്കണം, ഇത് ഡയഫ്രം ആണ്. ഡയഫ്രം താഴേക്കാണ് വരുന്നത്. റിബ്സും ഇന്റർകോസ്റ്റൽ മസിൽസും മുകളിലേക്ക് പോകുന്നു. ഇത് കാണിക്കുന്നത് ഇൻസ്പിരേഷൻ ആണ്. ഇൻസ്പിരേഷൻ മീൻസ് ബ്രീത്ത് ഇൻ, ഉള്ളിലേക്ക് ശ്വസിക്കുന്നത്. അപ്പം ബ്രീത്തിങ്ങിന്റെ സമയത്ത് ഇമ്പൾസ് വരും. റിബ്സ് മസിൽസും ഡയഫ്രത്തിന്റെ മസിൽസും കൺട്രാക്ട് ചെയ്യും. അപ്പോൾ റിബ്സ് മൂവ് അപ്വേർഡ് ആൻഡ് എക്സ്പാൻഡ്, diaphragm move downward, ribs move upward and expand, diaphragm move downward. So volume of thoracic cavity increases, pressure decreases, breathe in നടക്കും. നേരെ ഓപ്പോസിറ്റ് ആണ് റിലാക്സേഷന്റെ സമയത്ത് മസിൽ റിലാക്സ് ചെയ്യും. ഇന്റർകോസ്റ്റൽ മസിൽസും ഡയഫ്രത്തിന്റെ മസിൽസും റിലാക്സ് ചെയ്യും. ഡയഫ്രം മൂവ് അപ്വേർഡ്, ഡോം ഷേപ്പിലേക്ക് വരും. റിബ്സ് മസിൽസും താഴേക്ക് റിലാക്സ് ചെയ്ത് താഴേക്ക് വരും. അപ്പോൾ വോളിയം ഓഫ് thoracic cavity decreases. അപ്പോൾ ഇത് കാണിക്കുന്നത് എക്സ്പിരേഷന്റെ ഫിഗറാണ്. അപ്പം മെൻഷൻ ദ റോൾ ഓഫ് ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽ ഇൻ ദ എബവ് പ്രോസസ്. അപ്പോൾ എബവ് പ്രോസസ് പറയുമ്പോൾ ഡ്യൂറിങ് ഇൻസ്പിരേഷൻ അങ്ങനെ തന്നെ എഴുതണം. ഡ്യൂറിങ് ഇൻസ്പിരേഷൻ ഏതാ കേസ്? ഡ്യൂറിങ് ഇൻസ്പിരേഷൻ muscles of diaphragm and external intercostal muscle and intercostal muscle contract. So ribs move upward and diaphragm move downward. So volume of thoracic cavity increases,
pressure decreases, pulmonary pressure decreases, inspiration takes place. During expiration, B, during expiration, muscles of ribs and diaphragm relax. They move down, diaphragm move upward, volume of thoracic cavity decreases, pressure increases, pulmonary pressure increases, air goes out. ഇതാണ് അവിടെ എഴുതേണ്ടത്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നെക്സ്റ്റ്, എക്സ്പാൻഡ് ദ ഫോളോയിങ് ടേംസ് ടി വി ആൻഡ് ആർ വി. ടി വി എന്താണ്? ടൈഡൽ വോളിയം. നിങ്ങൾ എന്ത് തന്നെ സമയമെടുത്താലും നിങ്ങൾ ആ പൾമണറി കപ്പാസിറ്റീസ് ആൻഡ് പൾമണറി വോളിയംസ് ആൻഡ് പൾമണറി കപ്പാസിറ്റീസ് എന്ന ഭാഗം തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ടൈഡൽ വോളിയം എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് എയർ ഇൻസ്പയർ ഓർ എക്സ്പയർ നോർമലായിട്ട് ബ്രീത്ത് ചെയ്യുന്നതാണ് ടൈഡൽ വോളിയം. ആ ടൈഡൽ വോളിയം ഏകദേശം ഒരു 500 ml വരും. ടൈഡൽ വോളിയം വരുന്നത് ഏകദേശം ഒരു 500 ml ആണ് ടൈഡൽ വോളിയം വരുന്നത്. അതെന്തായാലും പഠിച്ചു വയ്ക്കും. ആർ വി എന്താണ്? ആർ വി റെസിജ്വൽ വോളിയമാണ്. എന്താ റെസിജ്വൽ വോളിയം? എമൗണ്ട് ഓഫ് എയർ റിമെയിൻസ് ഇൻ ലങ്സ് ആഫ്റ്റർ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. ഫോഴ്സിബിൾ എക്സ്പിരേഷന് ശേഷവും എയർ ബാക്കിയുള്ളതാണ് റെസിജ്വൽ വോളിയം. ആ റെസിജ്വൽ വോളിയം ഏകദേശം ഒരു 1100 to 1200 വരും, ml വരും. ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടതാണ് IRV. എന്താ IRV? ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. Additional volume of air a person can inspire. Additional volume of air a person can inspire. അത് ഏകദേശം ഒരു 2500-3000 ml വരും. അതേപോലെ മനസ്സിലാക്കേണ്ടതാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം ERV. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഔട്ട്. ഒരു പേഴ്സണ് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. ഒരു 1100 ml വരും. ഇനി മനസ്സിലാക്കണം വൈറ്റൽ കപ്പാസിറ്റി. എന്താ? രണ്ട് രീതിയിൽ പറയാം. എമൗണ്ട് ഓഫ് വോളിയം ഓർ എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സിബിൾ എക്സ്പിരേഷൻ. ഒരു ഫോഴ്സിബിൾ എക്സ്പിരേഷന് ശേഷം ബ്രീത്ത് ഇൻ കഴിയാൻ പറ്റാം. തിരിച്ചും പറയാം, ഫോഴ്സിബിൾ ഇൻസ്പിരേഷൻ ശേഷം തിരിച്ചു വിടുന്നത്. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റിയിൽ എന്തൊക്കെ പെടും? വൈറ്റൽ കപ്പാസിറ്റി ഇൻക്ലൂഡ് ടൈഡൽ വോളിയം പ്ലസ് IRV പ്ലസ് ERV. ഇനി ഇതിൻ്റെ കൂടെ റെസിജ്വൽ വോളിയം കൂടി ചേർത്താൽ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് റെസിജ്വൽ വോളിയം, അതിനെ നമ്മൾ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് വിളിക്കും. ടോട്ടൽ ലങ് കപ്പാസിറ്റി. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ ഓർത്ത് വെക്കണം. Next, observe the diagram and answer the following question. Observe the diagram and answer the following questions. അവിടെ പറയുന്നു, name the biological process involved in the gas exchange shown in figure. ഇവിടുത്തെ ബയോളജിക്കൽ പ്രോസസ്സ് ഏതാണ്? ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ആൽവിയോളയുടെ വാളും. ഇവിടെ നിങ്ങൾക്കറിയാം ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ PO2 104 millimeter of mercury, PCO2 40 ആണ്. എന്നാൽ ബ്ലഡിലെ PO2 40യും PCO2 45ഉം. അപ്പോൾ അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്കും ഓക്സിജൻ ബ്ലഡിലേക്കുമാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഹൗ ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ് ടു സെൽ ഫ്രം ആൽവിയോളൈ. എങ്ങനെയാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എബൌട്ട് ഒരു 3 to 5% ഓക്സിജൻ, ഒരു 3 to 5% ഓക്സിജൻ ഇൻ ഡിസോൾവ്ഡ് ഫോം ത്രൂ പ്ലാസ്മയിലൂടെ പോകും. ബാക്കി 97% ഓക്സിജൻ കമ്പൈൻഡ് വിത്ത് ഹിമോഗ്ലോബിൻ ടു ഫോം ഓക്സി ഹിമോഗ്ലോബിൻ. ഞാൻ ഓക്സി HB എന്നിട്ടുള്ളൂ. അപ്പോൾ 97% ഓഫ് ഓക്സിജൻ ട്രാൻസ്പോർട്ടഡ് ഫ്രം ആൽവിയോളൈ ലങ്സ് ടു ടിഷ്യൂ in form of oxyhemoglobin, that is oxygen combined with hemoglobin of RBC and transported as oxyhemoglobin. ഇതേപോലെ തന്നെ നിങ്ങൾ അത് ഓർക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് ഒന്ന് ഓർക്കണം. ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ട്രാൻസ്പോർട്ട് ഓഫ് CO2 കാർബൺ ഡൈ ഓക്സൈഡ്, അതിൽ ഏകദേശം ഒരു 5% കാർബൺ ഡൈ ഓക്സൈഡ് ആസ് H2CO3 കാർബോണിക് ആസിഡ് ത്രൂ പ്ലാസ്മയിലൂടെ ഡിസോൾവ് ഫോമിൽ കാർബോണിക് ആസിഡ് ആയിട്ട്. ആൻഡ് അബൌട്ട് 25% കാർബൺ ഡൈ ഓക്സൈഡ് ആസ് കാർബാമിനോ ഹിമോഗ്ലോബിൻ. That means they combine with amino group of hemoglobin and transported as carbaminohemoglobin. ബാക്കി 70% കാർബൺ ഡൈ ഓക്സൈഡ് ആസ് HCO3 മൈനസ് ബൈകാർബണേറ്റ് അയോണിന്റെ ഫോമിലായിട്ടാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ബൈകാർബണേറ്റ് അയോൺ. അപ്പോൾ പേജ് നമ്പർ 190 നിങ്ങൾക്ക് ആ കാണുന്ന ഇക്വേഷൻ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈ 70% കാർബൺ ഡൈ ഓക്സൈഡ് RBCയിൽ വരും. എന്നിട്ട് RBCയിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ വിത്ത് വാട്ടർ.
അത് നടക്കുന്നത് ഒരു എൻസൈമിന്റെ പ്രസൻസിലാണ്. ഏതാണ് എൻസൈം? കാർബോണിക് അൻഹൈഡ്രേസ്. കാർബോണിക് അൻഹൈഡ്രേസ് എന്നിട്ട് എന്തായി മാറും? H2CO3 കാർബോണിക് ആസിഡ്. അത് വീണ്ടും കാർബോണിക് അൻഹൈഡ്രേസിന്റെ പ്രസൻസിൽ H+ ആൻഡ് HCO3 മൈനസ് അയോൺ ആവും. ഇതെല്ലാം റിവേഴ്സിബിൾ ആക്ഷൻസ് ആണ്. ഇതും ഓർത്ത് വെക്കേണ്ടതാണ്. അണ്ടർസ്റ്റുഡ്? ദെൻ ലാസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻസിലേക്ക് കൂടി പോകാം. റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആണ്. 2 റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആണ് അവിടെ പറയുന്നത്. ആസ്മ ആൻഡ് എംഫിസീമ. ആസ്മ ആൻഡ് എംഫിസീമ ആർ 2 disorders in human respiratory system. Mention their causes and symptoms. എന്താ ആസ്മയുടെ കോസസ്? എന്താ? ആസ്മ ഈസ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് causing wheezing due to asthma is the inflammation of bronchi. അപ്പോൾ ആസ്മയുടെ കോസ് ചോദിച്ചാൽ, അപ്പോൾ ആസ്മയുടെ കോസ് ആസ്മ ഈസ് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ. ബ്രോങ്കൈ ഇൻഫ്ലമേറ്റഡ് ആവുക ഡ്യൂ ടു അലർജൻസ് ആവാം, ഡസ്റ്റ് പോലുള്ള അലർജൻസ് ആവാം, കോൾഡ് ക്ലൈമറ്റുകളാവാം. അതിൻ്റെ സിംറ്റമാണ്, ആസ്മയുടെ സിംറ്റമാണ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ലീഡ് ടു വീസിങ്. എന്താ ഈ വീസിങ് എന്ന് വെച്ചാൽ WHEEZING, വീസിങ് ഡിഫിക്കൽട്ടി, ശ്വാസതടസ്സം. നമ്മൾ ശ്വാസമുട്ട, ശ്വാസതടസ്സം എന്ന് പറയുന്നത്. ഈ എംഫിസീമ, അടുത്തത് എംഫിസീമ എന്താണ്? എംഫിസീമ ഒരു ക്രോണിക് ലങ് ഡിസോർഡറാണ്. ക്രോണിക് ഡിസോർഡർ in which emphysema cause cigarette smoking. Cigarette smoking is the cause, and its symptom alveoli wall damaged, which reduce the respiratory surface. Appo smoking ആണ് emphysema cause, അതിന്റെ symptom alveoli wall damaged ആകും, which decrease the respiratory surface. ഇതാണ്. അപ്പോൾ ഇനി ഒരു ഡിസോർഡർ കൂടി അവിടെ പറയുന്നുണ്ട്, occupational disorders affected due to continuous exposure to some pollutants അല്ലെങ്കിൽ occupations. അത് ഡസ്റ്റുമായിട്ടാവാം. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല. ഫൈബ്രോസ് ഉണ്ടാവും, അതിൽ സിലിക്കോസിസ്, സിലിക്കൺ ഡസ്റ്റ് സ്പ്രേ ചെയ്യുമ്പോൾ സിലിക്കോസിസ് വരും. അസ്ബസ്റ്റോസ് പൗഡർ ഇൻഹേൽ ചെയ്യുമ്പോൾ അസ്ബസ്റ്റോസിസ് വരും. ആ ഡിസോർഡേഴ്സിൻ്റെ ഭാഗം കൂടി നോക്കാം. ഇപ്പം നമ്മൾ ഏകദേശം നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം നമ്മൾ ഫൈനലായിട്ട് എല്ലാ ചാപ്റ്ററുടെയും കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട്. അപ്പോൾ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു 5 minutes കൊണ്ട് ആ 20 questions ഒന്ന് വായിക്കുക. 1 മാർക്കിൻ്റെ 5 ചോദ്യത്തോളം ഉണ്ടായിരിക്കും. അതിൽ 3 എണ്ണം ബെസ്റ്റ് സെലക്ട് ചെയ്യുക. 2 സ്കോറിൻ്റെ ഏകദേശം ഒരു 12-11, അപ്പോൾ 12 ചോദ്യത്തിൽ നിന്ന് 10 ചോദ്യത്തിൽ നിന്ന് 9 എണ്ണം സെലക്ട് ചെയ്യണം. ചോയ്സ് കിട്ടും, അത് സെലക്ട് ചെയ്യുക. ലാസ്റ്റ് 3 സ്കോറിൻ്റെ സെലക്ട് ചെയ്ത് നല്ല വൃത്തിയിൽ ചോദിച്ചതിന് മാത്രം ആൻസർ ചെയ്യുക. റീഡ്രോ പറഞ്ഞാൽ മാത്രം റീഡ്രോ ചെയ്യുക. നല്ല നീറ്റായിട്ട് ഒരു ക്വസ്റ്റിന് വിട്ടുപോകരുത്. ABC ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ 1 ആണ് അതിന്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ 5 ആണ് അതിന് A ഓപ്ഷൻ, B ഓപ്ഷൻ, C ഓപ്ഷൻ എല്ലാം ഓർത്തെടുത്ത് എഴുതുക. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ആഫ്റ്റർനൂണും നൈറ്റൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല മാർക്ക് കിട്ടട്ടെ. താങ്ക് യു ഫോർ ലിസണിങ് മീ. ഓൾ ദി വെരി ബെസ്റ്റ്. സീ യു വൺസ് അഗെയിൻ. ബൈ.